നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രാജീവ് സുകുമാരൻ, ചെയർമാൻ സയന്റിഫിക് കമ്മിറ്റി, കേരള സൊസൈറ്റി ഓഫ് ഒഫ്താൽമിക് സർജൻ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ദൃഷ്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ ആനുവൽ കോൺഫറൻസിൽ ഡോക്ടേഴ്സിന് മാത്രം ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് പാരാമെഡിക്കൽസും നമ്മുടെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് ഒരു പുതിയ ആരംഭമായിട്ട് പാരാമെഡിക്കൽസിനും ക്ലാസ് എടുക്കണമെന്നൊരു തീരുമാനം എടുത്തു. അത് ഞങ്ങളുടെ പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ സാറിന്റെ സമയത്തായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം നടത്തുന്നു. ഇതൊരു വീഡിയോ ബേസ്ഡ് ഇന്ററാക്റ്റീവ് സെഷൻ. നിങ്ങളൊക്കെ ചോദ്യം ചോദിക്കണം, എന്നാലേ ഇതിന് ഒരു ഇമ്പോർട്ടൻസ് വരുത്തുള്ളൂ. അപ്പോൾ ഇത് 5 ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒന്ന് OP പ്രൊസീജിയേഴ്സ്, രണ്ടാമത് ഹാൻഡ് ഹൈജീൻ, മൂന്നാമത് തിയേറ്റർ ക്ലീനിങ്, നാലാമത് ഇൻസ്ട്രുമെന്റ് ക്ലീനിങ് ആൻഡ് പാക്കിംഗ്, അഞ്ചാമത് സ്റ്റെറിലൈസേഷൻ. ഇത് ഓരോ വീഡിയോ കഴിയുന്നതും നമ്മൾ നിർത്തും. ഇത് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ ഫീൽഡിൽ ഡോക്ടർ PI മോഹൻ സാറ് മുത്തൂറ്റിലെ സൂപ്രണ്ടന്റ് ആയിരുന്നു. സാറ് റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ ഇരിക്കുന്ന സാറിന് ഇതേ ഉള്ള പണി, ഇതേ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറിന്റെ അടുക്ക എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അടുത്തതായിട്ടുള്ളത് ഡോക്ടർ S ശശികുമാർ സാറ് ഞങ്ങളുടെ പാസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. പുള്ളി ഇപ്പം കൊച്ചിൻ ഐ കെയർ സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാറ് ബുക്ക് എഴുതിയിട്ടുണ്ട് ഈ ടോപ്പിക്കിൽ. 2 എഡിഷൻ വന്ന് കഴിഞ്ഞ്. സാറിന്റെ അടുത്തും ചോദിക്കാം. അതില്ലാതെ ഡോക്ടർ ചന്ദ്രശേഖർ ജോയിൻ ചെയ്തിട്ടില്ല, പുള്ളി ഇപ്പൊ ജോയിൻ ചെയ്യും. പുള്ളി NABH അക്രിഡേറ്റഡ് അസസർ. ഇപ്പോൾ NABH തറവാട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ആ രീതിയിൽ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പുള്ളിയുടെ ചോദിക്കാം. പുള്ളിക്ക് മലയാളം അത്ര അറിയില്ല. നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്, പുള്ളി തമിഴിൽ പറയുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. സോ ഇത് തുടങ്ങുന്ന മുന്നേ ഞാൻ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ബാബു കൃഷ്ണമ സാറിന് ഒരു ഇനോഗ്രൽ സ്പീച്ച് തന്നിട്ട് നമുക്ക് ഇത് തുടങ്ങാം. സാറ്. Respected Dr. Mohan sir, Dr. Shashi Kumar, Dr. Rajiv Sukumaran, Dr. D. Chandrasekhar, Dr. Mahesh, and dear delegates. This program of associating paramedical staff with academic activities of KSOS is a major step initiated by our past president, Dr. S. Shashi Kumar. KSOS is always privileged to continue with the dream projects of its past presidents. Today's CME, Hospital Infection Control for Paramedics, is an activity in that direction. Nursing people are the ones we work closely in achieving the health of patients. We are more careful in avoiding hospital infection in our patients. The operation theater is the place we are to be more focused in maintaining a sterile atmosphere. We have learned faculty in providing you newer and practical outlook on theater asepsis. Welcoming you all to this CME. Thank you, Dr. Rajiv, Dr. Mahesh, in executing this CME. Dr. Mohan sir, Dr. Shashi Kumar, and Dr. Chandrasekharan always remain a source of inspiration to KSOS. With these words, I am inaugurating this CME. Thank you. Thank you, sir. അടുത്തതായിട്ട് ഞങ്ങളുടെ സൊസൈറ്റിയുടെ സെക്രട്ടറി ഡോക്ടർ മഹേഷിന് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കും. നമസ്കാരം. ഒരു ആശുപത്രിയുടെ വിജയം തന്നെ ഏറ്റവും കുറവ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ ഡോക്ടർമാരെക്കാളും പ്രാധാന്യം ബാക്കി ജോലി ചെയ്യുന്ന നഴ്സുമാരും ബാക്കി സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫുമാണ്. അപ്പോൾ അവരുടെ ഒരു കോപ്പറേഷനോ അവരുടെ ഒരു സഹായം ഇല്ലാതെ ഇതൊരിക്കലും നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്താൻ ഡോക്ടർ ശശികുമാർ നേരത്തെ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ ഇതിന്റെ ഭാഗം കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് നടത്തിയ പല പരിപാടികളും വളരെയധികം സക്സസ്ഫുള്ളായി വളരെ ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫിനും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മഹേഷ്. അടുത്തതായിട്ട് മോഹൻ സാറിന്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. Okay, good afternoon everyone. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്.
നമ്മളെ പ്രൊട്ടക്ഷൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇഞ്ചക്ഷൻ എടുത്ത് കാണും, ടൈഫോയിഡിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് കാണും, ഫ്ലൂവിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് കാണും, എല്ലാ തരം വാക്സിൻസും നമ്മൾ എടുത്ത് കാണും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും, മാസ്ക് വെക്കുന്നുണ്ടാവും, ഗ്ലൗസ് ധരിക്കുന്നുണ്ടാവും, തൊപ്പി വെക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ ടൈമിലാണെങ്കിൽ ഫുൾ PPE കിറ്റ് ഉണ്ടാവും. ബട്ട് ദ തിങ് ഈസ്, വരുന്ന രോഗികൾ ഇൻഫെക്ഷനോടുകൂടി വരുന്നവരുണ്ട്, ഇൻഫെക്ഷൻ ഇല്ലാതെ വരുന്നവർ. ഇൻഫെക്ഷൻ ഇല്ലാതെ വരുന്നവര് ഇൻഫെക്ഷൻ നമ്മൾ കൊടുക്കാതെ ചികിത്സിച്ച് അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖപ്പെടുത്തി വീട്ടിലേക്ക് വിടുക. ഇതാണ് നമ്മുടെ കർത്തവ്യം. ഈ തിങ് ഈസ്, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അഡ്മിറ്റ് ആകാൻ വരുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മളുടെ ശ്രദ്ധക്കുറവ് മൂലം ഒരു കോംപ്ലിക്കേഷൻ വന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഫെക്ഷൻ കൊടുത്ത് 2 ദിവസം എന്നുള്ളത് 5 ദിവസത്തേക്ക് മാറിയാൽ കിടക്കുന്ന രോഗിയുടെ ഹോസ്പിറ്റൽ ബില്ല് ചിലപ്പോൾ 25,000 നിന്ന് 50,000 അവനത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സർജിക്കൽ റിസൾട്ട്സ് നമുക്ക് കിട്ടില്ല. എസ്പെഷ്യലി ഓഫ്തൽമോളജിയുടെ കാര്യം, കാറ്ററാക്ട് സർജറി ഒക്കെ നമ്മൾ പറയുവാണെങ്കിൽ ഒരു എൻഡോഫ്താൽമൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കാഴ്ച ആകെ നഷ്ടപ്പെടും. സോ ബേസിക്കലി ഇതിന് ചില പ്രോട്ടോകോൾസ് നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാക്കി കാണും. ഈ ഒരു പ്രോട്ടോകോൾസിൽ നിന്ന് വെള്ളം ചേർക്കാതെ കൃത്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസിനും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് മൂലമോ നമ്മുടെ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ഇൻഫെക്ഷൻ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇറ്റ് മീൻസ് ഡു നോ ഹാം. അച്ഛ മലയാളത്തിൽ പറഞ്ഞ ഉപകാരം ഒന്നും ചെയ്തില്ലേലും ഉപദ്രവിക്കാതിരിക്കുക. സോ ലെറ്റ് us go on with the video and further discussion. സംശയങ്ങളുണ്ടെങ്കിൽ രാജീവ് പറഞ്ഞമാതിരി നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ ചാറ്റ് ബോക്സിലിടാം. അല്ലെങ്കിൽ യൂട്യൂബിലുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് സൗകര്യമുണ്ട്. ഞങ്ങൾ യൂട്യൂബിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. സോ ലെറ്റ് us സ്റ്റാർട്ട്. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള പ്രത്യേക പ്രോട്ടോകോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. താങ്ക് യു. രാജീവ്. താങ്ക് യു സർ. നമുക്ക് ആദ്യത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തുടക്കം തന്നെ നിങ്ങൾക്ക് ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വി ആർ നഴ്സസ്, പ്രൗഡ് ടു ബി നഴ്സസ്. ഇത് നിങ്ങൾ മാത്രം പ്രൗഡായിട്ടിരുന്നാൽ മതി, ഞങ്ങളും പ്രൗഡാണ്. നിങ്ങളെ കാരണമാണ് ഞങ്ങൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് വരാൻ പറ്റുന്നത്. സോ എല്ലാവർക്കും ഒരു നമസ്കാരം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് OP ഡിസ്ഇൻഫെക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് കാണാം. ഇത് ഒരു ചെറിയ യൂട്യൂബ് ക്ലിപ്പിംഗ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ നിന്ന്, ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം വീഡിയോ. ഇത് ഒരു ഡോക്ടർ വന്ന് ഒരു ഇൻഫെക്റ്റഡ് പേഷ്യന്റിന്റെ ഡ്രസ്സിങ് ഗ്ലൗ ഇല്ലാതെ, ഹാൻഡ് ഹൈജീൻ ചെയ്യാതെ എടുക്കുന്നു. കണ്ടില്ലേ? അപ്പൊ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ കൃമി നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന്. പുള്ളി അത് പിടിച്ചിട്ട് പുള്ളിയുടെ പേജറിൽ ഞെക്കുന്നു, എല്ലാം എടുക്കുന്നു. അപ്പൊ ഉടനെ എമർജൻസി കോൾ വന്നപ്പോൾ അസിസ്റ്റന്റ് കയ്യിൽ ആ ഗോസ് കൊടുത്തിട്ട് പോന്നു. ആ ഇൻഫെക്ഷൻ, ആ ഗോസ് മൊത്തമായി. പുള്ളി ഓടി വരുന്നു. ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്ന സംഭവം ചെയ്തിട്ടില്ല. ഫോൺ വിളിക്കുന്നു. ഫോൺ കണ്ടാമിനേറ്റ് ആയി. അപ്പം ഈ ഫോണിൽ ആ കൃമികളുണ്ട്. അപ്പൊ വേറെ ഒരാൾ വന്ന് അതേ ഫോൺ എടുക്കുമ്പോൾ ആ കൃമി പുള്ളിക്കാരിയുടെ കയ്യിലോട്ട് മാറി സ്പ്രെഡ് ചെയ്യുന്നു. ഇത് ഇപ്പൊ ഈ കോവിഡ് സമയത്ത് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാ. കോവിഡ് വരുന്ന പിന്നെ ഈ രീതിയൊക്കെ നമ്മൾ വളരെ നെഗ്ലിജിബിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് കൊണ്ടുവന്ന് ഒരു ഹാൻഡിലിൽ പിടിക്കുന്നു. അപ്പൊ ഹാൻഡിലിൽ ആ പേഷ്യന്റ് എടുക്ക പോകുന്നു. ഈ പേഷ്യന്റ് ആണെങ്കിൽ ഒരു ഇൻഫെക്ഷനും ഇല്ലാത്ത ഒരു പേഷ്യന്റ് ആയിരുന്നു. പേഷ്യന്റ് ആണെങ്കിൽ സെൻട്രൽ ലൈൻ ഉണ്ട്,
അത് കയറി പിടിച്ചപ്പോഴത്തേക്ക് അത് കണ്ടാമിനേറ്റ് ആയി ആ ഇൻഫെക്ഷൻ ആ പേഷ്യന്റിനോട്ട് ട്രാൻസ്ഫർ ആവുന്നു. ഇവര് എല്ലാവരും ഹാൻഡ് ഹൈജീൻ ചെയ്യാതെ വന്നുകൊണ്ട് ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഇല്ലാത്ത പേഷ്യന്റിന് ഇൻഫെക്ഷൻ അകത്തോട്ട് കയറും. സോ ഇതാ എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് ഈ ടോക്കിന് മൊത്തത്തില് ഹാൻഡ് ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് ആണ് കൂടുതലും പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് WHO പറഞ്ഞേക്കുന്ന 5 മൂവ്മെന്റ്സ് ഫോർ ഹാൻഡ് ഹൈജീൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദി സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ റെഡ്യൂസിങ് ഇൻഫെക്ഷൻസ്. ശതമാനം പറയുകയാണെങ്കിൽ 98% ഹാൻഡ് ഹൈജീൻ കാരണം വരുന്നത്. ഫസ്റ്റ് ബിഫോർ ടച്ചിങ് ദി പേഷ്യന്റ് നമ്മൾ തൊടുന്ന മുന്നേ നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്തിരിക്കണം. ബിഫോർ എനി ക്ലീൻ എസെപ്റ്റിക് പ്രൊസീജിയർ, IV ലൈൻ ഇടുന്നോ അല്ലെങ്കിൽ വല്ല ഡ്രസ്സിങ് ചെയ്യുന്നോ, ബിഫോർ ക്ലീൻ. തേർഡ്, ആഫ്റ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ റിസ്ക്. ഇപ്പൊ ഇത് യൂറിൻ ബാഗ് എംപ്റ്റി ചെയ്യുന്നു ആഫ്റ്റർ ടച്ചിങ് ദി പേഷ്യന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ പോകുമ്പോൾ ആഫ്റ്റർ ടച്ചിങ് പേഷ്യന്റ് സറൗണ്ടിങ്, അതിന്റെ ടേബിളിന്റെ അടുത്ത് തൊടിയാന്നെങ്കിൽ. ഇതാ 5 മൂവ്മെന്റ്സ്. നമുക്ക് വളരെ ഡ്രെഡഡ് ആയിട്ടുള്ളത് എൻഡോഫ്താൽമൈറ്റിസ്. ഇങ്ങനെ ഒരു പേഷ്യന്റിനെ കാണണമെങ്കിൽ നമ്മുടെ ഹാർട്ട് നിന്നു പോകും. അതുകൊണ്ട് ഞങ്ങളുടെ ആശുപത്രിയിൽ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത്, ഇത് ഫിനോഫ്തലിൻ ഡൈ, ഇത് കണ്ട വെള്ളം പോലെ ഇരിക്കും, ഒരു മണവും ഒന്നുമില്ല. ആൽക്കലൈൻ സൊല്യൂഷനിൽ ഇത് പിങ്ക് കളറായിട്ട് മാറും. ഞങ്ങൾ എന്താ ചെയ്ത്, ഞങ്ങളുടെ ഒപ്പിയില് ഇത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് എവിടെയൊക്കെ എത്തുന്നു, ഇത് ടേബിളിന്റെ പുറത്ത് റിസപ്ഷൻ ഏരിയയിൽ, ഇത് ഹോസ്പിറ്റലിന്റെ ഒരു സീനായി ഇത് കാണിക്കുന്നത്. സ്ലിറ്റ് ലാമ്പും സാധാരണ ഒരു ഓഫ്താൽമിക് സെറ്റപ്പ് ആണ്. ഈ സ്ഥലത്ത് ആ റിസപ്ഷൻ ഏരിയയിൽ ഈ ഫ്ലൂയിഡ് നമ്മൾ ഫിനോഫ്തലിൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ വീഡിയോ ഒക്കെ കോവിഡ് വരുന്ന മുന്നേ എടുത്തത്, അതുകൊണ്ട് ആ മാസ്ക് ഒന്നും കാണത്തില്ല. കണ്ടില്ലേ, അവര് വന്ന് വെക്കുന്ന സ്ഥലം, കൈ വെക്കുന്നത് തന്നെ ഈ റിസപ്ഷൻ ഏരിയയിൽ. അതിനുശേഷം ഈ പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്ത് എവിടെയൊക്കെ പോകുന്നു, എവിടെയൊക്കെ പിടിക്കുന്നു ഒക്കെ നോക്കി. ഇതിന് ശേഷം ആൽക്കലൈൻ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഫിനോഫ്തലിൻ ഡൈ ഈ ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയ ഒക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യേണ്ട ഏരിയ. ഇവിടെ നോക്കും, ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്ലിറ്റ് ലാമ്പിന്റെ സൈഡില് റൈറ്റ് ഹാൻഡിലായിരുന്നു ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. അപ്പം ചെയർ ഹാൻഡിൽ, ഡോർ ഹാൻഡിൽ, എല്ലായിടത്തും ഇത് ട്രേസ് ചെയ്യാൻ പറ്റി. അപ്പം ഈ ഏരിയ ഓപ്റ്റിക്കൽ ഷോപ്പും കൂടെ ഇത് എത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഏരിയ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം. ഇപ്പൊ എങ്ങനെയാ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണാം. സ്ലിറ്റ് ലാമ്പില് ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യുന്ന രീതി നോക്കിയാൽ അറിയാം. യൂണി ഡയറക്ഷണൽ, എപ്പോഴും ഒരു ഡയറക്ഷനിലേ ചെയ്യുന്നുള്ളൂ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യരുത്, ഒറ്റ ഡയറക്ഷനിൽ. ഇപ്പം മേളിൽ നിന്ന് താഴെയാണെങ്കിൽ മേളിൽ നിന്ന് താഴെ തന്നെ ചെയ്യണം. അപ്പം സിഗ്സാക്കായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഇങ്ങനെയാ സ്ലിറ്റ് ലാമ്പ്. ഇത് ഐഡിയലി ഓരോ പേഷ്യന്റ് കഴിയുന്നതും ഇത് കണക്ക് ചെയ്യണം. ഇപ്പൊ കോവിഡ് ഇരിക്കുന്ന സമയം മാത്രമല്ല, എപ്പോഴും ഇത് കണക്ക് ഒരു പേഷ്യന്റ് അങ്ങോട്ട് ഇറങ്ങുന്നതും ഇത് പെട്ടെന്ന് ഒരു 30 സെക്കൻഡ്സേ എടുക്കത്തുള്ളൂ. പിന്നെ ചിൻ റെസ്റ്റ്, ആ പേപ്പർ നമ്മൾ റിമൂവ് ചെയ്യണം. ഓരോ പേഷ്യന്റ് കഴിയുന്നതും നമ്മൾ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഇത് കാണുന്നത്. എല്ലാം ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ യൂണി ഡയറക്ഷനിലായിട്ടേ ചെയ്യാവൂ, സിഗ്സാക്ക് ആയിട്ട് ചെയ്യാൻ പാടില്ല. ത്രൂ ഔട്ട് ഇത് അപ്ലനേഷൻ, ഇത് നമ്മുടെ ഓപ്റ്റിക്കൽ ക്ലോത്ത് വെച്ചിട്ട് ചെറിയ ഡിസ്ഇൻഫെക്റ്റന്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് സ്കാന്റെ പ്രോബ്, ഇതെങ്ങനെയാ ക്ലീൻ ചെയ്യുന്നത്, അതും യൂണി ഡയറക്ഷനിലായിട്ടേ ചെയ്യാവൂ. പിന്നെ ഡോർ ഹാൻഡിൽ, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഹാൻഡിൽ ഇസ് എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. എല്ലാ പേഷ്യൻസും കയറി പിടിക്കുന്ന സ്ഥലമാണ്. അത് നമ്മൾ പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഓട്ടോ റിഫ്രാക്ടോമീറ്റർ, അതും ഇത് കണക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ചെയ്യുന്നത് ഒറ്റ ഡയറക്ഷനിൽ. എല്ലാം ഓരോ പേഷ്യന്റ് കഴിയുന്നതും നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന കോവിഡിന് മാത്രമല്ല അല്ലാത്തപ്പോഴും കൗണ്ടറും ക്ലീൻ ചെയ്യുന്നുണ്ട്. യൂണി ഡയറക്ഷണൽ, ഒറ്റ ഡയറക്ഷനിൽ ചെയ്യാവൂ. ഇത് ത്രൂ ഔട്ട് ആ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യണം. ചെയർ ക്ലീൻ ചെയ്യുന്നത്, ഇത് കോവിഡ്
സമയത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ക്ലീൻ ചെയ്യുമ്പോൾ യൂണി ഡയറക്ഷണൽ. ഇത് പിന്നെ നമ്മുടെ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന 3 മിറർ, അത് കോൺടാക്ട് ലെൻസ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നത് ഒരു ഈസി മെത്തേഡ് ഓഫ് ക്ലീൻ. ഇങ്ങനെ ഒരു ഹാൻഡ് വാഷ് പോരാ, നല്ല രീതിയിൽ എല്ലാ സ്റ്റെപ്പും. ഇത് എന്തുകൊണ്ട് ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഇത് കണക്ക് ചെയ്യണം. അല്ല സോപ്പ് വാട്ടർ വെച്ച് എന്തെങ്കിലും അതുപോലെ ചെയ്യണം. ഇത് അനദർ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. BP അപ്പാരറ്റസ്, ഡെത്ത്. ഇത് ട്രയൽ സെറ്റ് എല്ലാ പേഷ്യന്റെ മുഖത്തോട്ട് വയ്ക്കുന്നത്. സോ ഇറ്റ് ഇസ് അപ്പം ഓരോ പേഷ്യന്റ് കഴിയുന്നതും നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് കൊണ്ട് സ്പ്രേ ചെയ്തിട്ട് സാനിറ്റൈസർ വൈപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത പേഷ്യന്റിന് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വെള്ളം സോപ്പ് യൂസ് ചെയ്യുമ്പോഴും ഇതേ സ്റ്റെപ്പ് നല്ലപോലെ റിൻസ് ചെയ്തിട്ട് ആവശ്യത്തിന് സോപ്പ് എടുത്തിട്ട് ഇത് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് എങ്കിലും എടുക്കും. മറ്റേത് സാനിറ്റൈസർ യൂസ് ചെയ്ത് ആൽക്കഹോൾ ബേസ്ഡ് ആണെങ്കിൽ 20 സെക്കൻഡ്സ് മതി എന്നാ പറയുന്നത്. എല്ലാ സ്റ്റെപ്പും രണ്ട് തമ്മും ഹാൻഡ് ഹൈജീൻ തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നതായിരിക്കും അടുത്തത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിസ്റ്റ് കൊണ്ട് ഹാം വരെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ റിൻസ് ചെയ്യണം. ഇതൊരു സാധനം നമ്മൾ ഈ ക്ലീൻ ഗ്ലൗ നമ്മൾ സാധാരണ OPയിൽ യൂസ് ചെയ്യുന്നു. ഇപ്പൊ കോവിഡ് വന്നുകൊണ്ട് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കണ്ടോ? നമ്മൾ ഗ്ലൗ ഇടുന്നു. ഗ്ലൗ നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യണം, പേഷ്യന്റിനെയും പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഗ്ലൗ ഇടുന്നത്. പക്ഷെ ഈ ചെയ്യുന്ന രീതി ശരിയാണോന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ഇത് നോക്കി ഒരു പ്രൊസീജിയർ ഇത് കണ്ടിട്ട് നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബീറ്റാഡിൻ എടുത്ത് പേഷ്യന്റിന്റെ ബ്ലഡ് എടുക്കാൻ പോകുന്നു, അതുകൊണ്ട് അവിടെ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നു. അതേ ഇത് നമ്മള് ഒരു കണ്ടാമിനേറ്റഡ് ഹാൻഡ് ആണെന്ന് നമ്മൾ വിചാരിക്കാം. ഈ പച്ച കാണുന്നത് കണ്ടാമിനേഷൻ, വൈറസ് ആവട്ടെ ബാക്ടീരിയ ആവട്ടെ. നമ്മൾ ക്ലീൻ ഗ്ലൗസ് എടുത്തിട്ട് നമ്മൾ വെയർ ചെയ്യുന്നു. അപ്പം ഈ ഇത് കണ്ടാമിനേഷൻ എവിടെയൊക്കെ എത്തുന്നെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് ക്ലീൻ ഗ്ലൗസ്, സ്റ്റെറൈൽ ഗ്ലൗസ് എല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇടുന്നതാ. അതിനെ പിന്നെയും കണ്ടാമിനേറ്റ് ചെയ്യുന്നത് നമുക്കും ദോഷം, പേഷ്യന്റിനും ദോഷം. ഇപ്പൊ അവസാനം നോക്ക്, നമ്മുടെ കൈ ഇരുന്ന ആ കളർ ഗ്ലൗവിന്റെ പുറമെ എല്ലാം ആയിട്ടുണ്ട്. ഇപ്പൊ പോയി പേഷ്യന്റിനെ തൊടുമ്പം യോ ഗോയിങ് ടു ഇൻഫെക്ട് ദി പേഷ്യന്റ്. സോ ഇത് ചെയ്യുന്ന മുന്നേ ഹാൻഡ് ഹൈജീൻ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് ഹൈജീൻ ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്തതിന് ശേഷമേ ഈ ഗ്ലൗ ഇടാവൂ. ഇപ്പൊ നോക്ക്, ഇത് ചെയ്തിട്ട് നമ്മൾ അതിന് ശേഷമേ ഇങ്ങനത്തെ ക്ലീൻ ഗ്ലൗസ് എടുക്കാവൂ. അപ്പൊ ഹാൻഡ് ഹൈജീൻ ഈ ഗ്ലൗ ഇടുന്ന മുന്നേ ചെയ്യണം. ഇത് നമ്മൾ എന്താ ഓടി ഇങ്ങോട്ട് വരും, 2 ഗ്ലൗ എടുക്കും, ഇടും, ഇല്ല. ഓരോ തവണയും ഇത് നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്തതിന് ശേഷം. ഇപ്പൊ കണ്ട അവിടെയൊക്കെ കയറി പിടിക്കുന്നത് ഡിസ്ഇൻഫെക്ട് ചെയ്യാതെ ചെയ്തിരുന്നെങ്കിൽ ഇത് ദ പ്രോപ്പർ വേ ഓഫ് ഡൂയിങ്. അപ്പം ഓരോ തവണയും ക്ലീൻ ഗ്ലൗ ഇടുമ്പം നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്തിട്ടേ പ്രൊസീജിയർ ചെയ്യാവൂ. എടുത്തിട്ട് നമ്മൾ പഴയതുപോലെ ഡിസ്ഇൻഫെക്റ്റിംഗ് സൊല്യൂഷൻ എടുത്ത് ബീറ്റാഡിനോ എന്താണെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹാൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ മാസ്ക്, ഇപ്പൊ എല്ലാരും കോവിഡ് ടൈമിൽ മാസ്ക് ഇടുന്നുണ്ട്. അത് എങ്ങനെയാ പ്രോപ്പറായിട്ട് ഇടണ്ടെന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ ചെയ്തതിന് ശേഷമേ ഒരു ക്ലീൻ മാസ്ക്, ഒരു പുതിയ മാസ്ക് എടുക്കാവൂ. ഇതെല്ലാ സ്റ്റെപ്പും ചെയ്യണം. ഒരു കപ്പ് പോലെ N95 ഇപ്പൊ വെരി ഐഡിയൽ. കപ്പ് പോലെ കയ്യിൽ പിടിച്ചിട്ട് മുഖത്ത് വെച്ചിട്ട് മേളത്തെ സ്ട്രിങ് ആദ്യം ഇടണം, രണ്ടാമത്തെ സ്ട്രിങ് അടുത്തത് മൂക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
എല്ലാം ടൈറ്റ് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നതെന്ന് നോക്കണം ഫേസിന്. ഇത് റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് താഴത്തെ സ്ട്രിങ് ആദ്യം എടുക്കണം, മേളത്തത് എടുക്കരുത്. പിന്നെ മേളത്തെ എടുത്തിട്ട് അതിന്റെ പുറമെ തൊടാതെ ഡിസ്പോസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് 5 days കഴിഞ്ഞ് ഉപയോഗിക്കാം. പിന്നെയും ഹാൻഡ് ഹൈജീൻ ചെയ്യണം. ഓരോ തവണയും മാസ്ക് നമ്മൾ റിമൂവ് ചെയ്യുമ്പം ഹാൻഡ് ഹൈജീൻ ചെയ്യണം. ഇത് 3-ply സർജിക്കൽ മാസ്ക്. അതേ തന്നെ ഇതിന് മേളിലൊരു കമ്പി പോലെ ഒരു സാധനം ഉണ്ട്, മൂക്കിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാ. പ്ലീറ്റ്സ് താഴോട്ട് ഫേസ് ചെയ്തിരിക്കണം. ഇതിനും മേളത്തെ സ്ട്രാപ്പ് ആദ്യം കെട്ടണം, പിന്നെ താഴത്തെ സ്ട്രിപ്പ് കെട്ടാം. പിന്നെ ഈ പ്ലീറ്റ്സ് എല്ലാം സ്ട്രെച്ച് ചെയ്തിട്ട് താടിന് താഴെ വരെ എക്സ്പാൻഡ് ചെയ്ത് വെക്കണം, മൂക്കും അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യുന്നത് മറ്റേതിന്റെ കണക്ക് തന്നെ താഴത്തത് ആദ്യം റിമൂവ് ചെയ്യണം, പിന്നെ മേളത്തത് എടുക്കാവും. ഇപ്പൊ കേരളത്തിൽ നമുക്ക് ഇഷ്ടം പോലെ കേസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് അതിന്റെ ഒരു കാരണം മാസ്ക് ശരിക്കും ഉപയോഗിക്കാത്തതുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ഇപ്പൊ നമുക്കൊന്ന് കാണാം. ഇത് കഴിയുന്നതും പിന്നെയും പഴയതുപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ ചെയ്യണം. ഇത് ഇപ്പൊ ഒരു മിസ്യൂസ് ഓഫ് മാസ്കിനെ കുറിച്ച് നമുക്ക് കാണാം. ഇപ്പൊ യൂഷ്വലായിട്ട് അതിന്റെ പുറമെയാ ഈ കണ്ടാമിനേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ മാസ്ക് മുഖത്ത് കെട്ടുമ്പം എവിടെയൊക്കെ കണ്ടാമിനേഷൻ, നെറ്റിയിൽ വരാം, കഴുത്തേ വരാം, എക്സ്പോസ്ഡ് ഏരിയയിലൊക്കെ എക്സ്പോഷർ വരാം. ഇത് ഇങ്ങനെ പിടിച്ചു വെക്കും. ഇത് ഇഷ്ടംപോലെ സ്റ്റാഫുകൾ ചെയ്യുന്നത് കാണും. അത് കാണുമ്പോൾ എവിടെയാ ഈ വൈറസ് ഒക്കെ വന്നത്? അതിന്റെ ഉള്ളിലായി, കയ്യിലായി. തിരിച്ച് അത് അങ്ങനെ എടുത്തു വെക്കും. പേഷ്യന്റ് അങ്ങോട്ട് വരുമ്പോഴും ഉടനെ എടുത്ത് മുഖത്തോട്ട് വെക്കും. മുഖത്ത് കഴിയുമ്പോൾ എവിടെയൊക്കെ ഇതായി, നമ്മുടെ ചിറിയിലൊക്കെ ആയി. ഇതെല്ലാം സോ മാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു. അത് കണക്ക് വേസ്റ്റ് ഡിസ്പോസിബിൾ. ഇത് ലാബ് വേസ്റ്റ്, ലിനൻ എക്സ്പയർഡ്, ഡിസ്കാർഡഡ് മെഡിസിൻ, അനാറ്റമിക്കൽ വേസ്റ്റ് എല്ലാം യെല്ലോ ബിന്നിൽ. പ്ലാസ്റ്റിക് അങ്ങനെ ഉള്ള സാധനങ്ങളും ഗ്ലൗവും റെഡ് ബിന്നിൽ. റെഡ് ബിന്നിൽ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാ, എന്നാലും ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ ബ്ലാക്ക് ബിന്നിൽ. ഇത് നമ്മുടെ ശശികുമാർ സാറ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാ. ഇത് നമ്മൾ യൂഷ്വലായിട്ട് നമ്മുടെ തിയേറ്ററിൽ ചെയ്യുന്ന ഒരു ബക്കറ്റ് വെച്ചിട്ട് എല്ലാം കൂടെ ഇടും, പിന്നെ ഇരുന്ന് സോർട്ട് ഔട്ട് ചെയ്യും. വേണ്ട, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് പിന്നെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അത് തെറ്റാ. അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം അതത് ബിന്നിലോട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് മാറ്റിയിടുന്ന, ഗ്ലൗവും കൂടെ ഇല്ല സാറിന്റെ കയ്യിൽ, സാർ ഇങ്ങനെ പിടിച്ച് വെക്കുന്നു. ഇതൊക്കെ തെറ്റാ. അപ്പൊ നമ്മള് കറക്റ്റായിട്ട് സെഗ്രിഗേറ്റ് അറ്റ് ദി സോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതത് ബിന്നിൽ ഇട്ട് ചെയ്യണം. ഇത് കണക്ക് ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് ചെയ്യരുത്. ഇത് തീരെ പാടില്ലാത്ത കാര്യങ്ങളാ സാർ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യരുത്. പിന്നെ ഇതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് എപ്പോഴും ഈ റെഡിൽ പോണം, പേപ്പേഴ്സ് എല്ലാം ജനറൽ വേസ്റ്റിലോട്ട് പോണം. അപ്പൊ നമ്മൾ എടുക്കുമ്പം ഇതിനകത്ത് ഇങ്ങനെ പേപ്പർ പാർട്ട് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് സെഗ്രിഗേഷൻ ചാർട്ട് എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കണം. എന്നൊക്കെ ഷാർപ്പ് നീഡിൽസ്, ഇത് ഒരു പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിലാണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നത്. ഐഡിയലി അതിന്റെ കൂടെ ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിക്കണം. ഇപ്പൊ ഇമേജ് അത് വേണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾ പ്രകാരം അതിനകത്ത് ഫ്രഷ്ലി പ്രിപ്പയർഡ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഇടണമെന്ന അതിന്റെ 2018 റൂൾ പ്രകാരം 1 to 2% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഷുഡ് ബി യൂസ്ഡ്. പിന്നെ സ്പില്ലേജ്, ഒരു സ്പിൽ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എവാക്യുവേറ്റ് ചെയ്തിട്ട് സ്പിൽ കിറ്റ് നമ്മുടെ സ്ഥലത്ത് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. ഇത് അരവിന്ദിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വീഡിയോ, ചന്ദ്രശേഖർ തന്നതാ, നന്ദിയുണ്ട്. ആ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഫ്രഷ്ലി പ്രിപ്പയർഡ് 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അതിൽ ഒഴിച്ച് ഡിസ്ഇൻഫെക്ട് ചെയ്യണം. ഡിസ്ഇൻഫെക്ട് ചെയ്ത് 10 to 15 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയണം. അപ്പൊ സ്പില്ലേജ് മാനേജ്മെന്റ് ഇത് ഇങ്ങനെയാ ചെയ്യേണ്ടത്.
യെല്ലോ ബിന്നിൽ അത് കളയട്ടെ. പിന്നെ മോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ദീസ് ആർ ദി പ്രൊസീജിയർ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടിഷ്യൂ ഇല്ലെങ്കിൽ തുണി തന്നെ യൂസ് ചെയ്യാൻ, ഡിസ്പോസിബിൾ ക്ലോത്ത് വെച്ചിട്ട് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഒഴിച്ച് ഡിസിൻഫെക്ട് ചെയ്ത് 10 മിനിറ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ പൈപ്പ് ചെയ്ത് കളയാം. തുണിയോടെ കളയുന്ന മെത്തേഡ്. പിന്നെ ഒരു ഇൻഫെക്ഷൻ എവിടെങ്കിലും ഹോസ്പിറ്റലിൽ നടക്കുമ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഇൻസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവര് എല്ലാ നമ്മുടെ ഐറ്റംസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യും. നമ്മുടെ ഐ ഡ്രോപ്സ് ശരിയാണോ, എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നോ, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, എല്ലാം ചെക്ക് ചെയ്യും. ഫ്ലൂയിഡ്സ് എന്തൊക്കെ ഫ്ലൂയിഡാണ് നമ്മൾ യൂസ് ചെയ്ത അതിന്റെ എക്സ്പയറി ഡേറ്റ്, അതിനകത്ത് വല്ല സെഡിമെന്റ്സ് ഉണ്ടോ, കളർ ചേഞ്ച് ഉണ്ടോ, നമ്മൾ ETO സ്റ്റെറിലൈസ് ചെയ്ത ഒരു സാധനം ഓപ്പൺ ആയിട്ടുണ്ടോ, എക്സ്പോസ്ഡ് ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ഇൻസ്പെക്ഷൻ ടീം ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യും, എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് വെച്ചേക്കുന്ന പാക്കിന്റെ ഓട്ടോക്ലേവ് സ്റ്റിക്കേഴ്സ് കറക്റ്റ് ആണെന്നോ, ഡേറ്റ് കറക്റ്റ് ആണെന്നോ, മോയ്സ്ചർ ഉണ്ടോ, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് കണ്ടാ തുറന്നിരിക്കുന്നത്, ഇതൊക്കെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ ഇൻഡിവിജ്വൽസ് മാസ്ക് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ, മൂക്ക് വെളി കിടക്കുന്നുണ്ടോ, പിന്നെ കൈ നഖമൊക്കെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ, പനിയുണ്ടോ, ചുമയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പിഴ പറ്റിയിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യും. അതാ ഇൻസ്പെക്ഷൻ കമ്മിറ്റി. പിന്നെ കൾച്ചറിന് ഓരോ ഐറ്റത്തിൽ നിന്ന് ഐ ഡ്രോപ്സിൽ നിന്ന് കൾച്ചർ എടുക്കുക, പിന്നെ IV ഫ്ലൂയിഡ്സ് നിന്ന്, പിന്നെ വിസ്കോ എലാസ്റ്റിക്, പിന്നെ IOLന്റെ എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഫൈനൽ ഒരു റിപ്പോർട്ട് ഇത് എവിടുന്ന ഇൻഫെക്ഷൻ വന്നതെന്ന് കൊടുക്കും. അപ്പൊ ഇതാ ഇവരെ കമ്മിറ്റിയുടെ ജോലി. ഓക്കെ, ദാറ്റ് ഇസ് ഫസ്റ്റ് പാർട്ട്. OP പ്രൊസീജിയേഴ്സും ഇൻസ്പെക്ഷനും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ മോഹൻ സാറും ശശി സാറും ഇങ്ങനെ കാത്തിരിക്കുക ആൻസർ ചെയ്യാനായിട്ട്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ഈ കോവിഡ് സമയത്ത് മാസ്ക് പ്രോപ്പറായിട്ട് ഇട്ടില്ലെങ്കിൽ അത് ഇറ്റ്സ് എ ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ. ശരിക്കും മാസ്ക് ഇട്ടില്ലെങ്കിൽ ദോഷം ചെയ്യാം. പിന്നെ ഉള്ളത് ഹാൻഡ് ഹൈജീൻ. ഇപ്പൊ കണ്ടില്ലേ, ഡിസ്പോസിബിൾ ഗ്ലൗ നമ്മൾ എല്ലാരും വലിച്ച് പെട്ടെന്ന് ഇടും, കളയും, ഓടും, വരും. അത് ചെയ്യുന്ന പിന്നെ ഹാൻഡ് ഹൈജീൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ചോദിച്ചാലേ ഇതിന് ഒരു രസമുള്ളൂ. ചുമ്മാതെ ഞങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. രാജീവ്, യെസ് സർ. ആരും ചോദിക്കുന്നില്ല, ഞാൻ ചോദിച്ചോട്ടെ? എന്റെ അടുത്ത് ഞാൻ ചോദിക്കാം സാർ. അതല്ല, OPD അപ്പം രാജീവ് കാണിച്ചു, വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. യുവർ വീഡിയോ ഇസ് വെരി ഗുഡ്. ഈ ചെയർസും ഈ മറ്റ് സർഫസസും, ഞാൻ എക്യുപ്മെന്റ് കാര്യമല്ല പറയുന്നത്, സ്ലിറ്റ് ലാമ്പ് OCT എല്ലാം നമ്മൾ ഓരോ പേഷ്യന്റ് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യും. പക്ഷെ ഈ ചെയർസ്, ഫ്ലോറ്, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്സ് ദിവസത്തെ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണം? അത് ഒരു സെഷൻ കഴിയുന്നതും ചെയ്യും സാർ. അപ്പം രാവിലത്തെ ഒരു സെഷൻ കഴിയുന്നതും ഉടനെ ചെയ്യും. ഡോർ ഹാൻഡിൽ ഞാൻ എല്ലാം ഒരു 4 പേഷ്യന്റ് കഴിയുമ്പോൾ ഒന്ന് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ആ ഡോർ ഹാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ്, എസ്പെഷ്യലി കൺജങ്ക്റ്റിവൈറ്റിസ് സീസൺ. എനിക്ക് തോന്നുന്ന അരവിന്ദിൽ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിന്റെ ഏറ്റവും കൂടുതൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉള്ള സമയത്താണ് കൂടുതൽ ഉള്ളതെന്ന് മറ്റോ ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് താൽമൈറ്റിസ് വാസ് ഓൺലി 8%, whereas the conjunctivitis season it was around 40 or 50% infections. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഡോർ ഹാൻഡിൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് എനിവേ ഐ ആം ഹാപ്പി ടു ദാറ്റ്. സ്പില്ലേജ് എന്ന് താങ്കൾ പറഞ്ഞ വീഡിയോ അവിടുന്ന് കാണിച്ചു, ഇസ് വെരി ഗുഡ്. ബട്ട് ജനറൽ ആയിട്ട് അത് ബ്ലഡ് മാത്രമല്ല, എനി ബോഡി വോമിറ്റ്, അത് ഒന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് വണ്ടർഫുൾ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അല്ല, ഇവരാരും ചോദിക്കുന്നില്ല. ഇത് 50 പേരുണ്ട്. ആരെങ്കിലും ഒന്ന് ചോദിച്ചു, ഏതെങ്കിലും ഒരു ചോദ്യം. അവിടെ ഒരിട്ട് മറ്റേ യൂട്യൂബിലുണ്ട്. യെസ് സർ, ഞാൻ ജമീല, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയറിൽ വർക്ക് ചെയ്യുന്നു സർ.
സർ ഏത് സൊല്യൂഷൻ ആണ് സർ യൂസ് ചെയ്യുന്നത് ഈ OPD-യിലെല്ലാം? സർ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത് സർ? സർഫേസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ ലൈസോൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 1% സോഡിയം. ബട്ട് സോഡിയം ഹൈപ്പോക്ലോറൈറ്റിന് ഉള്ളത് കറോസീവ്. നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പം. ബട്ട് കറോസീവ് അത് മെറ്റാലിക് ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ റസ്റ്റ് വരാൻ പെട്ടെന്ന് സാധ്യത വരുന്നുണ്ട് സർ, വരുന്നുണ്ട്. അപ്പൊ ലൈസോൾ ഇപ്പൊ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യാം. സ്ലിറ്റ് ലാമ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മള് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് ഹൈജീനിന് ചെയ്യുന്നത് തന്നെ. ഓക്കെ സർ, ഈ ലൈസോളിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് പറഞ്ഞുതരാമോ സർ? 5% അവൈലബിൾ മാർക്കറ്റിൽ. നമ്മൾ അത് ആ കുപ്പിയുടെ പുറത്തെ എഴുതിയേക്കും ഇത്രയും ml ഇത്രയും ലിറ്ററിൽ ഡൈല്യൂട്ട് ചെയ്യണമെന്ന്. എനിക്ക് തോന്നുന്നു 20 ml in 1 liter എന്നാ അതിനകത്ത് എഴുതിയേക്കുന്നത്. അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, എന്ത് കെമിക്കൽ ഡിറ്റർജന്റ് നമ്മൾ എവിടെ ഉപയോഗിച്ചാലും, OPD-യിലാണെങ്കിലും വാർഡിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മാനുഫാക്ചറിന്റെ ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കണം. അത് ഡൈല്യൂട്ട് ചെയ്യുന്നത് ക്ലോറിൻ കണ്ടെയ്നർ ടാപ്പ് വാട്ടറിലാവാൻ പാടില്ല. കഴിയുന്നതും RO വാട്ടറിലായിരിക്കണം. അത് മെഷർ ചെയ്തെടുക്കണം. 30 ml എന്ന് പറഞ്ഞിട്ട് ക്യാപ്പിനകത്ത് എടുത്തേക്ക് കമത്തുന്ന പരിപാടി പറ്റില്ല. വളരെ കാര്യമായിട്ട് മെഷർ ചെയ്ത് അതിന്റെ കറക്റ്റ് കോൺസെൻട്രേഷൻ. നമ്പർ 3. നമ്പർ 4, അതിനൊരു കോണ്ടാക്ട് ടൈം ഉണ്ട്. ആ ഒരു കോണ്ടാക്ട് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ വെൻ യു വൈപ്പ് ഫ്ലോർ ആൻഡ് ഓൾ ദാറ്റ്, walls and all that. അത് കോണ്ടാക്ട് ടൈം അവർ പറയും. ആ കോണ്ടാക്ട് ടൈം കംപ്ലീറ്റ് ആവാതെ ഡിസിൻഫെക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദ്യം ചോദിക്കാൻ? ശശികുമാർ സാർ ഇങ്ങനെ കാത്തിരിക്കുന്നു, ചന്ദ്രശേഖർ സാറും ഇങ്ങനെ കാത്തിരിക്കുന്നു ചോദ്യം. അല്ല, ഈ ഡിസിൻഫെക്ഷന്റെ സർഫസ് ഡിസിൻഫെക്ഷന് ഏതൊക്കെ നമ്മൾ വാട്ട് എവർ കെമിക്കൽ ദാറ്റ് യു ആർ യൂസിങ് ഇൻ ദ OT ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ OP ഓൾസോ. OT-യിൽ നമ്മൾ സാധാരണ നമ്മൾ ഒരു ആൽഡസാൻ ഉണ്ട്, ലൈസോഫോമിൻ ഉണ്ട്, പിന്നെ ബാസിലോസിഡ് സ്പെഷ്യൽ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ OT-യിൽ നമ്മൾ 2% ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ OP-യിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ 0.5% ഓർ ഈവൻ 1%. അപ്പോൾ അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ മെൻഷൻ ചെയ്തേക്കുന്ന ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വേറെ ആരെങ്കിലും ഉണ്ടോ ചോദ്യം? ഗുഡ് ഈവനിങ് ശില്പ, പറ. സർ, ഞാൻ കോൺട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു സർ വിളിക്കുന്നത്. ഹാൻഡ് ഹൈജീന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സർ. നമുക്ക് ബിഫോർ 5 moments പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ പേഷ്യന്റിന്റെ അത് നമുക്ക് OP-യിൽ കണ്ടിന്യൂസ് പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ ഒരു ഡൗട്ട് വന്നതായിരുന്നു. നമ്മൾ പേഷ്യന്റ് ഔട്ടായ സ്പോട്ടിൽ നമ്മൾ ഹാൻഡ് റബ്ബ് യൂസ് ചെയ്യുന്നുണ്ട്, അതേ സ്പോട്ടിലാണ് നമുക്ക് വേറൊരു പേഷ്യന്റ് ഇൻ ആവുന്നത്. അപ്പം ആ സമയത്തും ഹാൻഡ് ഹൈജീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, അപ്പൊ വരുന്ന പേഷ്യന്റ് ഉടനെ കയറി പിടിക്കുന്നില്ലല്ലോ നമ്മള്. പേഷ്യന്റ് വന്നോട്ട് നമ്മള് തൊടുന്ന പിന്നെ പേഷ്യന്റിനെ തൊടുമ്പോ അതേ കണക്ക് ഡോക്ടേഴ്സ് ഇപ്പുറത്തിരിക്കുന്നത് പേഷ്യന്റിനെ തൊട്ടിട്ടേ ഇല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അവര് പേഷ്യന്റ് ഈ സ്ലിറ്റ് ലാമ്പിൽ കൈ വയ്ക്കുന്നെങ്കിൽ അതേ സ്ഥലത്ത് ഡോക്ടറും വെക്കുകയാണെങ്കിൽ ഡോക്ടറും ഹാൻഡ് ഹൈജീൻ ചെയ്യണം. ഡയറക്റ്റ് കോൺടാക്ട്, സർഫേസ് കോൺടാക്ട് അല്ലെങ്കിൽ പേഷ്യന്റ് കോൺടാക്ട് ഇല്ലെങ്കിൽ ഓരോ പേഷ്യന്റ് ഇടയ്ക്ക് ഡോക്ടർ ചെയ്യണ്ട, ബട്ട് സ്റ്റാഫ് എന്തായാലും ചെയ്യണം. പേഷ്യന്റിനെ കയറി പിടിക്കും നമ്മള്, സ്റ്റാഫ് എന്തായാലും പിടിക്കും. അപ്പം നമ്മൾ ഗ്ലൗ ഇട്ടിട്ടുണ്ടെങ്കിൽ നൈട്രൈൽ ഗ്ലൗ ആണെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് ഡിസിൻഫെക്ടൻ എളുപ്പമാണ്. മറ്റേതാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമ്മുടെ ലാറ്റക്സ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റിക്കി ആവും. ഓക്കെ, നൈട്രൈറ്റ് ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്ന ഹാൻഡ് ഹൈജീൻ ഒരു 10 പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ശശി, അതിന്റെ മറ്റേ ലാറ്റക്സ് ഗ്ലൗവിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും സർ നൈട്രൈറ്റ് ഗ്ലൗ. നൈട്രൈറ്റ് ഗ്ലൗസ് ഇല്ല, അത് ശരി. ഒരു സെഷന് ഒരു പെയർ ഓഫ് ഗ്ലൗ ഇപ്പോ നൈട്രൈറ്റ് ഗ്ലൗസിന് നമ്പർ പറയുന്നുണ്ടോ? ഐ തോട്ട് ഐ റെഡ് സംവെയർ ഇറ്റ് ഇസ് അബൌട്ട് 10. 10 കഴിഞ്ഞാൽ നൈട്രൈറ്റ് ഗ്ലൗ ആണെങ്കിലും മാറ്റണം എന്നിങ്ങനെ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നത്. സയന്റിഫിക്കലി എല്ലാ പേഷ്യന്റിനും മാറണം സാർ. അല്ല, that of course is that is there, not practical. not practical. സർ, വൺ മോർ. ചോദിച്ചോ ശില്പ, ചോദിച്ചോ. സർ, ഒരു നമുക്ക് സെഗ്രിഗേഷന്റെ സംസാരിച്ചപ്പം നീഡിൽ സ്റ്റിക്കിൻ്റെത് നമ്മൾ ഹൈപ്പോക്ലോറൈറ്റ് 1 to 2% ഒഴിക്കണം എന്നുള്ള സാർ പറഞ്ഞായിരുന്നല്ലോ.
അത് ഐഡിയൽ. ബട്ട് ഇപ്പൊ ഇമേജ് പറയുന്നത് അത് വേണ്ടെന്ന്, അവർക്ക് അത് കൊണ്ടുപോകുമ്പോ അത് സ്പില്ലാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അതെ സർ, നമുക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു ഇൻസിഡന്റ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ഹൈപ്പോക്ലോറൈറ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ക്ലോസ് കണ്ടെയ്നർ സർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ. സൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അവരതിങ്ങനെ ആക്കിയപ്പോൾ കയ്യിൽ തട്ടിയായിരുന്നു. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇച്ചിരി ഡേഞ്ചറസ് ആണ്. നമ്മുടെ കയ്യിൽ വല്ല നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വരികയാണെങ്കിൽ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ ഡിസ്ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ്. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഈ പഞ്ചർ പ്രൂഫ് കണ്ടെയ്നറിൽ ഡിസ്ഇൻഫെക്റ്റന്റ് വെച്ചിട്ട് ചെയ്തിട്ട് 2 സെറ്റ് വെച്ചോ. ഒന്ന് ഇവര് വരുന്ന മുന്നേ ആ ഫ്ലൂയിഡ് ഒന്ന് കളഞ്ഞിട്ട് ഡ്രൈ ആക്കി അങ്ങ് കൊടുക്കുക. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സാധനത്തിന് ഈ 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് വെച്ചേക്കുന്നത് നല്ലത്, സേഫ്, നമ്മുടെ സേഫ്റ്റിന്. സർ ഞങ്ങൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആ ബിന്നിലോട്ട് ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ബിന്നിലല്ലല്ലോ, അത് ചെറിയൊരു കണ്ടെയ്നർ അല്ലേ വരുന്നത്. കണ്ടെയ്നർ സർ, ആ കണ്ടെയ്നറിലോട്ട് ഡയറക്റ്റ് ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലോസ് അത് ചെയ്താൽ മതി എന്ന ഇമേജ് പറയുന്നത്. പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റൂൾ പ്രകാരം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ്. ഡോക്ടർ ചന്ദ്രശേഖർ, ഏതെങ്കിലും യു ഹാവ് എനിത്തിങ്? நான் தமிழ்ல பேசலாமா? எஸ் சார். ஆக்சுவலா இப்போ கரண்ட் ரூல்ஸ்ல சோடியம் ஹைப்போக்ளோரைட் நாட் நெசசரி, வேண்டாம், யூஸ் பண்ண வேண்டாம். வெறும் ட்ரையா உள்ள போட்டுடலாம். பட் அது கடைசியில சீல் பண்ற வரைக்கும் இட் இஸ் ஓப்பன் தான். பட் ஒன்லி திங், அந்த நீடில்ஸ் விச் ஆல் நம்ம எடுக்க முடியற நீடில் இருக்கு இல்லையா, தனியா நீடில் எடுக்கிற அந்த நீடில்ஸ் வந்து கட் பண்ணி தான், கட் பண்ண பீசஸ் தான் பங்க்சர் ப்ரூஃப் போகணும். அந்த பிளாஸ்டிக் ஹப் வந்து should go to the red container. இப்போ sodium hypochlorite வேண்டாம் as of now. Last in the year also we had NABH, so sodium hypochlorite is not necessary for puncture proof. Okay, thank you. Only the metallic part goes to the puncture proof container. Yeah, that yes is, sir. On non-dispose எடுக்க முடியாத needles இருக்கு, where the needles cannot be removed. That whole thing should insulin syringe. Yes sir, that whole thing should go. Yeah. ശില്പ, ക്ലിയർ ആയോ? അത് പറയണോ? இதுல வந்து இன்னொரு கேள்வி கேட்கணும் எல்லாருமே. தியேட்டர்ல டிஸ்போசபிள் நைஃப்ஸ் யூஸ் பண்றோம் இல்லையா, for SIC. So அதுக்கு you must buy a big white container. It need not be like puncture proof. White container பிளாஸ்டிக்ல வாங்கி எல்லாம் அதுல போட்டு தான் கொடுக்கணும். அதுவும் வந்து because they are all easily injure பண்ண முடியும் யார் ஹேண்டில் பண்றாங்களோ. அது வந்து it is little bit expensive, but that is important. Now the latest rules also say blue container is no longer a bucket. Blue will take broken glasses, உடைஞ்ச கண்ணாடி, metallic implants. So அதுவும் வந்து puncture proof தான். பெரிய லெவல்ல ஸ்மால் சைஸ்ல puncture proof container blue வந்து blue color coding, அந்த உடைஞ்ச கண்ணாடி metallic implants. White வந்து needles sharp containers. So that is the actual latest rules by NABH. இது pollution control board. NABH எதுவுமே சொல்ல மாட்டாங்க இதுதான் பண்ணுங்க. இப்போ 5th editionல there are no in this thing at all. Instead we follow the Pollution Control Board Act. 2019 வரைக்கும் வந்திருக்கு amendment. So the blue container, the ampules will have to go to the blue container. Broken glasses should actually go into the blue ampule is glass only, sir. Yes sir, but discarded medicines, expired medicines, they still say it goes to the yellow container. அது ஒரு சின்ன இது இருக்கு. Confusion is there sir. Okay. Any more questions? ഏതെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? രമ്യ, what I told എല്ലാവർക്കും പുരിഞ്ഞിതാ രാജീവ്? You can tell in Malayalam. ഇല്ല, they understood. ഏതെങ്കിലും ഉണ്ടോ? ഇത്രയും പേര് ഇരുന്നിട്ട് ചോദ്യം ചോദിക്കുന്നില്ല. ശരി, എല്ലാം മനസ്സിലായി രാജീവ്. അങ്ങനെ. ഓ ശരി, അടുത്ത വീഡിയോയിലോട്ട് പോവാം. Yeah, I think we'll move. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഹൈജീൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ഇത് എന്തുകൊണ്ട് ഇത് ഈ സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയത്. ഇത് ഒരു സാധാരണ ക്ലീൻ ഹാൻഡ് നമ്മൾ ഒരു കൾച്ചർ പ്ലേറ്റിൽ വെച്ചിട്ട് എടുത്താൽ വളരുന്ന ഒരു ഒരു കൾച്ചർ പ്ലേറ്റാ. ഇങ്ങനെ ഒരു വാഷ് പോരാ. ഒരു തിയേറ്ററിന് പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തിട്ട് പോയാൽ പോരാ. അതേപോലെ എന്തൊക്കെ തെറ്റാ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. സ്റ്റോർഡ് വാട്ടർ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. തിയേറ്ററിൽ പോകുമ്പോൾ മൂക്ക് കണ്ട വെളിയിരിക്കുന്നത്, തലമുടി വെളിയിൽ. ഇത് ഞങ്ങളുടെ ഗോപാൽ സാറിന്റെ ഒരു വീഡിയോ ആണ്.
ഇത് കണക്ക് ഇത് നമ്മള് ഒത്തിരി ആൾക്കാർ ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളെ ബീറ്റാഡിൻ സോപ്പിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യും. ഒരിക്കലും രണ്ട് മിക്സ് ചെയ്യരുത്. ഈ ബീറ്റാഡിൻ സ്ക്രബിൽ തന്നെ സോപ്പ് ഉണ്ട്. അത് കണക്ക് സോപ്പ് കേക്ക്. ദിസ് ഇസ് വെരി വെരി ഡേഞ്ചറസ്. കണ്ട, അത് അവിടെ തെറിച്ചു പോയി, അത് കണ്ടാമിനേറ്റ് ആയി, അത് പിന്നെ എടുക്കുന്നത് ഇറ്റ് ഇസ് ഡേഞ്ചറസ്. സോ അവോയ്ഡ് സോപ്പ് കേക്ക് ഇൻ തിയേറ്റർ. അത് കണക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ വേണ്ട ആ റിങ് ഇട്ടേക്കുന്നത്. റിങ് ഒരു കാരണവശാലും ഇട്ടുകൊണ്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. എന്ത് തന്നെ സെന്റിമെന്റൽ ആയാലും അത് റിമൂവ് ചെയ്യണം. അതേ കണക്ക് സ്ക്രബ് കൈ മൊത്തം സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഈ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പാം ടു പാം, ഡോർസൽ സർഫേസ് ബാക്ക് സർഫേസിൽ, ഫ്രണ്ട് സർഫേസ് ഇന്റർ ഡിജിറ്റൽ, രണ്ട് ടിപ്പ് ഓഫ് ദി ഫിംഗർ, നക്കിൾ, തം, റിസ്റ്റ്. ഇതല്ല സ്റ്റെപ്പ്. ഇത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കും. ഇത് എന്തുകൊണ്ട് ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് ഞങ്ങൾ വാട്ടർ കളർ വെച്ചിട്ട് നമ്മുടെ ശശികുമാർ സാറ് ചെയ്ത ഒരു വീഡിയോ ആയത്. കണ്ടോ, നമ്മൾ സാധാരണ ആഹാരം കഴിച്ചിട്ട് നമ്മൾ കൈ കഴുകത്തില്ലേ, അത് കണക്ക് കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നെന്ന് നോക്ക്. വിരലിന്റെ ഇടയ്ക്ക് നമ്മൾ തൊട്ടിട്ടേ ഇല്ല, അവിടെയൊക്കെ ആയിരിക്കും കൃമി ഒട്ടിയിരിക്കുന്നത്. കണ്ടല്ലേ, മെയിൻ തം നമ്മൾ തൊട്ടിട്ടേ ഇല്ല. ഇന്റർ ഡിജിറ്റൽ സ്പേസ് എങ്ങും, ടിപ്പ് ഓഫ് ദി ഫിംഗർ എങ്ങും കവർ ചെയ്തിട്ടില്ല. സോ എന്ത് തന്നെ വയലന്റ് ആയിട്ട് നമ്മൾ ചെയ്താലും അത് ശരിയാവത്തില്ല. നമ്മൾ ഇപ്പം യൂറോപ്യൻ നോം എന്ന് പറയും. ഇത് ഈ സ്റ്റെപ്സ് 7 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യാമെന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പൊ കാണാം. കണ്ടില്ലേ, എല്ലാ സ്റ്റെപ്പ് ചെയ്യുമ്പം ഒരു പൊടി, ഒരു മില്ലിമീറ്റർ പോലും നമ്മൾ വിടാതെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സർജിക്കൽ സ്ക്രബ് ചെയ്യുമ്പം ഈ സ്റ്റെപ്പ് എല്ലാവരും ചെയ്തിരിക്കണം. 3 തൊട്ട് 3.5 മിനിറ്റ് എടുത്തിട്ട് സമയം എടുത്തിട്ട് ചെയ്യണം. കണ്ടില്ലേ, അപ്പൊ ഹാൻഡ് ഹൈജീൻ ഇപ്പൊ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുന്ന രീതി ഇപ്പൊ കാണാം നമുക്ക്. പാമാർ ഇന്റർ ഡിജിറ്റൽ സ്പേസിൽ, വിരലിന്റെ ഇടയ്ക്ക്, ഡോർസൽ സർഫേസിൽ, തം, നക്കിൾ, റിസ്റ്റ്, ടിപ്പ് ഓഫ് ദി ഫിംഗർ. ഇത് മൊത്തം 3 to 3.5 മിനിറ്റ്സ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാൽ ഈ ബീറ്റാഡിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും സമയം വേണം, കോണ്ടാക്ട് ടൈം വേണം. നമ്മൾ റിൻസ് ചെയ്യുമ്പോഴും ഈ സ്റ്റെപ്പ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഈ ബാക്ടീരിയ വൈറസ് എവിടെങ്കിലും ഒട്ടിപ്പിടിച്ചിരുന്നാലും ഇളകി പോകും. ഈ കോവിഡിന്റെ വൈറസ് ഒരു ശകലം സോപ്പ് പെട്ടാലേ അതങ്ങ് പോകും. അത് അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളതല്ല കയ്യിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അത് മോർ ഓഫ് എയറോസലൈസ് എയർബോൺ ഡിസീസ്. ഇപ്പം നെയിൽ ബ്രഷ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈയിന് യൂസ് ചെയ്യരുത്. നെയിൽ ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്യാന്നെങ്കിൽ നെയിലിന് മാത്രമേ ഉപയോഗിക്കാവൂ. അതിന്റെ പേര് പറയുന്നത് തന്നെ നെയിൽ ബ്രഷ്. ഇറ്റ്സ് നോട്ട് ആം ബ്രഷ് ഓർ ഹാൻഡ് ബ്രഷ് അല്ല, ഇറ്റ് ഇസ് നെയിൽ ബ്രഷ്. അപ്പൊ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതിന്റെ ആവശ്യമില്ല, ഉപയോഗിക്കുകയാണെങ്കിൽ ആ നെയിലിന് മാത്രമേ അത് യൂസ് ചെയ്യാവൂ. അതിനുശേഷം നമ്മൾ ഡ്രൈ ചെയ്യണം ഹാൻഡ്. ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് തെറ്റായിട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പം വേറെ ഒരു സർജൻ ചെയ്യുന്നുണ്ട്. ഇത് പാം മാത്രം ഇങ്ങനെ തുടയ്ക്കുന്നു, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു. ബട്ട് ബാക്കിൽ എങ്ങും ഡ്രൈ ആയിട്ടില്ല. ഇതൊരു സ്റ്റാഫ് ഒരു വിധം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗം വെച്ചിട്ട് ഒരു കൈ ഡ്രൈ ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു കോർണർ വെച്ചിട്ട് മറ്റേ ഒരു കൈ. ഇത്രയും പോരാ, കറക്റ്റായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ശശികുമാർ സാറ് കാണിക്കുന്നത്. ഇത് 4 ക്വാഡ്രന്റ് ടെക്നിക്. ഒരു ക്വാഡ്രന്റ് കൊണ്ട് ഒരു ഹാൻഡ് ഡ്രൈ ചെയ്യണം. നല്ലപോലെ ഡ്രൈ ചെയ്തതിന് ശേഷം മറ്റൊരു ക്വാഡ്രന്റ് വെച്ചിട്ട് മറ്റൊരു കൈ, മൂന്നാമത്തെ ക്വാഡ്രന്റ് വെച്ചിട്ട് ഒരു ആം, കൈ എൽബോ വരെ ഉള്ളത് ഡ്രൈ ചെയ്യണം. നാലാമത്തെ ക്വാഡ്രന്റ് മറ്റേ കൈ. ഇതാ പ്രോപ്പർ വേ ഓഫ് വൈപ്പിംഗ്. അതേ കണക്ക് ഏപ്രിൻ ഇടുന്ന മുന്നേ, ഗൗൺ ഇടുന്ന മുന്നേ നമ്മുടെ ഹാൻഡ് ഹൈജീൻ, പിന്നെയും ആൽക്കഹോൾ ബേസ്ഡ് ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്തിട്ട് പിന്നെ ഗൗൺ ഇടണം. പിന്നെ ഗ്ലൗ ഇടുന്നത്, ഇത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഉൾഭാഗം പിടിച്ചുകൊണ്ട് അകത്തിടണം. ഗ്ലൗഡ് ഹാൻഡ് കൊണ്ട് പുറം ഭാഗം മറ്റേ ഗ്ലൗ
എടുത്തിട്ട് ഇത് എല്ലാവരും ചെയ്യുന്നതാ, കറക്റ്റായിട്ട് ചെയ്യുന്നതാ. ഇതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്തിട്ട് അതിനകത്ത് ഗ്ലൗ പൗഡർ ഉണ്ടോ എന്ന് നോക്കണം. ഗ്ലൗ പൗഡർ ഇല്ലാത്തതാ ഇപ്പൊ ഒഫ്താൽമിക് യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് ശേഷമേ സർജറി ചെയ്യാവൂ. അല്ലെങ്കിൽ റിയാക്ഷൻ, കണ്ണിൽ റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതാ ഇപ്പം പൗഡർ ഫ്രീ ഗ്ലൗസ് അവൈലബിൾ മാർക്കറ്റിൽ. നൈട്രൈൽ ഗ്ലൗ എന്ന് പറയും ഇതിന്. ഇതാ റെക്കമെൻഡഡ് ഫോർ ഒഫ്താൽമിക് പ്രാക്ടീസ്. നമ്മുടെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പറ്റിയ ഗ്ലൗ ഇതാ. പല നിറത്തിൽ വരുന്നത്, ബ്രൗൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഏത് കളർ വേണമെങ്കിലും എടുക്കാം. വെരി കംഫർട്ടബിൾ യൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാ നമ്മൾ നിൽക്കേണ്ടത് ഗ്ലൗ ചെയ്തതിന് ശേഷം. ഇത് സർജന് അസിസ്റ്റഡ് വേ ഓഫ് വെയറിംഗ് ഗ്ലൗ. ഇപ്പൊ സ്റ്റാഫ് പിടിച്ചു കൊടുത്തിട്ട് സർജന് ഗ്ലൗ ഇടാം. ഇത് ടോട്ടലി നോ ടച്ച് മെത്തഡ്. നമ്മുടെ ഗൗൺ തന്നെ പുറമേ വരെ വെച്ചിട്ട് ഇടുന്നത്. ഇത് ഒരു കാരണവശാലും നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യത്തില്ല. ഇതാ വെരി വെരി ഐഡിയൽ മെത്തഡ് ഓഫ് വെയറിംഗ് ഗ്ലൗ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കെയർലെസ് ആയിട്ട് ഇങ്ങനെ വന്ന് കൈ കയറി പിടിച്ചാൽ തീർന്നു. ഇത്രയും നമ്മൾ പാടുപെട്ടതെല്ലാം പോയി. അപ്പൊ അതും സൂക്ഷിക്കണം നമ്മൾ, ഹൗ ടു ക്യാരിയർ ഓൺ. പിന്നെ ഒരു സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സർജറി, അത് ഒരു കാണിക്കാൻ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പൗഡർ ഒരു പാക്കിന്റെ പുറത്ത് ഒട്ടിച്ചിട്ട് നമ്മൾ തുറക്കുമ്പം ആ പൗഡർ കണ്ട അതിന്റെ പുറത്ത് വീഴുന്നത്. അത് ഇപ്പൊ ക്രിമിയോ അല്ല ഡസ്റ്റോ ആയിരുന്നെങ്കിൽ അതിനകത്ത് വീഴും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ തുറന്ന് സർജിക്കൽ സൈറ്റിൽ ഇടരുത്. അപ്പൊ നമ്മൾ തുറന്നിട്ട് വെളിയിൽ, സർജിക്കൽ സൈറ്റിൽ നിന്ന് വെളിയിൽ കൊടുത്ത് സ്ക്രബ് നഴ്സ് അത് മേടിച്ചിട്ട് വെക്കണം. അല്ലാതെ തുറന്നിടരുത്. ഈ ഒരു കാര്യം നമ്മൾ സ്ഥിരം ഒഫ്താൽമിക് പ്രാക്ടീസിൽ കാണുന്നത്, തുറന്ന് പടപടപടാന്ന് ഇടും സാധനങ്ങൾ. അപ്പൊ പുറമേ കൊടുക്കാവും. അത് കണക്ക് 2 സെറ്റ് ഉണ്ട്. ബാക്ക് മറ്റേ സെറ്റിന് തൊടുന്നു. ഇതൊക്കെ കെയർലെസ്നെസ്. പിന്നെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്പോസിബിൾ ഗൗൺ ആണെങ്കിൽ അല്ല, ഗൗൺ ആദ്യം റിമൂവ് ചെയ്യണം കണ്ടാമിനേഷൻ കൂടുതലുണ്ടെങ്കിൽ. പിന്നെ ഗ്ലൗ റിമൂവ് ചെയ്യണം. അത് അതിന്റെ അപ്രോപ്രിയേറ്റ് ബിന്നിൽ ഡിസ്പോസ് ചെയ്യണം. ദ റൈറ്റ് മെത്തഡ്, ഗൗൺ ഫസ്റ്റ് ഫോളോഡ് ബൈ ഗ്ലൗ. ഇത് ഹാൻഡ് ഹൈജീനിനെ കുറിച്ചുള്ള വീഡിയോ. ഇതിനകത്ത് സംശയം, ഇത് ഹാൻഡ് ഹൈജീൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്തെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഓട്ടോക്ലേവ് ചെയ്യും, നമ്മുടെ കൈ ഓട്ടോക്ലേവ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഈ കൈ വളരെ അടുത്ത് ഈ സർജിക്കൽ സൈറ്റിൽ ചെല്ലുന്ന ഒരു സാധനം. അപ്പൊ നമ്മൾ ഹാൻഡ് ഹൈജീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓവർ ടു യു സർ. മോഹൻ സർ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. Just wait for questions. ഇവിടെ യൂട്യൂബില് വന്ദന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്ത ഗ്ലൗസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് നോൺ സ്റ്റെറൈൽ ഗ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? നെവർ 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 നെവർ. വന്ദനയ്ക്ക് ഞാൻ ആൻസർ ചെയ്തായിരുന്നു. ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവും, പക്ഷെ അത് ഒട്ടും അഡ്വൈസബിൾ അല്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, അത് നേരെ റെഡ് ഇതിൻ്റെ അകത്തേക്കാ, ബിന്നിനകത്തേക്കാ പോകേണ്ട. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വാഷ് ചെയ്യാനും പിടിക്കാനും ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. ചോദ്യം ഉണ്ടോ? ഒന്നുമില്ല. ഈ സ്റ്റെറൈൽ പാക്ക് നമ്മൾ പൊട്ടിക്കുമ്പോ രാജീവ് കാണിച്ച വീഡിയോ, ഐ ആം ജസ്റ്റ് റെഫറിങ് ടു ദാറ്റ്. സ്റ്റെറൈൽ പാക്ക് എടുക്കുന്ന ആള് ഗ്ലൗസ് ധരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പൗഡറിന്റെ കാര്യം പറഞ്ഞു, വെരി വാലിഡ് പോയിന്റ്. അത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് പോകുന്ന ആരാണെങ്കിലും ഒരു ഹാൻഡ് ഹൈജീൻ കംപ്ലീറ്റ് ചെയ്ത് ഈവൻ കോവിഡോൺ ഐഡനും കൂടെ ഒഴിച്ച്
ചെയ്ത് കഴിഞ്ഞിട്ട് തിയേറ്ററിന്റെ അകത്ത് പോകാമുള്ളൂ. എവിടെയും തൊടാൻ പാടില്ല, വോളിൽ ചാരി നിൽക്കാൻ പാടില്ല, ഒരു ട്രോളിയിലോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ടേബിളിലോ ഒന്നും തൊടാനോ ചാരി നിൽക്കാനോ പാടില്ല. സൂക്ഷിക്കുവാണെങ്കിൽ ആ പാടൻ മോഡ്യൂളിൽ അത് വരുന്നുണ്ട് സർ. വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഹാൻഡ് ഹൈജീനിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമോ? ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കാണിച്ചത്. വളരെ വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിലും വന്നിട്ടുണ്ട്, ശശിയുടെ ആ വീഡിയോയിൽ. പിന്നെ ഹാൻഡ് ഹൈജീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗോപാലപിള്ളയുടെ മാസ്കും ചെയ്യുന്നത് അത്. പിന്നെ ഒരു യൂണിവേഴ്സൽ ഒരു ലോ ഉണ്ട്, 2 ടൈപ്പ് ഡിറ്റർജൻസ് ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു അഡീഷണൽ എഫക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും സോപ്പും പോവിഡോൺ ഐഡിയനും ഒന്നിച്ച് ഉപയോഗിക്കാനായിട്ടുള്ള അത് കാണിച്ചത് നമ്മളെ ഡെമോൺസ്ട്രേറ്റ് വേണ്ടിയിട്ടാണ്. പക്ഷെ പലരും എനിക്ക് തോന്നുന്നു അതൊരു ഇതാ പോരാ. ഇപ്പം നമ്മൾ നേരത്തെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അടിച്ച് ഒന്ന് തുടച്ചു, അതിന്റെ പുറമെ ലൈസോൾ ഇട്ട് തുടച്ചു. ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഒബ്സഷന്റെ ആവശ്യമൊന്നും ഇല്ല അതിനകത്ത്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്. ബീറ്റഡിന്റെ കാര്യം പറയുമ്പോൾ ബീറ്റഡിൻ സൊല്യൂഷനും ബീറ്റഡിൻ സ്ക്രബും തമ്മിൽ എവരിബഡി ഷുഡ് നോ ദ ഡിഫറൻസ്. ബീറ്റഡിൻ സൊല്യൂഷനും സ്ക്രബിലാണ് സോപ്പ് ഉള്ളത്. ബീറ്റഡിൻ സൊല്യൂഷൻ ഈസ് 5% സൊല്യൂഷൻ, സ്ക്രബില് 7.5% ആണ്, പക്ഷെ ദാറ്റ് കണ്ടെയ്ൻസ് സോപ്പ്. സോ ആക്സിഡന്റലായിട്ട് പോലും ബീറ്റഡിൻ സ്ക്രബ് പേഷ്യന്റിന്റെ കൺജങ്ക്റ്റീവയിൽ പോകരുത്. നമ്മള് കൺജങ്ക്റ്റീവ ഫ്രീ ഓഫ് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്ക്രബ് സൊല്യൂഷൻ കണ്ണിലൊഴിക്കുന്ന ആക്സിഡന്റലായിട്ട് സംഭവിക്കരുത്. അതിനകത്ത് ഒരു പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യും. നമ്മൾ ഈ ഡിസിൻഫെക്റ്റൻസ്, അതേപോലെ തന്നെ പോവിഡോൺ ഐഡിൻ സ്ക്രബ് ആണെങ്കിലും സൊല്യൂഷൻ ആണെങ്കിലും ഒരിക്കലും ഒരു ബോട്ടിൽ റീഫില്ല് ചെയ്യരുത്. ഒരു ബോട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ഡിസ്കാർഡ് ദാറ്റ് ബോട്ടിൽ ആൻഡ് ടേക്ക് എ ഫ്രഷ് വൺ. പിന്നെ നമുക്കെല്ലാം അറിയാം, പോവിഡോൺ ഐഡിനിൽ തന്നെ ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്ഷൻ സൊല്യൂഷൻ, ഇപ്പൊ OPD ഈവൻ ലൈസോൾ, അത് ഇടയ്ക്കൊന്ന് മൈക്രോബയോളജിയിലെ ഒരു കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യുന്നത് ചിലപ്പോൾ ഗുണം ചെയ്തേക്കും, എസ്പെഷ്യലി വട്ട് എവർ യു ആർ യൂസിങ് ഇൻ ദ OT. കാരണം നമ്മളത് ഒരെണ്ണം തുറന്നു കഴിഞ്ഞാൽ ചിലപ്പം കുറെ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ബോട്ടിൽ തീരുന്നുണ്ടാവുക. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് എനി ഡിസിൻഫെക്റ്റന്റ് ക്യാൻ ഗെറ്റ് ഇൻഫെക്റ്റഡ്. അപ്പൊ അതിന് ഒരു ഇൻ യൂസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മൈക്രോബയോളജിസ്റ്റ് പറയും, ഇല്ലെങ്കിൽ സെറ്റിൽ പ്ലേറ്റിൽ ചെയ്യാം. അതൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ശില്പ? ജമീല? സർ എനിക്കുണ്ട് സർ. സർ എനിക്ക് ചന്ദ്രശേഖർ സാറോടാണ് ചോദിക്കാനുണ്ടായിരുന്നത്. നമുക്ക് എന്താ വെച്ചാൽ ഈ സർ இந்த நான் தமிழ்ல பேசலாமா சார்? சார் ஒன்றும் இல்லை, இந்த NABH கோஆர்டினேட்டர் வரும்போது நாங்க என்ன பண்றோம்னா இங்க அக்வாகார்டுல இருந்து டைரக்டா நம்ம யூஸ் பண்ணி தான் ஹேண்ட் வாஷ் பண்றோம், டாப் கிடையாது OTல. அப்போ அவங்க வந்தானே எப்பவுமே எல்போ டாப் ஃபிக்ஸ் பண்ண சொல்றாங்க சார். இந்த அக்வாகார்டுக்கு அது பிராக்டிக்கலா முடியாதுன்னு இவங்களும் சொல்றாங்க. அது நீங்க என்ன சஜஸ்ட் பண்றீங்க சார்? அதுக்கு சென்சார் போடலாம், where it will open and close. புரியல சார். அவுட்ல சென்சார் இருக்கு, எலக்ட்ரானிக் சென்சார். இப்போ இது கோவிட் டைம்ல நிறைய வந்திருக்கு. only thing you can do is சென்சார் போட்டுக்கலாம். second person to switch it on. செகண்ட் பர்சன் நிக்கிறோம் இல்ல, நம்ம சர்ஜன் டச் பண்றது இல்ல, செகண்ட் பர்சன் எப்பவுமே நிப்போம் அசிஸ்ட் பண்றதுக்கு. அக்வாகார்ட்ல இருந்து டைரக்டா தான் யூஸ் பண்ணிட்டு இருக்கோம். ஆனா அவங்க எவரி டைம் வரும்போது நீங்க எல்போ டாப் ஃபிக்ஸ் பண்ணோம் சொல்லிட்டு இருக்காங்க. இப்போ NIPH இந்த particular 3 yearsல ஒரு எலிமெண்ட் they want a photograph is non touch technique. அதனால they insist, some of them actually use foot operated also, but நீங்க அக்வாகார்ட்ல வந்து somebody else only can do. இல்லனா it should be on only electronic பண்ணா the flow will come. அந்த மாதிரி பண்ணிக்கலாம்.
But ideally, second person can operate. Scrubbing Okay, sir. நீங்க வந்து Thank AquaGuard டைரக்டா பண்றீங்களா? ஆமா சார். So that means the checking of that the AquaGuard has to be very good. It is not only the water checking from the AquaGuard. Every month நம்ம எடுத்து கல்ச்சர் பண்றோம் சார். Culture every 6 months quantity இது கூட பார்க்கணும். Mineral test also. sir. Endotoxin testum பண்ணனும். சரி சார். Is that AquaGuard with RO? It is not Yes sir, RO இல்ல. AquaGuard are using only regular water. Yes sir, Rajiv? Yes. AquaGuard doesn't have RO water. இருக்கு. AquaGuard also comes with RO now. All components. புதுசா. Oh. அது UV light தான AquaGuard. UV RO also incorporated in some of these filters now. I'm not sure, but it has come. Kent is RO. Kent also is RO. Correct. Okay, thank you sir. Yeah, thank you. Sir, I have a doubt, sir. Yes, Shilpa. Sir, now we are using RO water for hand washing, sir. അതിന് ബോയിലിംഗ് ആവശ്യം ഉണ്ടോ എന്നൊരു ഡൗട്ട്. വേണ്ട ബോയിലിംഗ് വേണ്ട. RO water no. സാർ ഇതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഈക്കോള ഉണ്ടായിരുന്നു. അപ്പം we have to check RO മെഷീൻ ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെന്ന് അർത്ഥം. ഓക്കെ സർ. ബോയിലിംഗ് ആവശ്യമില്ല RO water. Or maybe something wrong with your lines. A water tank that tap which comes to the tap, no, that line probably it's better probably you'll have to check it and then change it. Usually RO machine membrane ആണ് സർ നോക്കേണ്ടത്. ആ മെംബ്രെയിൻ മേ ബി ഡിഫെക്റ്റീവ്. ഓക്കെ സർ. അതിന്റെ കമ്പനി ആൾക്കാരെ വിളിച്ചു കാണിച്ചോ. ഒഫ്താൽമിക് പ്രൊസീജിയർ ആയതുകൊണ്ട് സർ ഒരു ഡൗട്ട് ആയിരുന്നു അത്. ഇല്ല RO ബോയിൽ ചെയ്യണം. RO ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് യൂസ് ചെയ്യാം അല്ലേ? Boil ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലം ആവും. How are you going to boil? Which container and how are you going to use it? It comes to your hand. Who is going to pour it for you? Is it going to be automatic problem? Is there a sensor? There are so many questions will come. So it will be complicating more things more. ഈ ടാപ്പ് തന്നെ എൽബോ ടാപ്പ് വെക്കണമെന്ന് NABH പറയുന്നത്. അതിന്റെ കൂടെ ഇപ്പൊ ബോയിൽ ചെയ്തിട്ട് ആരെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അവര് NABH അംഗീകരിക്കത്തില്ല. വേറെ ചോദ്യമില്ലേ? ഗോപിക, അഗ്ന, മഹേശ്വരി, ശൈലജ എല്ലാം മിണ്ടാതിരിക്കുന്നു. ധന്യ പേരൊക്കെ വിളിച്ചാലും അനങ്ങുന്നില്ല. വേറെ ഒരു ശില്പായിരിക്കുന്നു. ശില്പ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. രാജീവ് ഇവിടെ വന്ദന സെയിം ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്ത ഗ്ലൗസ് തിരിച്ച് വാഷ് ചെയ്ത് ഓട്ടോക്ലേവ് ചെയ്തിട്ട് യൂസ് ചെയ്തോട്ടെ. ഓട്ടോക്ലേവ് ചെയ്ത് അതിൽ നിക്കത്തില്ല സാർ, ഗ്ലൗ ഒക്കെ അങ്ങ് ഒട്ടിപ്പോകും. No, even otherwise, see, glove once it is removed, it should go to the red container. അതിനകത്ത് പിന്നെ നമ്മൾ വേറെ ഒരു പ്രോസസ്സിങ്. only time when you wash the glove is when it is soiled. നമ്മൾ ഒരുപാട് bloody surgery ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ for safe handling you can maybe wash and then remove it, discard it. പക്ഷേ once glove autoclave ചെയ്ത് കഴിഞ്ഞാൽ it becomes porous. It is not safe. മൈക്രോ പങ്ക്ചേഴ്സ് വരും, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. റീയൂസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, ഗ്ലൗസ് അത് സോയിൽഡ് ഗ്ലൗസ് നമ്മളത് ക്ലീനിങ് പ്രോസസ്, ഡ്രൈയിങ് പ്രോസസ്, എവറിത്തിങ് അത് ചെയ്യുന്ന ആളുടെ ഒരു സേഫ്റ്റി, ഓൾ ദിസ് ഇറ്റ് വിൽ ഗെറ്റ് കോംപ്രമൈസ്. സോ ജസ്റ്റ് ബിക്കോസ് യു വാണ്ട് ടു സേവ് ഫ്യൂ റുപ്പീസ് യു ആർ എൻഡേഞ്ചറിങ് other persons. So Vandana, I would say no. And another thing is that ingane nammal orikile handle cheyidu kaninyal that becomes a habit. So if you are going for an NABH accreditation, idu eppozhengilum it will come out and you will be denied a NABH certification. Okay Rajan, carry on. Next. Okay sir. Third is OT cleaning and disinfection. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? 372 ട്രില്യൺ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുള്ളത്. ഒരു ആവറേജ് ആളുടെ ശരീരത്തിൽ ഇത്രയും ബാക്ടീരിയ ഉണ്ട്. ഇത്രയും ബാക്ടീരിയ നമ്മൾ എടുത്തോണ്ട് തിയേറ്ററിന്റെ അകത്തോട്ട് പോകുന്നത്. അപ്പം
ഒരു തിയേറ്ററിന്റെ അകത്ത് കയറുന്ന ആൾക്കാരുടെ എണ്ണം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കണം. അതേപോലെ നമ്മുടെ തിയേറ്റർ എങ്ങനെ ഉണ്ടെന്ന് ശരിക്കൊന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെപ്പൽ ആ ഫുട്വെയർ ഒന്ന് കമത്തി വെച്ച് നോക്കണം. നോക്ക് അതിന്റെ അടിയിൽ. അപ്പം ഇതൊക്കെ നമ്മുടെ തിയേറ്ററിന്റെ കണ്ടീഷൻ എന്തോന്ന് പറയാൻ പറ്റും. ഇത് കണ്ട തിയേറ്ററിൽ ബിഹേവ് ചെയ്യുന്നത്, മൂക്കുഞ്ഞോണ്ടെന്ന്, ചെവിഞ്ഞോണ്ടെന്ന്, ഫോൺ യൂസ് ചെയ്യുന്നത്. ഇതൊരു കൾച്ചറാ. ഒരു ഫോണിന്റെ എടുത്തിട്ട് യൂസ് ചെയ്ത ഫോണ് കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ വളരുന്ന ബാക്ടീരിയ. സാറ് പറഞ്ഞ കണക്ക് ബിഹേവിയർ, ഔഡിയോ, പിന്നെ അതേ കണക്ക് പുറത്ത് ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ പുറത്ത് തിയേറ്റർ ഡ്രസ്സ് ഇടരുത്. അപ്പൊ ഇത് കണ്ട ഒരു ക്യാമ്പില് പേഷ്യന്റിനെ പോന്ന് അതിന്റെ ക്യാപ്പ് എടുക്കുന്നു, മറ്റേ ഒരു പേഷ്യന്റിന് ഇടുന്നു. ഇതൊക്കെ തെറ്റായിട്ടുള്ള രീതിയാ. വെളിയിൽ സ്ട്രീറ്റ് ക്ലോത്ത് ഷുഡ് നോട്ട് ബി അലൗഡ് ഇൻ ദ തിയേറ്റർ. കണ്ടില്ലേ, ഇതൊരു ക്യാമ്പില് പേഷ്യന്റ് അങ്ങനെ കടത്തുന്നു, എത്തി നോക്കുന്നു, മാസ്ക് ഇല്ലാതെ, മൂക്ക് വെളിയിലിടുന്നു, മാസ്ക് ശരിക്കും ഇടാതെ ഇരിക്കുന്നു. മാസ്ക് എപ്പോഴും കറക്റ്റായിട്ട് രീതിയിൽ ഇടണം. അത് കണക്ക് ഗ്ലൗ ഹാൻഡ് കൊണ്ടുവന്ന് ഒരു ഡോർ തുറക്കുന്നു, അത് കണ്ടാമിനേറ്റ് ആവുന്നു. ഐഡിയലി വേറെ ഒരാൾ തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക് യൂസ് ചെയ്തിട്ട് തുറന്നിട്ടേ പോകാവൂ. എവിടെയും കയറി പിടിക്കരുത്. കോഫി കുടിക്കുന്ന, സ്നാക്സ് കഴിക്കുന്ന തിയേറ്ററിൽ മാസ്ക് ഊരി ഇട്ടിട്ട്, പിന്നെ തിയേറ്റർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ പോകുന്നത്, ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും തിയേറ്റർ ഡ്രസ്സ്, അത് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് ബാത്റൂമിൽ പ്രത്യേകം ചെരുപ്പിട്ട് അത് അവിടെ വെച്ചിട്ട് പിന്നെ വന്ന് ഡ്രസ്സ് മാറിയിട്ടേ അകത്ത് കയറാം. എന്ത് തന്നെ ഇതായാലും ഇതെന്താവും എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നമ്മുടെ ഇത് ഫ്ലോറിൽ സെറ്റിലായിട്ട് അത് വളർന്നിട്ട് ഇങ്ങനെ ഡിസ്പേഴ്സ് ആവും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ തിയേറ്ററിലുള്ളത് മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ നേരെ മേളിൽ ഇരിക്കുന്ന ഒരു സാധനം അത്. അപ്പൊ അതിന്റെ പുറത്തിരിക്കുന്ന എന്തൊരു ഡസ്റ്റോ ക്രിമിയോ എന്തായാലും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സർജിക്കൽ സൈറ്റിലോട്ട്, കണ്ണിലോട്ട് വീഴും. സോ അത് നമ്മൾ തിയേറ്റർ തുടങ്ങുന്ന മുന്നേ മൈക്രോസ്കോപ്പ് നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്ഷൻ വെച്ചിട്ട് വൈപ്പ് ചെയ്യണം. സ്പ്രേ ചെയ്യരുത്. സ്പ്രേ ചെയ്താൽ ലെൻസ് കേടാവും. വൈപ്പ് ചെയ്തിട്ട് ലെൻസ് വൺസ് ഇൻ എ വൈൽ ഡിസ്റ്റിൽ വാട്ടർ ഇല്ലെങ്കിൽ ലെൻസ് ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് സർക്കുലർ മാനർ ഇത് കാണിക്കുന്ന കണക്ക് വൈപ്പ് ചെയ്യണം. ഇത് ഞാന് കടുക്, ആ സാധാരണത്തെ കടുക് ഒരു മൈക്രോസ്കോപ്പിന്റെ പുറത്തിട്ടിട്ട് സൂം ചെയ്യുക. ഇത് കണ്ടില്ലേ, ആ കടുക് ഇപ്പൊ താഴെ വീഴുന്നു. ഇതേ നമ്മുടെ കണ്ണി കാണാൻ വയ്യാത്ത കുറെ പാർട്ടിക്കിൾ ഇത് കണക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ടേ നമ്മുടെ തിയേറ്റർ തുടങ്ങാവൂ. ഇത് ഡിഫറെന്റ് സൊല്യൂഷൻ. ഇത് ഹാൻഡ് ഹൈജീനുള്ള സൊല്യൂഷൻ, ഇത് സർഫേസ് ഡിസ്ഇൻഫെക്റ്റൻ. ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ കണക്ക് ചുമ്മാതെ എടുത്ത് ഇങ്ങനെ കമത്തരുത്. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആക്കാം. ബോട്ടിലിന്റെ പുറത്തിട്ടേക്കുന്ന ആ കമ്പനി മാനുഫാക്ചർ പറയുന്ന ഇപ്പൊ 20 ml in 4 ലിറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മെഷർ ചെയ്തിട്ടേ ചെയ്യാവൂ. വൈപ്പ് ചെയ്യുന്ന സിഗ്സാക്ട് ആയിട്ട് വൈപ്പ് ചെയ്യരുത്. ഇത് റോങ് മെത്തേഡ് ഓഫ് ഡൂയിങ്. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ്. അപ്പം ഇതും തെറ്റായിട്ട് ഇത് വൈപ്പ് ചെയ്യുന്ന അതിനെ ചവിട്ടിക്കൊണ്ട് വരുന്നു. അപ്പൊ ഇതെല്ലാം തെറ്റായിട്ടുള്ള രീതികളാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ യൂണി ഡയറക്ഷനിൽ, നമ്മൾ OP തൊട്ട് ഞാൻ പറഞ്ഞ വരുന്നത് യൂണി ഡയറക്ഷനിൽ. യൂണി ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ എന്താവുന്ന എല്ലാ അഴുക്കും ഒരു സ്ഥലത്തോട്ട് വരും. അപ്പം വാൾ ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴോട്ടും, ഇത് ട്രോളി ചെയ്യുമ്പോൾ യൂണി ഡയറക്ഷനിൽ ഒരു സൈഡ് മാത്രം. അത് കണക്ക് ഇത് മോപ്പും യൂണി ഡയറക്ഷനിൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലമായിട്ട് നമ്മൾ കോൺടാക്ട് ടൈം, ഇത് ചില കമ്പനിക്ക് 3 hours പറയും, 4 hours എന്ന് പറയും. ആ സമയം നമ്മൾ ഇത് യൂണി ഡയറക്ഷണൽ, ഇത് മോപ്പ്, ഇതൊരു വളരെ നല്ല സാധനമാണ്. ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂണി ഡയറക്ഷനിലായിട്ട് ചെയ്യുന്നത്. ഇത് വാളിന് ചെയ്യാം, ഫ്ലോറിന് ചെയ്യാം, അതേപോലെ റൂഫിനും ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ ഉള്ള ഒരു സാധനം നമുക്ക് പെട്ടെന്ന് ഊരി കഴുകി ഉണക്കിയിട്ട് പിന്നെ റീയൂസ് ചെയ്യാം. ഡിസ്ഇൻഫെക്റ്റന്റ് വെച്ചിട്ട് ചെയ്യാം. ഇത് ഫിഗർ ഓഫ് 8 മെത്തേഡ്. ഫിഗർ ഓഫ് 8 മെത്തേഡ് ചെയ്തിട്ട് അതിന്റെ കോർണേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച്, ഇപ്പൊ ക്യൂബിക്കലായിട്ട് ഒരു ക്യൂബായിട്ട് ചെയ്ത് പോകണം. ഇതിന് എന്തുകൊണ്ട് ഫിഗർ ഓഫ് 8 എന്ന് പറയുന്നത്, ഇങ്ങനെ മൂവ്മെന്റ് ഉള്ളതുകൊണ്ട്. അത് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൈഡ് മാത്രം എപ്പോഴും ഫ്രണ്ടിലോട്ട്. ഇതാ എന്റെ ഡയഗ്രാം കാണിച്ചേക്കുന്നത്. അത് ഈ മെത്തേഡ് നമുക്ക് വാളിന് യൂസ് ചെയ്യാം. കണ്ടില്ലേ, അങ്ങനെ ചെയ്തിട്ട് ഇത് ഊരിയിട്ട് ആ സാധനം പിന്നെ നമുക്ക് ഡ്രൈ ചെയ്ത് ഇട്ടിട്ട് ചെയ്യാം. ഡിസ്ഇൻഫെക്റ്റന്റിൽ മുക്കിയിട്ട് നമുക്ക് വൈപ്പ് ചെയ്യാം.
ഇത് തന്നെ സെയിം നമ്മുടെ ട്രോളി ട്രേ എല്ലാം യൂണി ഡയറക്ഷനിലാട്ടവേ തുടയ്ക്കാവൂ. എഡ്ജ് തുടച്ചു വരുമ്പം അതിന്റെ എഡ്ജ് എപ്പോഴും ഫേസ് ഒരു ഡയറക്ഷനിലേ ഫേസ് ചെയ്യാവൂ. കണ്ടില്ലേ, ഇത് ഫിഗർ ഓഫ് 8 ചെയ്തതിന് ശേഷം ഇങ്ങനെ പോകുമ്പോൾ ആ ഡയറക്ഷൻ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഫ്രണ്ട് തിരിക്കരുത്. ഇത് OT ടേബിൾ. ഓരോ പേഷ്യന്റ് കഴിയുന്നതും നമുക്ക് വൈപ്പ് ചെയ്യണം. നമ്മൾ ഓരോ പേഷ്യന്റ് കഴിയുമ്പോൾ ചെയ്യത്തില്ല, എല്ലാം ലാസ്റ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഐഡിയലി ഓരോ പേഷ്യന്റ് കഴിയുന്നതും നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യണം. യൂണി ഡയറക്ഷണൽ. കണ്ടില്ലേ, തിരിച്ച് വരരുത്, അപ്പ് ആൻഡ് ഡൗൺ പോകരുത്, ഒരേ ഡയറക്ഷനിൽ തീർക്കണം. പിന്നെ AC ഫിൽട്ടർ പീരിയോഡിക് നമ്മൾ ക്ലീൻ ചെയ്യണം. ഫിൽട്ടർ ക്ലീൻ ആണെന്ന് നോക്കണം. അത് ഇങ്ങനെ ഹാൻഡ് സ്ക്രബ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ചെയ്യരുത്, ഇത് തെറ്റാ. ഇത് പുറത്ത് കൊണ്ടുവന്ന് നല്ല വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചിടണം. കണക്ക് ഈ 3 ബക്കറ്റ് ടെക്നിക് ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഫസ്റ്റ് ബക്കറ്റിൽ ഡിസിൻഫെക്റ്റന്റ് ഉണ്ട്, അതിനകത്ത് ക്ലീൻ ക്ലോത്ത് മുക്കി യൂണി ഡയറക്ഷൻ മേളിൽ നിന്ന് താഴോട്ട് ചെയ്യുന്നു. ഇപ്പം കുറെ ചെയ്ത് കഴിയുമ്പോൾ അത് അഴുക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3rd ബക്കറ്റിൽ ഇട്ടിട്ട് നല്ല റിൻസ് ചെയ്ത് രണ്ടാമത്തെ ബക്കറ്റിൽ ഒന്നുകൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഓൾമോസ്റ്റ് ക്ലീൻ ആയി എന്ന് വിചാരിക്കുമ്പോൾ ഫസ്റ്റ് ബക്കറ്റിൽ നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ഉള്ള സൊല്യൂഷനിൽ മുക്കിയിട്ട് നമ്മൾ വൈപ്പ് ചെയ്യാം. ഇത് 3 ബക്കറ്റ് ടെക്നിക്. ഇത് ഏറ്റവും നല്ല മെത്തേഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പൊ ഡിസിൻഫെക്റ്റന്റ് ഉള്ള സൊല്യൂഷൻ കണ്ടാമിനേറ്റ് ആവത്തില്ല. 2 ബക്കറ്റ്. ഇതിപ്പം ഇങ്ങനത്തെ കിറ്റ് അവൈലബിൾ ആണ്. 3 ബക്കറ്റ് ടെക്നിക്കിന്റെ ആദ്യത്തിൽ ഡിസിൻഫെക്റ്റന്റ് ഉണ്ട്. ഇത് എക്സസ് ഡിസിൻഫെക്റ്റന്റ് മുക്കി കളഞ്ഞതിന് ശേഷം വൈപ്പ് ചെയ്യാം. അതിനുശേഷം പ്രസ് ചെയ്ത് അതിന്റെ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം റിൻസ് പിന്നെ ഒന്ന് ഞെക്കി അതിനകത്തിരിക്കുന്ന ഫ്ലൂയിഡ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഏകദേശം ക്ലീൻ ആയതിനു ശേഷം ഡിസിൻഫെക്റ്റന്റിൽ ഒന്നുകൂടെ മുക്കി എക്സസ് ഡിസിൻഫെക്റ്റന്റ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വൈപ്പ് ചെയ്യും. ഈ ഫോഗിങ് ഒക്കെ ഇപ്പം അഡ്വൈസബിൾ അല്ല. ബ്രൂം ഇത് ഒരിക്കലും തിയേറ്ററിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഫോഗിങ് കാർസിനോജനിക് സ്പ്രേയേഴ്സ് ഇതൊക്കെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. കണ്ടില്ലേ, ഒരു തിയേറ്ററിൽ ഞാൻ കണ്ട ഒരു സീനായത്. ഇത് ഒരിക്കലും പാടില്ല. ഇത് കൾച്ചർ. നമ്മൾ തിയേറ്ററിൽ കൾച്ചർ എടുക്കുമ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് ഗ്ലൗ ഒക്കെ ചെയ്തതിന് ശേഷം മോയ്സൺ ചെയ്യണം. സ്വാബ് എപ്പോഴും മോയ്സൺ ചെയ്തിട്ട് ഫ്ലോറ് എടുത്തതിന് ശേഷം ലേബിൾ ചെയ്യണം. അത് കണക്ക് ഓരോ സർഫേസും അത് ടേബിൾ OT ടേബിൾ ഹെഡ് എൻഡ് അത് ലേബിൾ ചെയ്യണം. ലേബിൾ ചെയ്തിട്ട് പിന്നെ എടുക്കേണ്ടത് വാൾ. അത് അങ്ങനെ കോർണറിൽ പോകേണ്ട ആവശ്യമില്ല, ഒരു സൈഡിൽ എവിടെങ്കിലും നിന്ന് എടുത്താൽ മതി. ഇത് ഫാക്കോ മെഷീൻ നമ്മൾ എവിടെയാ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന സർഫസ് AC ഫിൽറ്ററിൽ നിന്ന് എടുക്കണം എല്ലാം. ഇത് കൾച്ചർ പ്ലേറ്റ്. കൾച്ചർ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് കൾച്ചർ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് OT ടേബിളിന്റെ പുറത്ത് 4 ക്വാഡ്രന്റിലാണ് ഇത് ചെയ്യേണ്ട. OT ടേബിളിലും ചെയ്യും. ഇത് തെറ്റായിട്ടുള്ള ചെയ്യുന്നത് ആ ക്യാപ്പ് താഴോട്ട് ഫേസ് ചെയ്ത് വെക്കണം, മലത്തി വെക്കരുത്. അപ്പൊ ഡബിൾ കൗണ്ട് വരും. ഇല്ലെങ്കിൽ AC ഓൺ ആയിരിക്കണം. 20 to 30 minutes ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്ന് ക്ലോസ് ചെയ്ത് അപ്പൊ തന്നെ സീൽ ചെയ്ത് നമ്മൾ ലാബിലോട്ട് അയക്കണം. ഓട്ടോക്ലേവ് നമ്മൾ യൂഷ്വലായിട്ട് ക്ലീൻ ചെയ്തേ ഇല്ല, വൺസിന്റെ വൈലേ ചെയ്യത്തുള്ളൂ. ഇത് യൂണി ഡയറക്ഷനിലായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് അൾട്രാ മോഡേൺ തിയേറ്റർ. ഇത് മോഡുലാർ തിയേറ്റർ എന്ന് പറയും. എല്ലാം നോ ടച്ച്, എല്ലാം സെൻസർ ഉള്ളത്. ഇത് HEPA ഫിൽറ്റർ, അതിന്റെ എക്സോസ്റ്റ് കബേർഡ് ഒക്കെ ഫ്ലഷ് ടു ദി വാൾ, ഒന്നും പ്രൊട്രൂഡ് ചെയ്യുന്നതെന്നില്ല. വേണ്ട സെൻസർ. ഇതാ സെൻസർ പറഞ്ഞത്. ഇത് നമുക്ക് അക്വ ഗാർഡിലും കൂടെ പിടിപ്പിക്കാം. ഇത് യെസ് സർ.
ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ഇതിൽ എന്തായാലും ചോദ്യം വരണം. നിങ്ങളെല്ലാം തിയേറ്റർ സ്റ്റാഫാ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം. ഹലോ സർ. ആ ചോദിച്ചോ. ശ്രീകാന്ത് ഐക്യർ തന്നെയാണ് സർ. മനസ്സിലായി സർ ഇപ്പൊ ഫോഗിങ് തീരെ ചെയ്യുന്നില്ല സർ? ഇല്ല, ചെയ്യാൻ പാടില്ല. ഓക്കെ സർ. അതിന്റെ ഡിസഡ്വാൻറ്റേജ് ശശികുമാർ സാർ പറയും. ഫോഗിങ്ങില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കെമിക്കല് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഫോഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഫോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഡൈല്യൂവന്റ് വെള്ളമാണ്. ആ വെള്ളം ഈ തിയേറ്ററിൽ അറ്റ്മോസ്ഫിയറിൽ കംപ്ലീറ്റ് ഈ വെള്ളം വരും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു മഴക്കാലത്തുള്ള ഒരു തിയേറ്റർ പോലാണ് വരുന്നത്. അത്രയും ഹ്യൂമിഡിറ്റിയാണ് അവിടെ വരുന്നത് തിയേറ്ററിനകത്ത്. ആ ഹ്യൂമിഡിറ്റി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഫംഗൽ ഗ്രോത്തിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഫോഗറിന്റെ ആവശ്യമില്ല. നമ്മൾ വൈപ്പ് ചെയ്ത് സർഫസസ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഇവാപ്പറേഷൻ വരും. സർഫസസ് വൈപ്പ് ചെയ്തിട്ട് തിയേറ്റർ ക്ലോസ് ചെയ്ത് 1 hour അവർ പറഞ്ഞേക്കുന്ന ടൈം, ചില കെമിക്കൽസിന് 1 hour. ആ 1 hour നമ്മൾ ക്ലോസ് ചെയ്ത് ഒരു മനുഷ്യൻ പോലും അതിനകത്ത് കയറരുത്. ഇടയ്ക്ക് വന്ന ഡോർ തുറന്ന്, എന്റെ വാച്ച് അതിനകത്ത് വെച്ച് മറന്നുപോയെന്ന് ഡോർ തുറന്ന് അകത്ത് കയറി എടുക്കരുത്. വൺസ് യു എക്സിറ്റ് ദാറ്റ് റൂം ഷുഡ് ബി ലോക്ക്ഡ്. 1 hour കഴിഞ്ഞിട്ട് പിന്നെ അത് തുറക്കാം. അത്രയും കോൺടാക്ട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ സർ. സർ പിന്നെ ഈ ലൈസോഫോമിനും അൽഡസൺ ഈ ബാസിലോസിഡ് ഇത് മൂന്നാണ് സർ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ? വേറെ ഞാനത് ജസ്റ്റ് 3 പേര് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എനിത്തിങ് യു കൻ യൂസ്. അവർ പറഞ്ഞേക്കുന്ന കോൺസെൻട്രേഷനിൽ അത് യൂസ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. നോൺ ആൽക്കഹോൾ, നോൺ ആൽഡിഹൈഡ് കോമ്പൗണ്ട്, ഗ്ലൂക്കോപ്രോട്ടമീൻ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. അതിപ്പോ നമ്മുടെ ചില സ്റ്റാഫിന് ചില കോമ്പൗണ്ട്സ് അലർജിക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യണം. ബട്ട് ഓൺലി തിങ് അതിനകത്ത് പറഞ്ഞേക്കുന്ന കോൺസെൻട്രേഷൻ ഹൈ ലെവൽ ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. സർ ഇപ്പൊ നമ്മള് മൈനർ OT-യിൽ ഇപ്പൊ DCR DCT പോലത്തെ കേസസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനും സർ പറയുന്ന പോലെ ഈ സിംഗിൾ ക്ലീനിങ് മതിയോ, ഇല്ല ഒരു 2-3 times ക്ലീനിങ് ചെയ്യണം? ഈ DCR ഇൻഫെക്റ്റഡ് കേസസ് ഒരു പർട്ടിക്കുലർ ഒരു തിയേറ്ററിൽ മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്താൽ മതി. അതല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്റർ മാത്രമുള്ള ചെറിയ ചെറിയ സെറ്റപ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു തിയേറ്ററിൽ ക്ലീൻ കേസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേസ് ആയിട്ടായിരിക്കും ഇൻഫെക്റ്റഡ് കേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ യു ജസ്റ്റ് ഡു ദ പ്രോപ്പർ ഡെയിലി പ്രൊസീജിയർ ചെയ്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ഡേ കോൺടാക്ട് ടൈം കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് തിയേറ്റർ വിൽ ബി ക്ലീൻ. ഓക്കെ സർ, താങ്ക് യു സർ. പിന്നെ ഏതൊരു കാറ്ററാക്ട് കേസ് ചെയ്താലും അത് DCR എന്ന് വിചാരിച്ച് ക്ലീൻ ചെയ്യും, അപ്പൊ എല്ലാം ശരിയാവും. ഓക്കെ സർ, ഓക്കെ സർ. പിന്നെ വേറെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച ആ കൾച്ചർ ഓപ്പൺ പ്ലേറ്റ് വെക്കുന്നത് പ്രിഫറബിളി അറ്റ് ദ ഹെഡ് എൻഡ് ഓഫ് ദ ടേബിൾ ആണ് വെക്കേണ്ടത്. ബിക്കോസ് അവിടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ തലയാണ്, കണ്ണിലാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ആ ഏരിയയിൽ ഗ്രോത്ത് ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. സോ പ്രിഫറബിളി ദാറ്റ് ഓപ്പൺ കൾച്ചർ പ്ലേറ്റ് ഷുഡ് ബി ടേക്കൺ ഫ്രം ദി ഹെഡ് എൻഡ് ഓഫ് ദ ടേബിൾ. ഓക്കെ സർ. Chandrasekhar, what does NABH say about culture plate? NABH வந்து recommendation is or once in 2 weeks you have to take a swab. Actually current recommendation la swab ku வந்து role illa, only the culture plate, settle plate has got a bigger role than the swabs. But NABH recommends swabs for at least once in 2 weeks. 2 வாரத்துக்கு ஒரு தடவை எடுக்கணும், அதுதான். But நிஜமான value வந்து only the settle plates more than the swab. You know, most of the time when we take is ella clean panni, fumigate panni, ready panni, early morning da edukurom. That time everything will be clear. But during surgery, between surgeries, under cleaning nalla irundha we can maintain it throughout the day. So that is very important. Regarding fogging, no HEPA filtered OT la fogging ku role illa, provided that AHU is running 24 hours on a low frequency. ஆனாலும் வீக்கெண்ட்ஸ்ல we can do, because நம்ம ophthalmic theaterல வந்து we have a overload. Maybe Friday, Saturday, formalin is strictly prohibited because it is carcinogenic. But even now, if you are starting a new theater, புது theater ஆரம்பிச்சாலோ இல்ல கன்ஸ்ட்ரக்ஷன் பண்ணாலோ இல்ல கிளஸ்டர் எண்டோப்தல்மைட்டிஸ் வந்தாலோ ஒரு ஃபார்மலின் பக்கவா பண்ணி 24 ஹவர்ஸ்க்கு அப்புறம் give time, அந்த ஃபார்மலின் எடுத்துட்டு உள்ள போறது பெட்டர். அதர்வைஸ் ஃபார்மலின் இஸ் நாட் அட் ஆல் ரெக்கமெண்டட். நான் ஃபார்மலின்ல எனக்கு தெரிஞ்சு நிறைய ஹாஸ்பிட்டல்ஸ் யூஸ் பண்றது வந்து விர்கான், பிகாஸ் சம் ஆஃப் த சொல்யூஷன்ஸ் காஸ் ஸ்ட்ரெயினிங்.
staining of the instruments, Yeah, staining yeah, of yeah. the microscopes Zircon and those causes things. staining. So avladhaan. But for cleaning, surface cleaning done properly is much better than anything else. Some cases pandranga 400, 300 na twice a week or something like that they can do. Okay. In the non-aldehyde things, 1 hour podum. But formalin you need more time. This is the recommendation for fogging and as well as your culture, Rajiv. Okay. Dr. Chandrasekhar, what is the frequency of biological indicators? So biological indicators, strictly speaking, is for every load, sir. But I think 5th edition, they have accepted once a week, sir. Once a week. Okay. Once a week, the cost of it is too much. Yeah. And small hospitals, they don't have the micro lab. Number lab, it becomes easy to do the incubation. Yeah. So adanala they advise once a week. But each of the autoclaves they must do. Okay. Sir, one more question for you. Yes, sir. Dr. Verghese Joseph, where do you throw the waste water after wiping the OT and all that? No, all that waste water. Do you treat it with sodium hypochlorite before you discharge into the main drain? Yes, I wanted to tell in the biomedical waste, number hospital and the laboratory specimens and OT liquid waste and laboratory specimens should be treated in a chamber or chamber form panni. Sodium hypochlorite minimum half an hour to 1 hour treat panni da, it has to go to the effluent treatment plant or STT. This is the correct method for any hospital. OT liquid waste and laboratory specimens LMA should be pre-treated. That is very important. Of course, corona times, all corona bases have to be treated before giving within 24 hours with double back market. But we are talking only about eye hospitals. We are not talking about that. So that is a recommendation as per biomedical waste. Pre-treatment is done only for these two. Yeah, thank you. Yes. Shiny Monsi wants to know what interval we should take this swab culture. I think you have already answered it. Case weekly once yeah, that's right. It depends upon the footfall in the operation theatre, how busy your operation theatre is. Yes, sir. Then I think Vandana has got another question about moistening the culture, maybe culture Swabs, swab, I think. Swabs. So he has already said moistening will get more bacteria if at all there is present. I would give one more step and they would say that you moisten it with the nutrient broth and then you take the patch. It will be more effective. I hope I have answered the moisten ചെയ്യുന്നതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്വാബിൽ നിന്ന് നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് വിൽ ബി വെരി വെരി മിനിമം. ഒരിക്കലും ഒന്നാമത് ഈ സ്വാബ് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് ലാബിൽ പോയി ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. അപ്പം ഗ്രോത്ത് ശരിക്കുള്ള ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ നമ്മൾ സ്വാബ് എടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബ്ലഡ് അഗാറിൽ അല്ലെങ്കിൽ സബുറാറ്റ്സ് അഗാറിൽ സ്ട്രീക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ബെറ്റർ ടു യൂസ് എ ട്രാൻസ്പോർട്ട് മീഡിയം, ഡയോഗ്ലൈക്കോളേറ്റ് ഗ്രോത്തോ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് മീഡിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്താലും. ഓക്കെ, ഇനി രാജീവിന്റെ ആ സെഷനിലെ വീഡിയോയിൽ 1-2 കാര്യങ്ങൾ ജനറൽ ആയിട്ട് പറയുന്നു. വൺ ഈസ് ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലെൻസ് ക്ലീൻ ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരോട് പറയാനുള്ള അവിടെ മാത്രമല്ല ലെൻസ് ഉള്ളത്, OPD-യിലുണ്ട്, 78 ഉണ്ട്, 90 ഉണ്ട്, 20 ഉണ്ട്, സ്ലിറ്റ് ലാമ്പിലുണ്ട്, അതിലൊക്കെ കാണും. സോ ആ മെത്തേഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, അത് മറന്നു പോകരുത്. പിന്നെ പേഷ്യൻ്റ് ഡ്രസ്സിന്റെ കാര്യം, അത് ഈയിടെ ഒരു വീഡിയോ ഐ തിങ്ക് എയിംസിൽ നിന്നാന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. അതിൽ അവർ പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ് പേഷ്യന്റിന് അൺകംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് അതുകൊണ്ട് പുറത്ത് പോയിട്ട് പിന്നെ അത് മാറുക ഇതെല്ലാം പറഞ്ഞ് ബുദ്ധിമുട്ടായിരിക്കും. സോ അവർ ഏത് ഹോസ്പിറ്റലാണെന്ന് ഞാൻ അറിയില്ല, അവർ പറയുന്നത് ഒരു ഫ്രഷ്ലി ലോണ്ടേഡ് സെറ്റ് ഓഫ് ഡ്രസ്സ് പേഷ്യൻ്റെ അടുത്ത് ഒരു പാക്കറ്റിനകത്ത് അവർ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് അവരോട് ആ ഡ്രസ്സ് ഇടാൻ പറയും. അതുകൊണ്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നു, അവർ പോസ്റ്റ് ഓപ്പറേറ്റീവ് സെക്ഷനിൽ പോകുന്നു, വൈകുന്നേരം അവർ അതേപോലെ വീട്ടിൽ പോകും. So I would like to your comments on that, Chandrasekhar. Sir, some good practices they started, sir. There is a package, sir. For example, I myself went for surgery in a non-ophthalmic.
அது வந்து minimal disposable they give according to the size. Number size என்னவோ ஒரு pant and your shirt or whatever top மட்டும் with the cap, they give a set. They charge for the surgery set. But number problem என்னன்னா camp. We have many percentage of patients with from camp. We can't afford to give disposable. But paying sectionல that is a very good practice. முடிஞ்ச உடனே அதை கொடுத்து அவங்களே எடுத்துட்டு போயிடலாம் whatever they want to do. But campக்கு வந்து we need to have the gown. But still, you know, there are many institutions, they allow street dress into the theater. So that we should not allow. No street dress. One more thing we must add, we talk about hand hygiene. But nobody tells about foot wash also. Because they wear slippers and come. Feet also wash pannittu da theater kulla. Otherwise, they love more dirt than the hand. I'm sure Rajiv will do the next study on foot organism. So that's equally important to wash before entering the theaters. Yeah. So that is important even for the OT people who is coming into the operation theater. OT people only I'm telling, sir. I'm talking about the staff only mainly. Actually, at least the patient will make them have a bath and then shift, change the dress and shift. But the OT staff number போகும்போது தான் dirt we carry from all over the place. Okay, then one more point I just wanted to bring out is that split tasing unit. Rajiv, you have said, okay, അത് എടുക്കണം, ഫിൽറ്റർ എടുക്കണം, വാഷ് ചെയ്യണം, ഡിസിൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺഡ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദാറ്റ് ഇസ് വൺ സജഷൻ. ഈ സ്പ്ലിറ്റ് എസി ഇസ് ഇറ്റ് ഇനഫ്? ഫിൽറ്റർ മാത്രം ക്ലീൻ ചെയ്താൽ മതിയോ? Or whether you should ask the service person to come and go behind what you see in the filter, clean up that area, especially that blower, that fan and all that. At least once a month, would you is that a requirement in split cases? Periodic service വേണം sir. Periodic service ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ every week or every month doing the periodic service is may not be practical. And അവിടെ കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതൽ ഉണ്ടാവും, കുറച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചിലപ്പോൾ ട്രേസർ ഉണ്ടാവും. That is more important. Yeah. Because it has got a tray where it collects what is supposed to drain off, but sometimes it will get collected there. Yes, sir. It comes into the theater and falls. That is the worst possible scenario. Yeah, it will not usually, come to the theater. Once in 3 months, we do a AMC, sir. Annual maintenance, they will do the total indoor and outdoor unit, everything they will do. And this filter cleaning can be done as frequently as possible by in-house people. You know, they have to clean pandrathu easy. But filter only we can do. Still, no window AC for everybody. Only split AC is allowed for entry level. Only for entry level, not for accreditation. Correct, Siling sir? Yeah. Yes, sir. Full accreditation, you need the HIPAA. Otherwise, you cannot. Central unit. Air quality cannot be checked with the HEPA filter. Only when you have a AHU and HEPA, you can check the air quality. Positive pressure ventilation, all those things will come. Sorry, Rajiv, please carry on. ഇതിന്റെ ടേക്ക് ഹോം മെസ്സേജ് ഫോർമലിൻ കൂടുതൽ ഉപയോഗിച്ച ക്യാൻസർ വരും. അല്ല, അതിലെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ ഫോർമലിന്റെ കാര്യം സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. See, any living thing inside the operation theater, a lizard, mosquito, ants, nothing will work other than formalin. So if you have repaired your operation theater, renovated it, and you want to restart, I would always say formalin. Formalin neutralize ചെയ്തിട്ടേ അകത്ത് കയറാവും. Recommissioning അത് പറയുന്നുണ്ട് sir. Recommission, when you recommission a theater. Recommission, small, even if it's small repairs and things like that, no, it's better that you have formalin. Or cluster also, sir. One cluster also. Yeah, cluster also, as you said. Yes, very right. Thank you. Rajiv, please. Yes. വേറെ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. സർ, ചോദിച്ചു. ഞാൻ ജിൻസി കോംട്രസ്റ്റ് എന്നാണ്. വെരി ഗുഡ്. നമ്മള് IOL അല്ലെങ്കിൽ റെറ്റിന സർജറി ചെയ്ത് ഡ്രേപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൂയിഡ് എല്ലാം ഡ്രേപ്പിലുള്ള പൗച്ചിലേക്കാണല്ലോ കളക്ട് ആവുക. അപ്പോ നമ്മളിപ്പോ എങ്ങനെയാ ഡിസ്കാർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ഷീറ്റ്സ് ആണെങ്കിലും ഡ്രേപ്സ് ആണെങ്കിലും ഒരു സെപ്പറേറ്റ് ബക്കറ്റിലേക്ക്, അതായത് മീൻസ് ഇപ്പൊ കോവിഡ് സീസൺ ആയതുകൊണ്ട് അതെല്ലാം ഒരു ബക്കറ്റിലാണ് ഡിസ്കാർഡ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള ഈ പൗച്ചിലുള്ള ഫ്ലൂയിഡ് വേറെ എവിടെയെങ്കിലും ഡ്രെയിൻ ചെയ്ത് കളയണോ, അതോ ഈ ഡ്രേപ്പ് ഫുള്ളോടെ ബക്കറ്റിൽ ഡിസ്കാർഡ് ചെയ്താൽ മതിയോ എന്നുള്ളത്.
ഈ കളക്ട് ആവുന്ന ഫ്ലൂയിഡ് അത് ഇനി പൗച്ച് സെപ്പറേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒഴുക്കി കളയണോ അതോ ഈ അതായത് ഈ ബക്കറ്റിൽ ഡിസ്കാർഡ് ചെയ്താൽ മതിയോന്ന്? Are you throwing off the drape also? ഡ്രേപ്പ് എടുത്തിട്ട് Totally everything is disposable? അതെ, ഡിസ്പോസിബിൾ ആണ്. അതെ അതെ, എവറിത്തിങ്. അതായത് പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആണ് ഇപ്പൊ കോവിഡ് സീസൺ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പേഷ്യൻസിന് ഒരു പേഷ്യന്റിന് ഒരു ഷീറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബെഡ്ഷീറ്റ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കളക്ടിങ് ബാഗ് ഇല്ലേ, ഇപ്പൊ സർജറിയിലെ കളക്ടിങ് ബാഗിൽ വരുന്ന ഫ്ലൂയിഡ് ഡോക്ടർ ചന്ദ്രശേഖർ പറഞ്ഞ പോലെ അത് ട്രീറ്റ് ചെയ്തിട്ട് എഫ്ലുവന്റ് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കളയാൻ. ഒരിക്കലും ആ ഫ്ലൂയിഡ് വെച്ചോണ്ട് നമ്മുടെ ഈ മറ്റേ വേസ്റ്റ് ഡിസ്പോസിങ് ബാഗിനകത്തോട്ട് ഇടരുത്. ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് സർ അതാ പറഞ്ഞ ഒരു പിറ്റിനകത്ത് വെച്ച് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് വേണം അത് ഡിസ്കാർഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പിന്നീട് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റിലോട്ടോ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഡിസിൻഫെക്ട് ചെയ്തിട്ട് വേണം പോവാൻ. പിന്നെ നമ്മുടെ ഒഫ്താൽ തിയേറ്ററിൽ അത്ര വലിയൊരു കണ്ടാമിനേഷൻ വരാത്തതുകൊണ്ട് നമ്മൾ യൂഷ്വലി ജനറൽ ഡ്രെയിനേജിലോട്ടാണ് യൂഷ്വലി വിടുന്നത്. പക്ഷെ ഒരിക്കലും ആ ഫ്ലൂയിഡ് ഉള്ള ബാഗ് നമ്മുടെ പുള്ളിക്കാരി ചോദിക്കുന്ന ആ ഫ്ലൂയിഡ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങള് സാധാരണ കൊണ്ടുവന്ന് ബേസിനിൽ അങ്ങ് ഒഴിക്കും അല്ലേ? അങ്ങനെയല്ലേ ഒഴിക്കുന്നത്? നേരെ ബാഗിലിടുകയാണ്, വേസ്റ്റ് ഡിസ്പോസൽ ബാഗിലേക്ക് ഇടുകയാണ്. അല്ല, ഫ്ലൂയിഡ് വെച്ചോണ്ട് ഇടാനേ പാടില്ല. ഫ്ലൂയിഡ് വെച്ചോണ്ട് ഇടരുത്. ഫ്ലൂയിഡ് അത് ബാഗ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡ്രെയിൻ ഇപ്പൊ ഇതുപോലെ പറഞ്ഞ പോലെ 1% ഹൈപ്പോക്ലോറൈറ്റിൽ ഇട്ട് വെച്ചിട്ട് കളയണം. Can I say something? Yeah. Yes, ഒരു ബക്കറ്റിൽ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആന്റി റൂമിൽ വെച്ചിട്ട് ഇത് നേരെ അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഫൈനലി when the theater this entire thing is over, you just drain it off. അപ്പൊ സർ സർജറി IOL കുറെ ഉണ്ടാവുമല്ലോ, അപ്പൊ തിയേറ്ററിന്റെ ഉള്ളിൽ ഈ ബക്കറ്റ് വെക്കാവോ അതോ പുറത്ത് വെച്ചിട്ട് ക്ലീനിങ്? ക്ലോസ് കണ്ടെയ്നർ. ഓക്കേ ഓക്കേ സർ. ഓക്കേ, താങ്ക് യു സർ. Okay, Chandrasekhar sir. Yes sir, actually like Shashi sir said, it is also liquid based. Drain la pona automatically it has to go through sodium hypochlorite sir. Yeah. So that is what is a better easier thing. Otherwise this will be accumulating from morning till evening with sodium hypochlorite also. So actually liquid based mari treat panita better only sir. Yeah, that's it. അതിന് ബെസ്റ്റ് എന്താന്ന് നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന ബേസിൻ ഇല്ലേ, ഒഴിക്കുന്ന ബേസിൻ, അതിന്റെ വെളിയിൽ ഒരു ടാങ്ക് ഒന്ന് പണിയണം, ചെറിയൊരു ടാങ്ക്, സിമെന്റിലെ ടാങ്ക് പണിഞ്ഞിട്ട് അതിനകത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒഴിച്ചു വെക്കണം. അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്നത് മറ്റേ സാധാരണ വേസ്റ്റ് ലൈനിലോട്ട് പോകുന്നതിന് കണക്ട് ചെയ്യണം. അപ്പൊ ഇതിൽ കുറച്ചു നേരം നിന്ന് നിറഞ്ഞ് മറ്റേതിനോട്ട് പോകുന്ന കണക്ക് ഒരു ചെറിയൊരു ടാങ്ക് ഒന്ന് പണിഞ്ഞാൽ മതി. അപ്പൊ നമ്മള് തിയേറ്റർ മനസ്സിലായോ? ശരി ശരി, താങ്ക് യു. ശില്പയ്ക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ടാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സിലായില്ല. ഇത് നമ്മള് തിയേറ്ററിൽ ഉള്ള ഒരു സാധനവും ഇപ്പൊ ലിക്വിഡ് വേസ്റ്റ് ആയാലും ഇപ്പൊ ഫാക്കോ ചെയ്യുന്ന അതിന്റെ ഫ്ലൂയിഡ് ഉണ്ട്, കൊണ്ടുവന്ന് ബേസിനിൽ അങ്ങ് കളയാൻ പാടില്ല. അത് ട്രീറ്റ് ചെയ്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റിൽ മിക്സ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒഴിക്കാവും. അതിന് പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ കൂടുതൽ ടേൺ ഓവർ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ ആ ബേസിൽ നമ്മൾ ഒഴിക്കുന്ന ബേസിന്റെ ഔട്ട്ലെറ്റില് ഒരു ടാങ്ക് പണിയണം, താഴെ ഗ്രൗണ്ടില്. ആ ടാങ്കില് ഹൈപ്പോക്ലോറൈറ്റ് പീരിയോഡിക് ആയിട്ട് ഒഴിച്ചോണ്ടിരിക്കണം. ആ ടാങ്ക് നിറഞ്ഞ് യൂഷ്വൽ വേസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞില്ലേ നമ്മുടെ ബേസിനിൽ നിന്ന് പോകുന്ന ആ വേസ്റ്റ് ലൈനിലോട്ട് കണക്ട് ചെയ്യണം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അത് വലിയ വലിയ സംഭവങ്ങളുണ്ട്. നമ്മുടെ തിയേറ്ററിന് ഇത്രയൊക്കെ മതി. 10 beds, Rajiv, I think 10 beds irunda you need to have a PTP. Yes, Pollution Control Board asks for water treatment plant. ശരിക്കുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ പണിയണമെങ്കിൽ 10 lakhs 15 lakhs ആവും. ശരിയാ? ഓക്കേ സർ. അടുത്ത വീഡിയോ പോട്ടെ. The fourth one, ne? Fourth one. Cleaning and packing of instruments.
നമ്മുടെ ക്ലീനിങ് പാക്കിംഗ് എല്ലാം ചെയ്യുന്നത് തിയേറ്റർ നടക്കുമ്പോഴേ സൈഡ് ബൈ സൈഡ് നടന്നുകൊണ്ടിരിക്കണം. ഇത് നമ്മള് തിയേറ്റർ അങ്ങോട്ട് ഒരു കേസ് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഇതൊക്കെ എക്സസ് ആയിട്ട് ബ്ലഡ് കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വൈപ്പ് ചെയ്തിട്ട് ഡിസ്കാർഡ് ചെയ്യുന്നതൊക്കെ അവിടെ തന്നെ ഡിസ്കാർഡ് ചെയ്യണം. ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീനിങ് ഏരിയയിൽ കൊണ്ടുപോകണം. RO വാട്ടർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡിസ്റ്റിൽ വാട്ടറിലായാലും കുഴപ്പമില്ല. 3 ട്രേ നമ്മുടെ 3 ബക്കറ്റ് കണക്ക് ചെയ്യും. ഡിസ്ഇൻഫെക്റ്റന്റ്, മൈൽഡ് ഡിസ്ഇൻഫെക്റ്റന്റ്. ഇപ്പം പറയുന്ന ഡിസ്ഇൻഫെക്റ്റന്റ് വേണ്ടെന്ന മൈൽഡ് ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്യാം നമുക്ക്. ഇതിന് ഇപ്പൊ കമേഴ്ഷ്യലി അവൈലബിൾ സൊല്യൂഷൻ ഉണ്ട്. ഇൻസ്ട്രോ ക്ലീൻ എന്ന് പറയുന്ന ഇത് ഓറോ ലാബിന്റെ ഒരു സൊല്യൂഷൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നത് അവൈലബിൾ മാർക്കറ്റിലുണ്ട്. ഫസ്റ്റ് സൊല്യൂഷന് മാത്രം ഡിസ്ഇൻഫെക്റ്റന്റ് ഇടണം. പിന്നെ നമ്മൾ ഉടനെ വെച്ചേക്കരുത്. വെച്ചിരുന്നാൽ അതെല്ലാം ഉണങ്ങി പിടിച്ച് പിന്നെ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ വിത്തിൻ ഹാഫ് ആൻ അവർ അത് തിയേറ്റർ കഴിഞ്ഞ് വന്നതും അല്ലെങ്കിൽ കൂടുതൽ കേസ് ഉണ്ടെങ്കിൽ വേറെ ഒരു ടീം വെളിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ഇതാ ഞാൻ പറഞ്ഞ ഇൻസ്ട്രോ ക്ലീൻ. ഇത് സെട്രിമൈഡും ക്ലോറെക്സിഡിൻ സൊല്യൂഷൻ, നമ്മുടെ സാവ്ലോൺ ഇല്ലേ, ഇത് സെയിം സൊല്യൂഷനാ. ഇങ്ങനെ ഇമേഴ്സ് ചെയ്തിട്ട് കുറച്ചു നേരം ഒരു 5 തൊട്ട് 10 മിനിറ്റ് അതിനകത്ത് നല്ല സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നതിന് ടൂത്ത് ബ്രഷ് മതി, ഏറ്റവും സേഫ്. ഇത് തെറ്റാ, ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ പുറത്ത് വെച്ച് ചെയ്താൽ എയർസൊലൈസേഷൻ തെറിക്കും, നമ്മുടെ മുഖത്തോട്ടൊക്കെ തെറിക്കും. അപ്പൊ ഐഡിയലായിട്ട് ചെയ്യേണ്ടത് സൊല്യൂഷന്റെ അകത്ത് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യണം. ചെയ്തതിന് ശേഷം സെക്കൻഡ് ട്രേയിൽ നല്ലപോലെ റിൻസ് ചെയ്ത് തേർഡ് ട്രേയിലും റിൻസ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്ത് നമ്മൾ പാക്കിങ്ങിന് ചെയ്യണം. ഇതാണ്ട് എയറസലൈസേഷൻ എന്ന് പറയുമ്പോൾ വെളിയിൽ തെറിക്കുന്നുണ്ട, ഇത് ഡേഞ്ചറസ് ആണ്. അപ്പം ഇങ്ങനെ വെളിയിൽ വെച്ച് ചെയ്യരുത്, സൊല്യൂഷന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഒരു കെയർഫുൾ ആയിട്ട് അതിന്റെ ഷാർപ്നെസ് ഒന്നും പോവാത്ത രീതിയിൽ കെയർഫുൾ ആയിട്ട് ഓരോന്ന് ചെയ്തിട്ട് വേറെ രണ്ട് ട്രേയിലും നമ്മൾ റിൻസ് ചെയ്ത് എടുത്തതിന് ശേഷം ഡ്രൈ ചെയ്ത് പിന്നെ പാക്ക് ചെയ്യാവും. ഇത് അൾട്രാസോണിക് ക്ലീനിങ് മെഷീൻ. ചിലതിന് ചെറിയ ബോയിലിംഗ് ഉള്ള മെത്തഡ് ഉണ്ട്, ഇല്ലാതെ ബോയിലിംഗ് ഇല്ലാത്തതും ഉണ്ട്. ഇത് നമ്മൾ ട്രേ അതിന് വേണ്ടിയുള്ള ട്രേയിൽ ഇടുന്ന ഇത് എൻസൈമാറ്റിക് സൊല്യൂഷൻ. ഇതിപ്പോ യൂസ് ചെയ്യാൻ പാടില്ലെന്ന ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. അതിനകത്ത് വെച്ചിട്ട് അൾട്രാസോണിക് ക്ലീനിങ്ങിൽ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് ക്ലീൻ ആവും. ഇത് ചെറിയ ഇത് ബട്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇതിനകത്ത് ഫംഗസ് വളരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഡ്രൈ ചെയ്യണം. ഇതിന്റെ ഇൻഡിക്കേറ്ററാ ബ്ലൂ കളർ. കുറച്ച് അതിനകത്ത് അൾട്രാസോണിക് മെഷീനിൽ ഇടുമ്പോൾ റെഡ് കളറായിട്ട് മാറും. അതിന്റെ പുറത്ത് കോട്ടിങ് ഇരിക്കും, ആ കോട്ടിങ് അങ്ങ് ഇളകിപ്പോകും. നന്നായിട്ട് അൾട്രാസൗണ്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ. പിന്നെ അതിന്റെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ പേറ്റൻസി എല്ലാം ചെക്ക് ചെയ്യണം. ഒരു സിംകോ കാലിന അറ്റ്ലീസ്റ്റ് 50 ml വെച്ചിട്ട് ഫ്ലഷ് ചെയ്ത് ചെക്ക് ചെയ്യണം. അതിന്റെ പേറ്റൻസി നന്നായിട്ടുണ്ടോ, അതിനകത്ത് റെസിഡ്യൂൽസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. ശരിയാണെന്ന് നോക്കണം, അതിന്റെ ഫ്ലോ ഒക്കെ കറക്റ്റ് ആണ്. ഫാക്കോ ഹാൻഡ് പീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫ്ലഷ് ചെയ്യുമ്പം അതിന്റെ പ്രോപ്പർ ഫ്ലോ ഡയറക്ഷനിലേ ചെയ്യാവൂ. ഇപ്പൊ ഇറിഗേഷൻ ഈ ഡയറക്ഷനിൽ ചെയ്യുന്നു, നമ്മള് ഫാക്കോ വരുമ്പം ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാ. സക്ക് ചെയ്യണം. എങ്ങനെയാ നമ്മുടെ യൂഷ്വൽ മെഷീൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അതാ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആസ്പിറേറ്റ് ചെയ്യണം, അല്ലാതെ പുഷ് ചെയ്യരുത്. ഫാക്കോ പ്രോബി കൂടെ എടുക്കുമ്പം ഇത് ഇറിഗേഷൻ പുഷ് ചെയ്യണം. മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് അറ്റ്ലീസ്റ്റ് പിന്നെ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് ചെയ്യണം. ഇത് കണക്ക് ഡേർട്ടി സ്ഥലത്തിരുന്ന് ചെയ്യരുത്, ഒരു ബാത്റൂമിന്റെ വെളിയിലിരുന്ന് ക്ലീൻ ചെയ്യരുത്. അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സർവീസ്. പിന്നെ ഇങ്ങനെ പാക്ക് ചെയ്യരുത്, വെറ്റ് ആയിട്ട് പാക്ക് ചെയ്യരുത്. വെറ്റ് ഇൻസ്ട്രുമെന്റ് വിൽ നോട്ട് ഗെറ്റ് ഓട്ടോക്ലേവ്ഡ്, ഷുഡ് ബി ഡ്രൈ. എന്തെങ്കിലും ഓട്ടോക്ലേവ് ചെയ്യണമെങ്കിൽ ഓട്ടോക്ലേവ് മാത്രമല്ല, ETO സ്റ്റെറിലൈസേഷൻ ആയാലും ഡ്രൈ ചെയ്യണം. ഇത് ലിന്റ് ഫ്രീ ക്ലോത്ത് വെച്ചിട്ട് ഡ്രൈ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ചെയ്യാം. ഇത് എയർ ജെറ്റ് വെച്ചിട്ട് നമ്മുടെ ഹോളോ ട്യൂബിങ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വളരെ പെട്ടെന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. ഫാക്കോ ഹാൻഡ് പീസ്, ഇത് ഒരു ജെറ്റ്, ഇങ്ങനെ എയർ ജെറ്റ് മേടിക്കുന്നത് നല്ലതാണ്. ഇത് സിംകോ കാലിന.
ജെറ്റിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ട്യൂബിന്റെ അകത്തൊക്കെ ഡ്രൈ ചെയ്യാൻ വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ജെറ്റ് വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് ഡ്രൈ ആവും. നല്ല ഫോഴ്സിലാണ് വരുന്നത്. പിന്നെ നന്നായിട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ച് ഡ്രൈ ചെയ്യണം. നല്ല എയറേറ്റഡ് റൂമിൽ വെച്ചിട്ട് ഉണക്കണം. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് എയർ ഡ്രയർ യൂസ് ചെയ്തും ഡ്രൈ ചെയ്യാം. പിന്നെ അതിന്റെ ഷാർപ്നെസ്, നിങ്ങൾ സിംകോ ഏതെങ്കിലും സ്പ്ലിറ്റ് ആയിട്ടുണ്ടോ, പിന്നെ അതിന്റെ പേറ്റൻസി ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എയർ ഇഞ്ചെക്ട് ചെയ്ത് നോക്കി എല്ലാം ശരിയാന്ന് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ചെക്ക് ചെയ്തിട്ട് ഇതണക്ക് സ്ലീവ് ഇടുന്നത് നല്ലതാണ്. സോ ദാറ്റ് അതിന്റെ ഷാർപ്നെസ് ഒന്നും ഡാമേജ് ആവാതെ പ്രോപ്പർ ആയിട്ടുള്ള ട്രേയിൽ പാക്ക് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ, ഓട്ടോക്ലേവ് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് പാക്ക് ചെയ്യണം. പൗച്ചിൽ ഇട്ട് സീൽ ചെയ്തിട്ട് നമുക്ക് ഓട്ടോക്ലേവോ ETO സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇത് സീൽ ചെയ്യുന്ന മെഷീന് മിക്കവാറും എല്ലാവരുടെ കയ്യിൽ ഇത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഓട്ടോക്ലേവ് ചെയ്യുന്നതും ETO സ്റ്റെറിലൈസേഷൻ ചെയ്യാനും പറ്റിയ മെത്തേഡ്. ഇത് പാക്കിംഗ്, ഇത് 2 തരം പാക്കിംഗ് ഉണ്ട്. ഇത് പാഴ്സൽ മെത്തേഡ് എന്ന് പറയും. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എല്ലാ ഫോൾഡിനും ബാക്ക് ഫോൾഡ് ഉണ്ട്. ഇങ്ങനെ വരും ബാക്ക് ഫോൾഡ്, എല്ലാ ഫോൾഡിനും ഒരു ബാക്ക് ഫോൾഡ്. അത് തുറക്കുമ്പോൾ നമുക്ക് കൈ അകത്ത് കൊള്ളാതെ ഇരിക്കാൻ വേണ്ടി ബാക്ക് ഫോൾഡ് ഒട്ടിച്ച്. ഇത് ഈ പാഴ്സൽ മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രബ് നഴ്സ് ആദ്യം വന്ന് തിയേറ്റർ തുടങ്ങുമ്പോൾ സ്ക്രബ് ചെയ്തിട്ട് വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ, ഒരു സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഉള്ളിൽ എങ്ങും കണ്ടാമിനേറ്റ് ആവത്തില്ല, അകത്തിരിക്കുന്ന സാധനം ഒരു രീതിയിലും കണ്ടാമിനേറ്റ് ആവും. ഇത് എൻവലപ്പ് മെത്തേഡ്. എൻവലപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റെറിലൈസ് ചെയ്ത സാധനം സർജിക്കൽ സൈറ്റിലോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ പാക്ക് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് എൻവലപ്പ് മെത്തേഡ്. അതിനും ഇത് കണക്ക് ബാക്ക് ഫോൾഡ്, എല്ലാത്തിനും ഒരു ബാക്ക് ഫോൾഡ്, സോ ദാറ്റ് അകത്ത് നമ്മൾ ടച്ച് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി. തിരിച്ച് അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സർജിക്കൽ ഫീൽഡിലോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇത് എൻവലപ്പ് മെത്തേഡ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ഫ്ലോർ സ്റ്റാഫ് സർജിക്കൽ സ്റ്റാഫിനോട്ട് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വേണ്ട, ഇത് അകത്തിരിക്കുന്ന സാധനം ഒരു കാരണവശാലും കണ്ടാമിനേറ്റ് ആവത്തില്ല. ഇത് നമ്മൾ ഇപ്പോൾ ഒത്തിരി സ്ഥലത്ത് റീയൂസബിൾ ഗൗൺ, ഡിസ്പോസിബിൾ ഗൗൺ ഇപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ തന്നെ പാടായ സ്ഥിതിക്ക് റീയൂസബിൾ ഗൗൺ ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ജനറൽ ഹോസ്പിറ്റലിൽ പാക്ക് ചെയ്യുന്ന ഒരു ഗൗൺ ഫോൾഡ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് കാണിക്കുന്നത്. അത് അനസ്തറ്റിസ്റ്റ് സ്പൈനൽ അനസ്തീസിയ കൊടുക്കാനായിട്ട് എടുക്കുന്നത്. പുള്ളിക്ക് അത് തല ഏതാ വാല ഏതാന്നൊന്നും തിരിച്ചറിയുന്നില്ല. കണ്ടില്ലേ, ഇപ്പൊ ഓപ്പൺ ചെയ്ത് അകം ഏതാ പുറം ഏതാന്ന് പിന്നെയും കൺഫ്യൂഷൻ. അപ്പോഴത്തേക്ക് കൈയിരിക്കുന്ന നനവ് മൊത്തം ഇത് ഗൗണിലായി. എനിത്തിങ് വിച്ച് ഇസ് വെറ്റ് ഇസ് നോട്ട് സ്റ്റെറൈൽ. അപ്പൊ ഇടുന്നത്. അപ്പൊ ഇതിന് ഒരു നല്ലൊരു മെത്തേഡ് ഉണ്ട് ഇത് ഫോൾഡ് ചെയ്യാനായിട്ട്. റീയൂസബിൾ ഗൗൺ ഇപ്പം ഇതാണ്ട ഈ മെത്തേഡ്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു നോൺ ഓവൻ മെറ്റീരിയൽ കണക്കത്തെ ഒരു മെറ്റീരിയൽ. ഇത് അംബർലാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം റീയൂസബിൾ ബട്ട് ഡിസ്പോസിബിൾ ഗൗണിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക് ഫോൾഡ് കണ്ടില്ലേ, ബാക്ക് നമ്മൾ വരുന്ന ഇത് രണ്ടായിട്ട് മടക്കാം, 2 സൈഡും. ഇപ്പൊ നൂത്ത് വെച്ചിട്ട് കൈ ഫ്രണ്ടിലോട്ട് വെക്കുക, വെച്ചിട്ട് മൊത്തത്തില് ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു ഇത് എങ്ങനെയാ മടക്കിയേക്കുന്നത്. ബാക്ക് പാർട്ട് രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ടുണ്ട്, കണ്ടോ, മനസ്സിലാവും. അപ്പം ഈ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം പിന്നെ 3 മടക്കണം, 3. ഇപ്പൊ ഏകദേശം മേളി കാണുന്നത് ഷോൾഡറാണ്. അപ്പൊ നടുക്കുള്ള ഭാഗം ലിഫ്റ്റ് ചെയ്തിട്ട് W പോലെ അങ്ങ് മടക്കണം. മടക്കുമ്പോൾ ഈ കാണുന്നത് ഷോൾഡറാണ്, അതൊന്ന് നൂത്ത് എടുത്തിട്ട് ഇതിനകത്തുള്ള ടൈ വെച്ചിട്ട് തന്നെ മൊത്തത്തിൽ ഒന്ന് ടൈ ചെയ്യാം വേണമെങ്കിൽ. അപ്പം ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ അതൊന്ന് അനങ്ങാതെ ഇരിക്കും. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്
നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു സർജനെ കൊടുക്കുന്നു നമ്മൾ, അല്ലെങ്കിൽ സ്ക്രബ് നഴ്സ് വന്നിട്ട് ഇത് കാണിക്കുന്നു. ഇത് എടുത്തിട്ട് പുറമെ അവിടെ ടച്ച് ചെയ്യുന്നുള്ളു, അത് എടുത്തിട്ട് കൈ അകത്തോട്ടിട്ട് ഓപ്പൺ ചെയ്യുമ്പം മൊത്തത്തിൽ ഓപ്പൺ ആവും, എങ്ങും ടച്ച് ആവുന്നില്ല. അപ്പൊ ഇതൊരു നല്ല മെത്തേഡാ യൂസ് ചെയ്യുന്നത്, വെരി സേഫ് മെത്തേഡ്. അത് കണക്ക് വലിയ ഷീറ്റ്സ് നമ്മളെ പേഷ്യൻസിനെ കവർ ചെയ്യുന്ന ഷീറ്റ് ഓട്ടോക്ലേവ് ചെയ്യുന്ന സമയത്ത് ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ മടക്കരുത്. ഇത് മടക്കി മടക്കി ഇങ്ങനെ വരും. ഇപ്പൊ പകുതി പകുതിയായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് മടക്കി മടക്കി വരണം. അപ്പം ഇപ്പൊ ഇവിടെ പകുതി അവിടെ പകുതി. അപ്പൊ സെൻട്രൽ ഏരിയ സ്റ്റെറൈലായിട്ടിരിക്കും, പെരിഫറിയിലും മാത്രം നമ്മൾ തൊടുന്ന രീതിയിൽ വരും. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ നോക്കുന്നു ഇടാനായിട്ട്, നോക്കുമ്പം താഴെ എങ്ങും ടച്ച് ചെയ്യുന്നില്ല. അതേ ഒരേ ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ ലെങ്ത് കൂടിപ്പോയാൽ അത് താഴെ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കണ്ട, ഇപ്പം ഇത് ഇങ്ങനെ 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 നമ്മൾ മടക്കുന്നെന്ന് വെച്ചോ, തുറക്കുമ്പോൾ എന്താവും? സാധ്യത കൂടുതല ടച്ച് ചെയ്യാൻ. അതുകൊണ്ട് ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അത് കണക്ക് ബിൻ ഇപ്പം അഡ്വൈസ് ചെയ്യുന്നില്ല, എന്നാലും ബിൻ യൂസ് ചെയ്യുന്നവര് ബിന്നും ക്ലീൻ ചെയ്യണം. മേക്ക് ഷുവർ അതിനകത്ത് ഒരു അഴുക്കും ഒന്നും ഇല്ലാതെ. പിന്നെ ഇങ്ങനെ കുത്തിക്കയറ്റരുത്, ഒത്തിരി സ്ഥലം ഉണ്ടെന്ന് അവിടെ ഇവിടെ ഇവിടെയൊക്കെ കുത്തിക്കയറ്റി അങ്ങ് ചെയ്യരുത്. ഇത് തെറ്റായിട്ടുള്ള രീതിയാണ്. എപ്പോഴും ഒരു നല്ല സ്റ്റീം പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ലൂസായിട്ടേ പാക്ക് ചെയ്യാവൂ, ഇങ്ങനെ കുത്തിക്കയറ്റരുത്. ഇതെല്ലാം തെറ്റാ. മിക്കവാറും എല്ലാ സ്ഥലത്തും കാണുന്നത് എല്ലാം കുത്തിക്കയറ്റി ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ചിട്ട് ഓട്ടോക്ലേവിന് ചെയ്യും. ഐഡിയലായിട്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ, ഒറ്റ ഒരു പ്ലെയിനിൽ ഇങ്ങനെ നല്ല സ്പേസ് ഇട്ടിട്ട് പാക്ക് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പാക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റീം പെനിട്രേഷൻ ശരിക്ക് സംഭവിക്കും, സ്റ്റെറിലൈസേഷനും കംപ്ലീറ്റ് ആകും. പിന്നെ ഈ വെന്റ് തുറന്നിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഓട്ടോക്ലേവിന് അയക്കാവും. പിന്നെ ഇപ്പൊ വരുന്നത് ഇപ്പം റീയൂസബിൾ പാക്ക് ഇത് കണക്ക് നോൺ ഓവൻ മെറ്റീരിയലിൽ വരുന്നുണ്ട്. നമ്മൾ ഓരോ പാക്കിനും പിന്നെ തിരിച്ച് വെൽക്രോ ഉണ്ട്, ഇങ്ങനെ മടക്കിയിട്ട് ഓരോ കാറ്ററാക്ട്സിനും അല്ലെങ്കിൽ ഒരു റെറ്റിനലിന് സെപ്പറേറ്റ് സെറ്റ് ഉണ്ടാക്കാം. അപ്പം ക്രോസ് കണ്ടാമിനേഷൻ, ഒരു സെറ്റിൽ നിന്ന് നിയർ സെറ്റിലോട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കും. ഓക്കെ, അത് ഇൻസ്ട്രുമെന്റ് ക്ലീനിങ് ആൻഡ് പാക്കിംഗ് മെത്തഡ്. ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ശില്പ? ഇല്ലേ, ചോദ്യമൊന്നും ഇല്ലേ? അപ്പം മോഹൻ സാർ കമന്റ് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ലൈവായിട്ട് നമ്മൾ ഇത് ചെയ്തപ്പോ തൃശ്ശൂരില് ചോദ്യം ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും 5 സ്റ്റാർ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു. എത്ര ചോദ്യമാ വന്നെന്നറിയാം. ഇപ്പം സൂമില് ചോക്ലേറ്റ് കൊടുക്കാൻ വയ്യ. സമ്മാനമെല്ലാം കൊടുത്താൽ എല്ലാരും ചോദിക്കും സാർ, വെറുതെ ചോദിച്ചാ ചോദിക്കും. ഹലോ സാർ, ഞാൻ അപ്സര ന്യൂ വിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഒരു സംശയം സാർ, നമ്മൾ ബിന്ന് ക്ലീൻ ചെയ്യുന്നത് സ്പിരിറ്റ് വെച്ചിട്ട് തന്നെയാണോ ക്ലീൻ ചെയ്യുക, അല്ല അതിന് വേറെ സെപ്പറേറ്റ് സൊല്യൂഷൻ മാത്രം ഉണ്ടോ? അല്ല, നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ സോപ്പ് ഇട്ട് ഇല്ല ഡിറ്റർജന്റ് ഇട്ട് കഴുകത്തില്ലേ പ്ലേറ്റ് ഒക്കെ, എന്തുവാ വിം ഒക്കെ ഇട്ട് കഴുകത്തില്ലേ, അതുപോലെ നല്ല പോലെ കഴുകി ഉണക്കിയാൽ മതി. മറക്കിയിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് തുടച്ചിട്ട് വെച്ചാൽ മതി, അല്ലാതെ സ്പിരിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അകത്ത് സാധാ സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണോ ക്ലീൻ ചെയ്യുക? സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒക്കെ കഴുകത്തില്ലേ, അതുപോലെ ചെയ്താൽ മതി. വിം ബാർ എല്ലാം കഴുകി റിൻസ് ചെയ്ത് ഉണക്കി ശേഷമേ ഇത് ഓട്ടോക്ലേവിന് എടുക്കാവൂ. സാർ വല്ലതും പറയുന്ന മോഹൻ സാർ?
അല്ല, ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ ഈ ഫ്ലഷ് ചെയ്യാവുന്ന ആഫ്റ്റർ യു സിൻകോ അല്ലെങ്കിൽ ഫേക്കോ ടിപ്പ്, ഈ സാധനങ്ങൾ അവിടെ വെച്ച് തന്നെ ഒന്ന് ഫ്ലഷ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം CSSD അല്ലെങ്കിൽ ഏത് ഏരിയയിലാണോ കൂടുതൽ ക്ലീനിങ് ആവശ്യമുള്ളത്, ഡിറ്റർജൻസ് താങ്കൾ പറഞ്ഞ മാതിരി ഡിസിൻഫെക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം കോർട്ടിക്കൽ മാറ്റർ ഒക്കെ ചിലപ്പോൾ ഇവിടുന്ന് നമ്മുടെ തിയേറ്ററിൻ്റെ അകത്തുനിന്ന് ആ സ്പെസിഫിക് ഏരിയയിലേക്ക് പോകാനുള്ള ടൈം ഫ്രെയിം, അതിൻ്റെ അകത്തിരുന്ന് ട്യൂബിൻ്റെ അകത്തിരുന്നൊക്കെ ഉണങ്ങിപ്പോയാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഐ വാണ്ട് ടു സേ. And never use saline for flushing it out. You use distilled water for RO. And cleaning inde idu parayumma micro instruments aanu nammal ഉപയോഗിക്കുന്നത്. Probably ഒരു സൈഡിൽ ഒരു വലിയ ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ് ഉള്ളത് നന്നായിരിക്കും. കാരണം ചെറിയ ഫോസപ്സിന്റെ ടൂത്തും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടി ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. Then next is peel pouches കാണിച്ചിരുന്നല്ലോ. പ്ലാസ്റ്റിക് ഒരു സൈഡിലും പേപ്പർ ഒരു സൈഡിലുമായിട്ടുള്ള പീൽ പൗച്ചസ്. അത് സീലിംഗ് മെഷീനിൽ വെച്ച് സീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് എക്സ്പയറി ഡേറ്റ് എന്തുകൊണ്ടാണ് എഴുതുന്നത്, എവിടെയാണ് എഴുതേണ്ടത്? ബോൾ പെൻ എന്ന് പറഞ്ഞ സാധനം തൊടാനേ പാടില്ല. കാരണം അത് മൈക്രോ പഞ്ചേഴ്സ് ഉണ്ടാക്കും. പേപ്പറിന്റെ സൈഡിൽ തൊടാനേ പാടില്ല. പ്ലാസ്റ്റിക്കിന്റെ സൈഡിൽ പെർമനന്റ് മാർക്കർ വെച്ചിട്ട് മാത്രമേ എക്സ്പയറി ഡേറ്റ് എഴുതൂ. പക്ഷെ ദ ബെറ്റർ ഇത് ഈസ് ലേബലിംഗ് മെഷീൻസ് നമുക്ക് വാങ്ങിക്കാം. അതിനകത്ത് നമ്മൾ പാക്ക് ചെയ്ത ആളുടെ കോഡ് വേണമെങ്കിൽ ഇടാം, ഏത് ഓട്ടോക്ലേവിലാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ ഇടാം, അത് ഏത് സൈക്കിളിലാണെന്ന് നമുക്കിടാം, ഏത് ലോഡിലാണ് പോകുന്നതെന്ന് വരെ അതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. എനിവേ ദാറ്റ് ഈസ് എ ബിറ്റ് കോസ്റ്റ്ലി, ബട്ട് പിന്നെ എക്സ്പയറി ഡേറ്റ് മാർക്ക് ചെയ്യുന്നത് പീൽ പൗച്ചസിൽ ഈ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. പിന്നെ ബിന്നിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബിൻ ഈസ് ഔട്ട്. അത് അവിടെ വെച്ച് ടെക്സ്റ്റൈൽ പാക്ക് ചെയ്യുന്നതൊക്കെ രാജീവ് കാണിച്ചു, ബട്ട് ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. പക്ഷേ ചന്ദ്രശേഖരൻ സാർ, ഈ പീൽ പൗച്ചസ് ആഫ്റ്റർ വി സീൽ ഇറ്റ് ഐദർ ഓൺ സിംഗിൾ ഓർ ഡബിൾ സീലിംഗ്, can we put these certain items are there which doesn't go into one tray? Usually it doesn't go. You probably look at an additional thing. അങ്ങനെയുള്ള pouches, like in some of the hospitals what they do is they use these peel pouches to pack cotton balls and pouches, and then probably your buds, cotton buds. All that can be kept into the bin and then can be autoclaved. Isn't it? Yes, sir. Yes, sir. Yeah. Okay. Then about Rajiv, did you didn't? എത്ര ഹോസ്പിറ്റൽസിനാണ് ഈ മെഡിക്കൽ ഗ്രേഡ് പേപ്പർ അല്ലെങ്കിൽ നോൺ ഗോവൻ പേപ്പേഴ്സ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ക്ലോത്ത് യൂസ് ചെയ്യുന്നത് സാറേ, ഒത്തിരി സ്ഥലങ്ങളിൽ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലോത്തിന് നമ്മൾ ആദ്യമൊക്കെ പറയുമായിരുന്നു, ഐ ഡോണ്ട് നോ, NABH എനിക്ക് അറിയത്തില്ല അവർ അലൗ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല, ബട്ട് യു വിൽ സേ ദാറ്റ് മസ്ലിൻ ക്ലോത്ത്സ് ആണ് റെക്കമെൻഡഡ് ഡബിൾ പാക്ക്, ബിക്കോസ് അതിനൊരു 150 കൗണ്ട്സ് ഉണ്ട്. യൂഷ്വലി വി സേ 70 ലൈക്ക് ദിസ് ആൻഡ് 70 വീവിംഗ് ലൈക്ക് ദിസ്. ഇതാണ് പറയുന്നത്. അതേപോലെയാണ് അത് ഡബിൾ പാക്ക്, റൈറ്റ്? ബട്ട് ദെൻ കുറെ പ്രാവശ്യം നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഗ്യാപ്സ് കൂടും. സോ യു കനോട്ട് ഗോ ഇൻ അംപ്റ്റീൻ നമ്പർ ഓഫ് ടൈംസ്. ഒരു 10-30 പ്രാവശ്യം ഓട്ടോക്ലേവ് ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് ടു റീപ്ലേസ് ദ ടെക്സ്റ്റ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു തിങ്ക്. അതുപോലെ തന്നെ ഈ വാഷ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ ഡിസിൻഫെക്ട് ചെയ്തു, final washing solution, that should not be tap water because it may contain salt and things like that. അത് റസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ റസ്റ്റ് ചെയ്യാം, അതിനകത്ത് ചിലപ്പം കാൽസിഫിക്കേഷൻ ഒക്കെ ഇത് പറ്റിപ്പിടിച്ചിരിക്കാം. സോ ഐഡിയൽ ഇറ്റ് വിൽ ബി ഡീമിനറൈസ്ഡ് വാട്ടർ ഓർ RO വാട്ടർ ഫോർ ഫൈനൽ ക്ലീനിങ്. ആൻഡ് ദെൻ ഇറ്റ്സ് എ വെരി ഗുഡ് സജഷൻ അബൌട്ട്
your air gun. That is especially should be used for drying up lumens like Simcoe and Phaco tubes and all that. Or any instruments, generalite ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒഫ്തൽമോളജിസ്റ്റിന്റെ തിയേറ്ററിൽ അല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ല്യൂമിനസ് ആയിട്ടുള്ള ഏത് ഇൻസ്ട്രുമെന്റും ഉള്ളിൽ ഡ്രൈ ചെയ്യാനായിട്ട് എയർ ഗൺ ഉപയോഗിക്കും. അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ഡു വാട്ടർ ഗൺ. വാട്ടർ ഗൺ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യു യൂസ് എയർ ഗൺ. താങ്ക് യു. Sir, a question: how big can a pack be if not using bin? If not using bin use ചെയ്തില്ലെങ്കിൽ പാക്ക് ചെയ്യുന്നത് എത്ര സൈസ് ആണെന്ന് ചോദിക്കും. അതെ, യൂഷ്വലി 1 feet ആണ് പറയുന്നത്. അതെ, 12 into 12 into 2. ഒരു സെറ്റ്, ഒരു കാട്രാക്ട് സെറ്റ്, ഒരു ഫാക്കോ സെറ്റ്, അത്രയും വെച്ചിട്ട് ഒരു പാക്ക് ഉണ്ടാക്കാം. ഐഡിയലി ശരിക്കും പറഞ്ഞാൽ ഹൈ വോളിയം സർജറി ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ മിക്കപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു 5 സെറ്റ് കാണും. 5 സെറ്റ് എന്നിട്ട് റീ ഓട്ടോക്ലേവ് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതിനേക്കാളും നല്ലത് ഇഫ് യു ഹാവിങ് ഒരു പെർ ഡേ 10 കേസ് ചെയ്യുന്ന ഒരു OT-യിൽ യു ഷുഡ് ഹാവ് 10 സെറ്റ് വേണം. പിന്നെ ഒരു 2-3 സെറ്റ് അഡീഷണലും വേണം. അത്രയും വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. അല്ലാതെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈവൻ ഫ്ലാഷ് ഓട്ടോക്ലേവ് ചെയ്യുന്നത് പോലും അത്ര സേഫ് അല്ല. പിന്നെ വേറൊന്ന്, നമ്മുടെ ഈ പീൽ പൗച്ചസിന്റെ കാര്യം പറഞ്ഞപ്പോൾ, പീൽ പൗച്ചസിൽ ഏത് സാധനം വെച്ച് ഓട്ടോക്ലേവ് ചെയ്താലും അതിനകത്തുനിന്ന് എയർ ഡിസ്പെൽ ചെയ്തിട്ട് വേണം അത് സീൽ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു കോട്ടൺ ആവട്ടെ എന്ത് ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് എയർ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സീൽ ചെയ്യാം. ബിക്കോസ് എയർ പോക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓട്ടോക്ലേവ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അടുത്ത വീഡിയോയിലോട്ട് പോവാം സാർ. Rajiv, 1 minute. Can I add a few points about the CSSD? Now, recently NABH is stressing on zoning of the theater also, even for entry level. There is a separate element, they come and take photograph. Minimum 3 zones we need to have. The hospital theater first entry room till changing room or clean zone. Then it will become semi-clean. From the changing rooms towards the corridor towards your scrubbing area and all. From there to the theater is the sterile zone. So you put a green tape, yellow tape, red colorful. tape. Colorful, 3 color tape, and you have to say restricted area. It is must. Here what I want to tell is the CSSD is also equally important. If we say theater is the heart of the hospital now, CSSD is heart of the theater. There also zoning is important. Actually, now new theaters have got physical separation. At least, or receive our sir told very nicely, the primary cleaning and all should be done at the site of where it is used, so that it doesn't become clogged, hard problem. Once it comes to the theater, from inspection, you take off all unwanted things, broken things. After that, you do your cleaning. After cleaning, if you want, you can do ultrasonic and then you do a drying. Sorry, dry pannite, packing pannite, then it is loaded. Okay. So they should not be crossing over. In one place, clean pannite, thirupi vandu and unsterile irukra edathukku loading varakudadu. Unsterile irukra edathukku they should not do the packing. So they say this is zoning. There are minimum 3 zones in the CSSD. Unclean, where you do cleaning initial process, then the cleaning process. Usually, as you showed, double door autoclave in the or side load panni storage room la receive pannikala. But chinna theater illana, you make sure that is also a unidirectional flow in the CSSD. Unclean and clean should not cross. Unclean no clean no cross pannakurad. And of course, storage area is also very, very important. And duration, validity, SARS on very simple. We can take the guns for class 1 indicator, no? It will come with the date. Only problem is if it is 1 day, then they'll ask for time. So give 3 days and take it off in 2 days. The gun is the best thing, which will say when it was, when the expiry is still when. Adalla panna useful. So this they must remember, CSSD unsterile and sterile also should not cross. That is what I just thought I will tell you. Okay, Raju.
Okay. Point well taken, sir. Yes, sir. Thank you. Shall I move on to the next video, sir? Yeah. Next is sterilization and validation. The hot air oven, the glass items, it is usually used in lab. What we classically, classically use in the horizontal autoclave, within the advantage in the steam on the separate chamber, the steam on the chamber, but the autoclave on the chamber. Vacuum cycle can be created. Ophthalmic practice ideal horizontal autoclave with two different chambers for steam production and autoclave. And control under. This pala model the manual operate dry cycle, sterilization, fast, off, slow, control. The automatic machines available. This gauge under pressure time. The close open the tray use entry. This is what is called individual pack. Size oro case in retina case. This oro pack oro case in separate pack. This automated autoclave machine. Double door. This east side open upper receive. Vertical autoclave nothing but a pressure cooker. This is vacuum cycle steam allowed. The autoclave work in the animation. Then two chamber outer chamber, inner chamber. Now, we have a autoclave steam adil the chamber. Now, we close it. Steam latent chain. Steam latent chain, the chamber in steam supply, valve open chamber. Agathot pono. Agatha enda sambhavikkunnu namukku nokkam. Double chamber undennu paranjana outer chamber il steam nalla pressure il temperature il namma fill aayina shesham ee steam agathulla chamber lotte nammal allow cheyunu. Appaya idu adinte agathottu poi full chamber pressure temperature temperature pressure temperature that's our stage decide temperature 120 124 kill time maintain vacuum steam let out exhaust valve open gradually open pressure drop temperature cooling on the vacuum dry vacuum cycle open autoclave work animation. The tray അതിനകത്ത് സെറേഷൻ ഇല്ല. പിന്നെ ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. അഥവാ നമുക്ക് ഒരു ട്രേ വെക്കേണ്ട ഒരു ആവശ്യം വരുന്ന ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. ഇത് ബൗഡിക് ടെസ്റ്റ് എന്ന് പറയും. ഷീറ്റ് ഇത് വാക്യൂം സൈക്കിൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നോക്കുന്നതിന്. ഇത് ലോഡ് ടെസ്റ്റ്. ഇത് നമ്മൾ ഓരോ തവണയും ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ ഇത് ശരിയാണോ, നമ്മുടെ വാക്യൂം സൈക്കിൾ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. ഇതാണ് തുണിയുടെ ഇടയ്ക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് ഇത് എപ്പോഴെങ്കിലും ആവശ്യം വരും. ഇത് നമ്മൾ ഓട്ടോക്ലേവ് ശരിക്കും ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി, പ്രൂഫിന് വേണ്ടി ഇത് ചെയ്യണം. ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. ഇത് ഇങ്ങനത്തെ ഡിസൈൻ ഉള്ളത് ബോഡിക് ടെസ്റ്റ് എന്ന ഈ ഷീറ്റിന്റെ പേര് മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് ഡിഫറെന്റ് പാറ്റേൺസിൽ ഡിഫറെന്റ് കമ്പനീസ് ഇറക്കുന്നുണ്ട്. നമ്മൾ ഏത് വേണമെങ്കിലും മേടിച്ചിട്ട് ഉപയോഗിക്കാം. ഡിഫറെന്റ് പാറ്റേൺസ്. ഇത് സിഗ്നൽ ലോക്ക് എന്ന് പറയുന്ന ക്ലാസ് 1. ഇതിനകത്ത് ഇത് ഓട്ടോക്ലേവിന്റെ അകത്ത് കയറിയിട്ടുണ്ട് എന്ന് മാത്രം അറിയിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. ഇത് സേഫ് അല്ല, നമ്മൾ പുറമേ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് ക്ലാസ് 5. ഇത് പാസ് ഫെയിൽ. ക്ലാസ് 6 എന്ന് പറയുന്നത് ഒറ്റ അടിക്ക് ആ മഞ്ഞ നീലയായിട്ട് മാറും.
അത് ടെമ്പറേച്ചർ, ടൈം, പ്രഷർ മൂന്നും നോക്കുന്നത് ഒരു ടെസ്റ്റാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. TST എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ, ടൈം ആൻഡ് പ്രഷർ മൂന്നും ടെസ്റ്റ് ചെയ്യുന്നത്. അബ്രപ്റ്റ് ആയിട്ട് ഈ കളർ മാറും, അല്ലാതെ മറ്റേത് കണക്ക് ഒരു ബാർ കണക്കല്ല, ഇത് പെട്ടെന്ന് മാറുന്നു. ഇത് ക്ലാസ് 1 നേരത്തെ പറഞ്ഞത് തന്നെ. ഇത് ഇങ്ങനെ കളർ മാറുന്നു. ഇത് പുറമേയൊക്കെ നമുക്ക് ഒരു ബിന്നിന്റെ പുറത്തൊക്കെ ഒട്ടിക്കാൻ പറ്റും. ഇത് ഹെലിക്സ് ട്യൂബ് എന്ന് പറയും. ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ ഒരു എൻഡിൽ വെച്ചിട്ട് ആ ട്യൂബ് ഒരു 1-1.5 മീറ്റർ നീളമുള്ള ഒരു ട്യൂബ് അതിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിന്റെ അകത്തോട്ട് ഈ ഇൻഡിക്കേറ്റർ വെച്ച് ഓട്ടോക്ലേവ് വാക്യൂം സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്യൂബിനകത്തിരിക്കുന്ന എയർ പുറമേ വന്ന് ഇൻഡിക്കേറ്റർ മാറത്തുള്ളൂ. അപ്പം ഇത് ഹെലിക്സ് ട്യൂബ് എന്ന് പറയും ഇതിന്. ഇത് മെറ്റാലിക്കും ഉണ്ട്, പ്ലാസ്റ്റിക്കിലും ഉണ്ട്. ഇത് ഹീറ്റ് ഗ്രേഡഡ് പ്ലാസ്റ്റിക്കാ ഇതിന്റെ ഇൻഡിക്കേറ്ററാണ്. ഇത് സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ളതായത്. ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്ന ശരിക്ക് വാക്യൂം സൈക്കിൾ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളായത്. അതിന് പല മാർക്കിംഗ് ഉള്ളത് ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആ ഈ സാധനം. ഇത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ഇത് സാറ് പറഞ്ഞ കണക്ക് once a week അല്ലെങ്കിൽ once a month യൂസ് ചെയ്താൽ മതി. ഇത് റാപ്പിഡ് ടെസ്റ്റർ ഉണ്ട്, പെട്ടെന്ന് ഒരു 4 hours റിസൾട്ട് കിട്ടുന്നതുണ്ട്. ഇത് ഫ്ലാഷ് ഓട്ടോക്ലേവ് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. ഇതിനകത്ത് വാക്യൂം സൈക്കിൾ ഇല്ല, അതുകൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. റെഗുലർ ആയിട്ടുള്ള ഓട്ടോക്ലേവ് ഇതിൽ ചെയ്യാൻ പാടില്ല. ഏത് ഒരു ഓട്ടോക്ലേവ് ചെയ്ത് ഇത് വെറ്റാണെങ്കിൽ അത് സ്റ്റെറൈൽ അല്ല, നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ETO സ്റ്റെറിലൈസർ നല്ലതാ, പക്ഷേ ഇറ്റ്സ് എ ടോക്സിക് ഗ്യാസ്. അതും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാ. ഉടനെ തന്നെ കുറെ ഒരു 1-2 കൊല്ലത്തിൽ ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്ന അറിവ് വന്നിട്ടുള്ളത്. ഇത് വലിയ ചൂടാവാത്തതുകൊണ്ട് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സിന് പറ്റിയ ഒരു സാധനമാണ്. വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. മോയ്സ്ചർ പാടില്ല, നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. പാക്ക് ഒക്കെ നന്നായിട്ട് സീൽ ആയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ചെയ്യണം. ഇതിലും കൂളിംഗ് ടൈം ഉണ്ട്. അത് ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ കാലിബ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ്, ETO ഇൻഡിക്കേറ്റേഴ്സ് മഞ്ഞ പച്ചയാകും. പല ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ETO സ്റ്റെറിലൈസേഷന് വേണ്ടി. ഈ പാക്കിന്റെ പുറത്ത് തന്നെ കളർ മാറുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് പാക്ക് ഓപ്പൺ ആയാൽ ഇറ്റ് ഇസ് അൺസ്റ്റെറൈൽ, വെച്ചേക്കാൻ പാടില്ല. അപ്പൊ പാക്കിന്റെ ഇന്റഗ്രിറ്റി നമ്മൾ കൂടെ ചെക്ക് ചെയ്യണം. ഇതാ ഇപ്പോഴത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്ന പ്ലാസ്മ സ്റ്റെറിലൈസർ. ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ബട്ട് ക്ലോത്തും വുഡ് പോലത്തെ സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല, പറ്റത്തില്ല. പ്ലാസ്മ എക്സ്പെൻസീവാ. ഇപ്പൊ വില കുറഞ്ഞ സാധനങ്ങളും ഇതിനകത്ത് വരാൻ തുടങ്ങി. പ്ലാസ്മ സ്റ്റെറിലൈസർ എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിക്കേറ്റർ ആണ്. പല സൈസ് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ മാർക്കറ്റിൽ. ഇത് ഫോർമലിൻ ചേംബർ, ഇത് ഉപയോഗിക്കാനേ പാടില്ല, ദോഷമേ ചെയ്യത്തുള്ളൂ. നമ്മൾ ഇപ്പോഴും പല ഹോസ്പിറ്റലിലും ഇത് ഏതൊക്കെ മെറ്റീരിയൽ ഏതേതിൽ യൂസ് ചെയ്യുന്നത്. സൈഡെക്സ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബ്ലേഡ് എല്ലാം അത് പാടില്ല. ഇത് നമ്മൾ എങ്ങനെയാ അത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓരോ സ്റ്റിക്കേഴ്സ് എടുത്ത് ഡേറ്റ് ഇട്ട് ഇച്ചിരി വലിയ ബുക്കിൽ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെക്കാം. പിന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ചെയ്തതെല്ലാം രജിസ്റ്ററിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. വീക്ക്ലി പ്രൊസീജിയർ, ഡെയിലി പ്രൊസീജിയർ, കൗണ്ടർ ചെക്കിങ്, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു രജിസ്റ്ററാണ്. ഡേറ്റ് ഇട്ടിട്ട് ചെയ്യാം. പിന്നെ ഇത് ഓട്ടോക്ലേവ്, ഇത് മാനുവലായിട്ട് ചെയ്യുന്നവര് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ ടൈമിങ്ങും വാക്യൂം ഡ്രൈ എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. എനി ക്വസ്റ്റ്യൻസ്? ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ശശിക്ക് ഒരു ചോദ്യമുണ്ട്. പറയൂ സർ. ശശി, ബേബി നാരായണൻ ഫ്രം മാം ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാട്. Okay.
ഫേക്കോ ടിപ്സും സ്ലീവ്സും ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് വിശദീകരിക്കണം. ഫേക്കോ ടിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക. ആൻഡ് ഫൈനൽ ഫ്ലഷിംഗ് ഷുഡ് ബി വിത്ത് ഡിസ്റ്റിൽ വാട്ടർ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സർജറി തന്നെ ആ ടിപ്പ് ക്ലീൻ ചെയ്യണം. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ക്ലോഗ് ചെയ്തിരിപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ദെൻ ദാറ്റ് ഈസ് ഓൺ ദ ടേബിൾ ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞിട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് അത് ക്ലീൻ ചെയ്യുന്നത് എയർ, നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ എയർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ദെൻ ഡിസ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ RO വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ഓട്ടോക്ലേവ്ഡ്. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എനി അതർ ഫോം ഓഫ് സ്റ്റെറിലൈസേഷൻ. ETO not for phaco tubings in ചെയ്യാം, but not for but I think all phaco tip ഒന്നും ETO പറ്റില്ല. ETO best sterilization method is steam sterilization. ETO ആണെന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ ക്ലീൻ ചെയ്യുമ്പോൾ ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്യണോ? വേണ്ട. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്റ്റെറൈൽ ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ETO ഉണ്ടല്ലോ രാജീവ്, ആദ്യത്തെ ഫസ്റ്റ് ലോഡ് ഓഫ് ഇൻട്രാഓക്കുലർ ലെൻസസ് അത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ആ ലെൻസ്, ഗ്ലാസ് ലെൻസ് എടുത്തു കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു ഇൻസേർട്ട് ചെയ്യാറ്. എന്നിട്ടും ഈ പറഞ്ഞ മാതിരി ടാസ് ഉണ്ടാവുക. സോ ഈ ഇമാജിൻ ഈ ഫേക്കോ പ്രോബ് ETOയുടെ അകത്ത് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. അത് എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെ എത്ര ഏരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും some particles will be still inside. So that is absolutely not advisable. The only thing is that either you autoclave it or it is gas plasma. Yes, sir. ഏറ്റവും cheapest and ഏറ്റവും efficient method of sterilization is steam. അപ്പം it's always better that all heat resistant ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും better to go put it in the steam autoclave. Correct. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കമന്റ് പറയാം ലാസ്റ്റ്. ചോദ്യം ആരും ചോദിക്കുന്നില്ലല്ലോ സാറേ. ജിൻസി ചോദിക്കുന്നില്ല, മിനി ചോദിക്കുന്നില്ല, ഗോപിക ചോദിക്കുന്നില്ല. 2-3 പേരുണ്ടല്ലോ എപ്പോഴും. ഞാൻ ചോദിക്കാം. സർ, ഈ ബോബഡിക് ടെസ്റ്റ് എത്ര കൂടെ ചെയ്യണം എന്നുള്ളത് എന്ന് പറയുന്നത്? ബോബഡിക് ടെസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഓട്ടോക്ലേവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ബോബഡിക് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഡെയിലി ചെയ്യണം സർ? യെസ്, ഡെയിലി ചെയ്യും. ഡെയിലി ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യും. ഡെയിലി ചെയ്യുന്നുണ്ട്, ഡെയിലി ചെയ്യണം. MD ഇതിൽ ചെയ്യണ്ടേ സർ? അതൊന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് MT സൈക്കിളിൽ വേണം. അതിനകത്ത് വേറെ ഒന്നും പാടില്ല. ട്രേയുടെ താഴെ വെക്കണം, താഴെ ഡ്രെയിനിന്റെ തൊട്ട് മുകളിലായിട്ട് വെക്കണം. എന്നിട്ട് ഓട്ടോക്ലേവ് 134 ഡിഗ്രി സെന്റിഗ്രേഡിലാണെങ്കിൽ 3.5 മിനിറ്റ്സ് മാത്രം റൺ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് സ്റ്റീം ലെറ്റ് ഔട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നോക്കുക. കോവിഡിക്ക് എല്ലാ ദിവസവും എല്ലാ ടെസ്റ്റും ചെയ്തിരിക്കണം. അതിന് യാതൊരു ഇതുമില്ല. ഓരോ ലോഡ് ഇടുമ്പോഴും ഈ ബോബഡിക് ടെസ്റ്റ് ചെയ്യണം. ഓരോ ലോഡല്ല, പെർ ഡേ. ഓരോ ലോഡിലും നമ്മൾ പെർ ഡേ. ഇത് എന്തിനാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് രാജീവ് പറഞ്ഞു, വാക്യൂം ടെസ്റ്റ് ആണ്. അതിനകത്ത് ചെറിയൊരു ഇതുള്ളത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ അതിനകത്ത് നിന്നുള്ള എയർ മുഴുവനായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുക. എയർ പോക്കറ്റ്സ് ബാക്കി നിൽക്കാൻ പാടില്ല. വേറെ ഒരു ഗ്യാസും അതിനകത്ത് പാടില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിന്റെ അകത്ത് ഇതിനകത്തും ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ കാണാം. അപ്പൊ ഗ്യാസ് ഒട്ടും പാടില്ല. 2 രീതിയിൽ ഗ്യാസ് വരാം. ഒന്ന്, നമ്മുടെ വാക്യൂം പമ്പ് ശരിയായിട്ടുള്ള രീതിയിൽ മുഴുവനായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സിംഗിൾ പമ്പ് ആണെങ്കിലും പൾസ്ഡ് ആണെങ്കിലും, ഇപ്പം സ്റ്റീം ഇഞ്ചെക്ട് ചെയ്തു വാക്യൂം, സ്റ്റീം ഇഞ്ചെക്ട് ചെയ്തു വാക്യൂം, സ്റ്റീം ഇഞ്ചെക്ട് ചെയ്തു വാക്യൂം എന്ന് വന്നാലും ബാക്കി എയർ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. 1. 2, നമ്മുടെ ഡോറിലുള്ള ഗാസ്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ ബുഷ് മാതിരി എന്നൊക്കെ നമുക്ക് പറയാം. ഒരു വട്ടത്തിലൊരു റബ്ബറിന്റെ ഇത് കാണാം. അത് ഡിഫക്റ്റീവ് ആണെങ്കിലും വാക്യൂം അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തോടെ എയർ അകത്ത് കയറാം. അപ്പൊ അത് ഇടയ്ക്കെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ല ലിൻറ്റ് ഫ്രീ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ഇടയ്ക്ക് അത് ഇൻസേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അത് ലോക്ക്ഡ് ആവില്ല, എയർ ലോക്ക്ഡ് ആവില്ല. അതിന് രണ്ടാണ് നമ്മൾ BD ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം എയർ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ സ്റ്റീം ഒരിക്കലും
നമുക്ക് വേണ്ട സ്ഥലത്ത് പെനിട്രേറ്റ് ചെയ്യില്ല, ആ എയറിനെ പെനിട്രേറ്റ് ചെയ്യത്തില്ല. സോ വാട്ട് ഹാപ്പൻസ്, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ പാക്കിനകത്ത് എയർ ബാക്കി ഉണ്ടെങ്കിൽ അത്രയും പോർഷൻ സ്റ്റെറൈൽ ആവില്ല. So that is why you check your equipment. It's an equipment control test rather than a vacuum control test. It's an equipment control. Make sure that your equipment is functioning properly. The other thing you can do is on an empty load, ipo Rajiv കാണിച്ച ഹെലിക്സ് ട്യൂബിന്റെ അറ്റത്ത് ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ വെക്കാവുന്ന ടൈപ്പ് ഹെലിക്സ് ട്യൂബ് ഉണ്ട്. അതും എംറ്റി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ യു ബയോളജിക്കൽ ഇൻഡിക്കേറ്ററിന്റെ ടെസ്റ്റ് ചെയ്താലും അതും എംറ്റി ലോഡിൽ ഇടയ്ക്കല്ല റിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് റീകാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതായത് നമ്മുടെ പീൽ പൗച്ച് ഇല്ലേ സർ, അത് നമുക്ക് എക്സ്പയറി കൊടുക്കാം. സ്റ്റീം ചെയ്യുമ്പോൾ എത്ര എക്സ്പയറി കൊടുക്കാം സർ? 1 year ആണ് അവർ പറയുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഓട്ടോക്ലേവില് 1 year കൊടുക്കാവോ? അത് പാക്ക് ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ 1 year വരെ. പാക്ക് ഇന്റഗ്രിറ്റി നോക്കിക്കോണം. കാരണം അത് സൈഡിൽ ഇപ്പം രാജീവ് തന്നെ കാണിച്ചു, ഒരു പാക്കറ്റ് തുറന്നപ്പം പകുതി തുറന്നായിരിക്കുന്നു. അപ്പൊ അതിന് നമ്മള് ഡബിൾ സീലിംഗ് എന്ന് പറയും. ഒരു പ്രാവശ്യം സീൽ ചെയ്തു, തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സീലിംഗ് കൂടെ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഡു. സീലിംഗ് മെഷീന്റെ പല ടൈപ്പ് ഉണ്ട് സർ. സർ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. നമ്മുടെ ഈ ട്രേയിൽ വെച്ചിട്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ ചെറിയ ഡ്രോപ്പ് കാണുന്നുണ്ട് വെള്ളം. അപ്പം എക്യുപ്മെന്റ് ചെക്ക് ചെയ്യണം. അതിൽ 2 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, നിങ്ങളുടെ ഡ്രൈയിങ് പ്രോസസ് കംപ്ലീറ്റ് ആയിരിക്കില്ല. അതിന്റെ പ്രോബ്ലം പഠിച്ചാല് നമ്മള് വെള്ളം ചൂടാക്കുന്നു, സ്റ്റീം വരുന്നു, അത് കണ്ടൻസേറ്റ് ചെയ്ത് വെള്ളം ഉണ്ടാവുന്നു, തിരിച്ച് ഡ്രെയിനിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ വെള്ളമുള്ള ഒരു പാക്കറ്റാ വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂടും. അതായത് മോയ്സ്ചറിന്റെ അളവ് കൂടിക്കഴിഞ്ഞ് കണ്ടൻസേറ്റ് ചെയ്ത് മുഴുവൻ പോകുന്നുണ്ടാവില്ല. സോ യുവർ പാക്ക് വിൽ ബി വെറ്റ്. ട്രൈ ചെയ്തിട്ടാണ് ചെയ്യാറ്. എങ്ങനെ? ഡ്രൈ സൈക്കിൾ ഉണ്ട്. ഡ്രൈ സൈക്കിൾ ഓട്ടോക്ലേവിന്റെ ഡ്രൈ സൈക്കിൾ പിന്നെ ഡ്രൈ സൈക്കിളിൽ 2 സംഗതികളുണ്ട്. ഒന്ന്, ജാക്കറ്റിന്റെ അകത്തുള്ള ചൂട് കാരണം ഇത് ഇവാപറേഷൻ നടക്കുന്നുണ്ട്. 1. 2, ഫ്രഷ് എയർ ഫിൽട്ടർ വഴി അതിനകത്തോടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈം നിങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിൽ പാക്കറ്റ് കംപ്ലീറ്റ് ഡ്രൈ ആവില്ല. പിന്നെ വേറൊരു ചോദ്യം പറഞ്ഞു രാജീവ്, ഫെറ്റ് ആയിട്ടുള്ള ഇത് അൺസ്റ്റെറൈൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ അടുത്തുള്ളത്. പക്ഷെ അത് ഇമ്മീഡിയറ്റ് യൂസ് ആണെങ്കിൽ ഡയറക്റ്റ് ഓട്ടോക്ലേവിൽ എടുത്ത് അപ്പോൾ യൂസ് ചെയ്യാം. You cannot store it, but if it is immediate, then you can use it immediately, just like your flash. No, you just use it immediately and then repack it. So constant ആയിട്ട് വെറ്റ് പാക്കറ്റ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് വരുവാണെങ്കിൽ it is time that you recalibrate your equipment. ഒരു കാര്യം കൂടി, റീകാലിബ്രേറ്റ് ചെയ്യുന്ന മാനുഫാക്ചറർ തന്നെ റീകാലിബ്രേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ സർട്ടിഫിക്കേഷൻ വേറെ ഏജൻസി ആയിരിക്കും. മാനുഫാക്ചർ തന്നെ സർട്ടിഫൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി, എ സർട്ടിഫൈഡ് എക്സ്റ്റേണൽ ഏജൻസി. Chandrasekhar sir, anything else? Yes sir. There is set of people who are certified for calibration sir. They must only be called, and that certificate should be done kept in the file of the thing also. And regarding storage, there are different views. It depends on the usage, the type of packing only. As even the CDC will recommend minimum of 6 months. But if we have the type of usage we use, especially OP, they must remember one thing, that storage is only till it is opened. They can't open today and use it tomorrow in the OPD also. So immediately use it and then again it will go for they must understand little bit about recall.
recall. Whenever a biological indicator or a chemical class 5, class 6 indicator is wrong, a report comes, they have to recall all. That is why the register for maintaining the pack, what has been done with each of these things is necessary for recalling. And one small thing here is these sets, many places they segregate them as corneal scissors and forceps and scissors and all those things. But the best practice is to number the set. Set 1, set 2, set 3, and we write which set was used for which patient. Then only instrument recall also can be undertaken. Actually, the ideal way is this, but many cases are being done. Number of sets are more, it becomes difficult. So that is one recall they must remember. So whenever there is a failure, they must know that they are not supposed to proceed further. Call all the instruments autoclave with that and check the autoclave. So recall, like in pharmacy, theater recall also, they must be aware what to do. And then most of the times I found in some hospital, they see some variation, even the microbiological surveillance, they get it from the lab and keep it. Then only they realize the count is more than 20, more than 25. They have not reported. So that education, ellarkum theriyano, eppo report pannanonu. Illana suddenly we will land up with an endophthalmitis. I'll add 1 or 2 points about that. Yes, sir. One set. If you are going that labeling gun, the label can be taken out and stuck into the case sheet of the patient. And if you have something inside the packet, that can be stuck to the operation theater register. That is what I recommend. Yes. I had a very bad experience about this. One of our ENT surgeons had done something in the nose. And after endoscopic surgery or something like that, one girl about 13 years old, she has blood. She was bleeding from the nose. Again, the patient was admitted and did again washing and something, cauterization and all that. Again, the same thing recurred after 1 week, and that patient went to some other hospital. So naturally, then after that, then it went to the court. So the patients, their claim was that the instruments that they were used was not autoclaved, not sterile. But then, as I mentioned earlier, I had these labels on the patient's case sheet as well as in the CSST and in the operation theatre list. I had to carry the 3 things into the court. So I think that point was a valid point. Documentation, I think that is very important. One thing about ETO. ETO does cycle you open the door about 6 inches and they just leave the room. Aeration കഴിഞ്ഞതാണെങ്കിലും അതിനകത്ത് കുറച്ച് residue ഉണ്ടാവാൻ സാധ്യതയുണ്ട്. So just leave the room and then come back after 15 minutes or so, and then you transfer it to the other storage area. You are supposed to wear some badges, ETO badges, like radiotherapy department badge. There are ETO badges, regulatory badges available, and environmental monitoring in Western countries it is there. I don't know if any of us uses this. Sir, are you using it in AEH? No, sir, no, sir. But one thing I have not seen, actually last HIC meeting also they asked whether there are TLD badges for ETO. Even I am not aware. But one thing, ellarkum theriya vendiya vishayam, ETO leak aachna enna pannanum. Sometimes that can certainly it will leak. Immediately put it in a bucket of water. Mela motta maadila kondu poi vekkanum. Because it is dangerous for everybody. Immediately or water idla vechi bucket la kondu poi mela top building la vechiradhu da safe. So this everybody who is handling ETO should be aware of it. But in the batch I will find out, sir. I am not sure. I don't know about NABH, but this is theoretically what I am trying to tell you. Okay, okay, sir. Okay. It is that. That is what the yes. ETO. Then the other thing is, it's a boiling point is very low. Low. It's only about 52, 53 or something like that. Yes, sir. Yes. So as you said, leakage then it is quite dangerous. Dr. Chandrasekhar, about this autoclave,
See, the conventional, the horizontal autoclave without a vacuum cycle is permitted in an entry level certification. But you need a vacuum cycle. Sir, actually what happens now, sir, in the vacuum cycle, validation is not possible, sir. So without validation, whatever we use, they don't accept in NABH, sir. If we don't have the vacuum cycle, the proper TSC validation panna mudiyadhu, sir. Correct. Because one hospital, I have seen many instances, they will use the vertical autoclave and they could not prove it was working properly in the court of law. So these things, sir, one more important thing, court of law la nejamave venuna, each cataract set should have a class 5 or class 6 indicator. Correct. Not the expiry one. The surgeon also will be sure he is operating with a fresh set of sterile instruments. Ideal requirement is that only, sir. Then another point which has come up now is Suresh Kumar Pillai. Sealing packets we use validation up to 3 months. Which package? I think it's peel pouch. What is mentioning? It's okay. ETO they're asking, sir, about ETO. Yeah. Sir. And one point over parayanundu. Expiry date, if textile pack, everybody says it is 7 days. And the medical grade paper, you say 1 month. But angane oru figure, it is very difficult because in the hospital storage area may be quite different from yours. Apam nammal cheyyendadu avare etra divasam ആ ഒരു കണ്ടീഷനിൽ വെക്കാൻ സാധിക്കുമെന്നുള്ളത് മൈക്രോബയോളജിയിൽ നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഡിഫറെന്റ് ആയിരിക്കും. സോ ടെക്സ്റ്റൈൽ പാക്സ് ഇൻ കോംട്രസ്റ്റ് ഹോസ്പിറ്റൽ മേ നോട്ട് ബി ഓക്കെ വിത്ത് പ്രിയങ്ക ഹോസ്പിറ്റൽ ഓർ മേ ബി ഇൻ കൊച്ചിൻ ഐ ഹോസ്പിറ്റൽ, മേ ബി വിത്ത് AEH also. സോ ഈച്ച് ഹോസ്പിറ്റൽ വിൽ ഹാവ് ടു സേ ഒരു ടെസ്റ്റ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെച്ചു, അത് ചെയ്തു, 2 ദിവസം വെച്ചു, അതിൻ്റെ ചെയ്തു, കുറെ പാക്കറ്റ്സ് ഉണ്ടാക്കി എത്ര ദിവസം വരെ അത് സേഫ് ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അത് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണ് നല്ലത്. OPDയിലോ വല്ലോ you just throw it around and then do it. It will be more secure because anyway the theater will be much better and theater storage area CSSD will be much better. So I think that is the exercise that everybody can do. Jamila wants to ask something. ഇത് NABH-ന് ഇതുപോലെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടോ? നമ്മുടെ ഓട്ടോക്ലേവ് ചെയ്ത സാധനത്തിന്റെയും ETO ചെയ്ത സാധനത്തിന്റെയും വാലിഡിറ്റിയിൽ NABH ഏതെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ സർ? ഇല്ല. NABH will not recommend. It will go by good practices. NABH பொறுத்த வரைக்கும் இதுவரைக்கும் CDC guidelines, Center for Disease Control, best practices only they follow. இப்ப நான் ஒன்னு சொல்றேன், entry level இருந்தாலும் eye care இருந்தாலும் the latest booklet is 5th edition for full. You get that book, உங்களுக்கு எதெல்லாம் வேலிடா இருக்கோ அதெல்லாம் அங்க இந்த எக்ஸ்பிளனேஷன் எடுங்க. All things are explained better. See, there are 600 plus elements on the NABH 5th edition. நீங்க வாங்கி இதுல 150 elements தான் உங்களுக்கு applicableனா and the 150க்கு best explanations are given in 5th edition. So generally they look for this and they will know. The NABH will not prescribe anything at all. It will take the best practices followed as per standard. Ipo number India le National Center for Disease Control is there. It has played a major role during COVID, but they were following CDC guidelines. Actually, CDC guidelines does not even recommend ultrasonic sterilization or ultrasonic cleaning. So, but still we are using it because of some advantages. ஓகேங்களா? என்ன இப்படி டவுட் கேட்டேன்னா சார், இங்க ஃபர்ஸ்ட் அசஸர் வந்த போது ETO திங்ஸ் எல்லாம் 1 year போடலாமா அப்படின்னு சொன்னாங்க. செகண்ட் டைம் வந்தவர் 6 months மேல போடக்கூடாதுமா சொன்னாங்க. அதுதான் சார் ஒரு அழகா சொன்னார் இல்ல, உங்க கண்டிஷன்ஸ் பேஸ் பண்ணி நம்பர் 1 யூஷுவலா ஃபாலோ பண்றது சிங்கிள் பேக்கிங் 1 month, டபுள் பேக்கிங் 6 months. எனக்கு தெரிஞ்சு மெஜாரிட்டி ஆஃப் தி ஹாஸ்பிட்டல்ஸ்ல, பட் ப்ரொவைடட் த இன்டெகிரிட்டி ஆஃப் த பேக். அந்த ETO ஸ்டோரேஜ் மட்டும் கொஞ்சம் டிஃப்ரெண்ட். யூ கான்ட் கீப் ஆல் ஃபாசப்ஸ் டுகெதர் இன்ஸ்ட்ருமெண்ட். டேட் வைஸ் தான் வைக்கணும். ETO மட்டும் யூ ஹேவ் டு கீப் இட் டேட் வைஸ், நாட் பிகாஸ் நீங்க ஒரே இதுல 4-5 எக்ஸ்பைரி இருக்கும், யூ வில் மிஸ் இட். ஓகேங்களா? ஓகே சார், தேங்க் யூ சார்.
mercury spillage, how do you manage എന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. What we have done in wherever we worked, we have stopped all mercury apparatus, mercury thermometers, everything, because it is totally, it is not like blood spillage. You need to have paper, how you will put it, how will this actually, we have never taught in any of my hospitals. Better to convert from mercury because it is dangerous also. If you want, I can give you the guidelines. We can put it in your group, Rajiv. Okay. Life of handpiece is reduced if autoclaved. So No. the question is ETO enough? No, see, ETO means there is a daily surgery ഉള്ളിടത്താണെങ്കിൽ ETO practical അല്ല. Then you need more number of handpieces. Yes. In fact, according to NABS accreditation, they request 2 handpieces per machine. Okay, 2 handpieces also. So that flash autoclaved in between or something like that. I don't know whether they flash autoclaves are now. Yeah. That is what is advised. But truly speaking, it is very expensive. But if you have to change the tip and the sleeve for every case. Compulsory, you have to change the tip and the sleeve. Any more questions? Jinsi? Actually, Rajiv, you have a group, no? WhatsApp group for these people who have attended? No. We don't know. They just joined today only. We So don't know you who are they. form a group, no? It will be, you can put all your experts there. It will be a good interactive. Whenever they have doubt, it helps them to clarify from the experts. It's quite difficult to reach them. Chandra. Hello, WhatsApp group. That's what we don't have their numbers, and how do we? Okay, somebody can The hospitals will have to take the initiative. You just include the 1 person each from one of the major hospitals, so they can add them. You have up to 250 people, no? You can take. No, I find this useful for doctors. Really interested. There are so many clarifications. So sir will know in assessor group itself, there will be so many simple things they ask and they get it clarified. Even in eye care, we have a set of assessors. Yeah. There also we are having it. So many things get clarified there. Andrew sir, ഏതെങ്കിലും പറയാനുണ്ടോ? കേട്ടോണ്ടിരിക്കുന്നത് നന്നായി ചെയ്തു. വെൽ ഡൺ. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻസ്ട്രുമെന്റ്സ് ക്ലീനിങ്ങിനെയോ നമ്മള് ഇത് ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യണോ? ഇപ്പൊ റെക്കമെൻഡേഷൻ വേണ്ടെന്നാ, ബട്ട് മൈൽഡായിട്ട് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ബട്ട് നല്ലപോലെ റിൻസ് ചെയ്യണം. അതിന്റെ റെസിഡ്യൂവൽ ഒന്നും ഇരിക്കാൻ പാടില്ല. ചില ഹോസ്പിറ്റലില് zero positive cases, hepatitis B or HIV, they have a separate set of instruments and they clean it and then put it for regular cleaning. In those cases alone, but actually strictly speaking, infection control, think every patient is infectious, every instrument is infectious, every solution is infectious. Thank you, sir. Thank you. ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? നീ ബാക്കി അടുത്ത തവണ കാണുമ്പോ 5 സ്റ്റാർ തരാം ഞാൻ. ചോദ്യം ചോദിച്ചു. രാജീവേ, കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂരെ കുറച്ച് 5 സ്റ്റാർ ബാക്കി ഇരിപ്പുണ്ടോ സാറേ? അയ്യോ, അത് സാറിന്റെ സ്റ്റാഫിന് കൊടുത്തരാം. ഇപ്പൊ ചോദ്യം ചോദിച്ചവര് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എല്ലാരും ഭയങ്കര ചോദ്യം ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഈ ആറോ വാട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് സൂം കറക്റ്റ് കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ആറോ വാട്ടറിന് നമ്മള് എത്ര കൂടെ കൾച്ചർ എടുക്കണം? Chandru, monthly once is ideal for RO water also. You have to check the quality of water as well as culture. Both should be checked. Culture once a month, quality is once in 6 months. Okay. No. RO quality is different, Rajiv. Regular water only we send outside like Citar for endotoxin. RO, I think quality also once a month because it is dependent on so many processes. If I am not mistaken, sir, correct, sir? Mohan, sir? Yeah. I can clarify on that, but RO more frequently you have to check. It is a slightly different process. Sir, ഞാനും കൂടെ ഒന്ന് ഇതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്തോട്ടെ? സാർ, ഇതില് നമ്മുടെ കൾച്ചർ ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെ പാരാമീറ്റർ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് RO വാട്ടറിന്?
recommend chemical analysis and microbiology usually നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അവർ E. coli മാത്രം നോക്കി തരും, whether it is portable or not. അത് പോരാ, നമ്മൾ കൾച്ചർ തന്നെയാണ്. നമ്മൾ സാധാരണ ഈ സ്വാബ് എടുത്ത് കൾച്ചർ ചെയ്യുന്ന പോലെ തന്നെ കൾച്ചർ ചെയ്യാൻ പറയണം. ഫോർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി എന്ന് വേണ്ടി എഴുതി വിട്ടു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യൂ. നോൺ ഫെർമെന്റേറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ? യൂഷ്വൽ കൾച്ചർ സെൻസിറ്റിവിറ്റി വിട്ടാൽ മതി. നമുക്കിപ്പോ എന്താണ് കമൻസിലായിട്ടുള്ളതും ഹാംലെസ് ആയിട്ടുള്ള ബാക്ടീരിയ നോക്കിയിട്ട് കാര്യമില്ല. അതേപോലെ നമ്മൾ ഈ കൾച്ചർ എടുക്കുമ്പോൾ അതിന്റെ മെംബ്രെയിൻ കൾച്ചർ എടുക്കണം, അങ്ങനെയാണോ വേണ്ടത്? അതെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ വരുന്ന വാട്ടറിന്റെ എടുത്താൽ മതി. ഓക്കെ സാർ. മെംബ്രെയിൻ അങ്ങ് അകത്തിരിക്കുക, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇല്ല, അതിൽ കാര്യമില്ല. നമുക്ക് മെംബ്രെയിനിൽ കൂടെ എല്ലാം കഴിഞ്ഞു വരുന്ന ഔട്ട്പുട്ട് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഔട്ട്പുട്ട് സ്റ്റെറൈലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ സാർ. ബേബി അനീത ഏതെങ്കിലും ചോദിക്കണോ? ചോദിച്ചോ സാർ. മിനി സിസ്റ്റർ, ഒരു ഡൗട്ട് നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റുമോ? നമ്മളെ ഇൻസ്ട്രുമെന്റിന്റെ ഈ കാറ്ററാക്ട് സർജറിക്ക് നമുക്ക് 1 പാക്ക് നമ്മൾ 10 സർജറീസിനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ പറയാൻ പറ്റുമോ? എങ്ങനെ 1 പാക്ക് 10 സർജറി ഇടയ്ക്കോ ഫ്ലാഷ് ഓട്ടോക്ലേവ്? ഇല്ല സാർ, ഇല്ല. ആ ഒരു പാക്കിന്റെ അകത്ത് 10 സർജറീസിനുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. അത് ഭയങ്കര ഡേഞ്ചറസ് മാറ്റിയിട്ടുണ്ട് നമ്മള്. ഒരു കേസിന് ഒരു സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേസിന് ഒരു ചെയ്തത് അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു സാർ? അല്ല, അത് ഈ ഫസ്റ്റ് കേസിന് കുഴപ്പമില്ല. 10th കേസ് വെരി വെരി ഹൈ റിസ്ക്. ഇല്ല, ഇവന്റെ സെക്കൻഡ് കേസ് ഹൈ റിസ്കാ. കാരണം ഇത് തുറന്നു വെച്ചിട്ട് വേണ്ട അതിനകത്ത് സാധനം എടുക്കാൻ. അപ്പൊ ഓട്ടിയിലെ എൻവയൺമെന്റ് പ്രശ്നമാണെങ്കിൽ അല്ലേ? അതിപ്പോ നമ്മൾ ചെയ്യുന്നില്ല, നമ്മളിപ്പോ ഒരു കേസ് തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ആ ട്രേയുടെ കാര്യം രാജീവ് ഒരു ഇത് കാണിച്ചില്ലായിരുന്നു. ട്രേ പകുതി തുറന്നു വെച്ചിട്ട് ഓട്ടോക്ലേവ് ചെയ്യുന്നത്. അത് പെർഫറേറ്റഡ് ആണെങ്കിൽ വേണ്ട സാർ. പെർഫറേറ്റഡ് ആണെങ്കിൽ അത് സാധാരണ നമ്മുടെ പഴയ സ്റ്റീൽ ട്രേ നമ്മുടെ ഈ മറ്റേ ഈ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിന് ഹോളിട്ട് തരും. അതെ അതെ അതെ. എന്നിട്ട് എന്ത് പാക്ക് ആണെങ്കിലും യൂഷ്വൽ പാക്ക് ചെയ്താൽ മതി. അതെ അതെ അതെ. അത് ഈ പകുതി തുറന്നു വെച്ചിട്ട് അടയ്ക്കുമ്പോ ഐ ഡോണ്ട് തിങ്ക് ആ വീഡിയോ ശരിയാന്ന് തോന്നുന്നില്ല. അതെ അതെ. See, anything that goes inside the chamber should be perforated. It should permeate. കൊടുത്താൽ മതി. അവര് കറക്റ്റ് ആയിട്ട് റൗണ്ട് ഓൾ ചെയ്ത് അവര് ഫയൽ ചെയ്ത് ക്ലീൻ ആക്കി തരും. എത്ര ഹോൾസ് വേണമെന്ന് പറഞ്ഞാൽ മതി. ടോപ്പ് ചെയ്യുക, അടിയിലും ചെയ്യുക. എനിവേ യു ആർ പാക്കിംഗ് ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് നമ്മുടെ സ്റ്റീൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തൊരു കുഴപ്പമില്ലല്ലോ? ഇല്ല, സ്റ്റീല് ശരിക്കും പറഞ്ഞാല് ETO ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അത്രയും നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് വേണം. ബിക്കോസ് ETO ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എടുക്കാൻ പറ്റില്ല. എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് എക്സ്ട്രാ സെറ്റ് വെക്കുന്നതാണ്. അത് എക്സ്ട്രാ പീൽ പൗച്ചിന്റെ അകത്ത് ഓട്ടോക്ലേവ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ഓട്ടോക്ലേവ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ? പീൽ പൗച്ച് ഡബിൾ പാക്കാണ് ചെയ്യല്. സാർ, വേറൊരു ചോദ്യം ഞാൻ അപ്പൊ ചോദിക്കാൻ പറ്റിയില്ല. അതായത് ഈ നമ്മൾ ഈ പേപ്പറിൽ പൊതിയില്ലേ, നമ്മൾ പൊതിഞ്ഞിട്ടെടുക്കുമ്പോ ഡബിൾ പാക്ക് വേണ്ടേ സാർ? ഏത് പേപ്പറിൽ എന്ത് പൊതിയുന്ന കാര്യം? അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് പൊതിഞ്ഞ് കൊടുക്കുന്നില്ലേ സാർ? അതായത് പാക്ക് ചെയ്യുന്നില്ലേ, പാക്കിംഗ് സിസ്റ്റം? മെഡിക്കൽ ഗ്രേഡ് പേപ്പർ. സാർ, ആ പേപ്പർ ഡബിൾ പാക്ക് വേണോ? ഡബിൾ പാക്ക് ആയിരിക്കും സേഫ്. സേഫ് അല്ലേ സാർ? നോൺ ഓവൻ മെറ്റീരിയൽ ആണോ ഉദ്ദേശിക്കുന്നത്? സാർ, എൻവലപ്പ് മെത്തേഡ് ഒക്കെ നമ്മളെ കാണിച്ചില്ലേ? നോൺ ഓവൻ മെറ്റീരിയൽ. അല്ല, അത് നല്ല ക്വാളിറ്റി പേപ്പർ ആണെങ്കിൽ സിംഗിൾ ഇത് മതി. ബിക്കോസ് നമ്മളത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ. സ്റ്റോർ ഇല്ല, ഇന്ന് വെച്ച് നാളെ എടുക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇന്ന് വെച്ച് നാളെ എടുക്കും. നമ്മള് ഓപ്പൺ ചെയ്യുമ്പോ അൺസ്റ്റേബിൾ ആവാനുള്ള സാധ്യത ഇല്ലെന്ന് സാർ, ഡബിൾ പാക്ക് ഇല്ലെങ്കിൽ? ഇല്ല, അതാ പിന്നെ സിംഗിൾ പാക്ക് നമുക്ക് തുറന്നു തരാം. അത് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ അവര് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ക്ലീൻ ആയിട്ട് നോ ടച്ച് ഇതിലാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻവലപ്പ് മെത്തേഡിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. എൻവലപ്പ് മെത്തേഡ് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്യത്തില്ലല്ലോ. ഓക്കെ സാർ. വേറൊരെണ്ണം പറഞ്ഞു തരാൻ വേണമെങ്കിൽ, കോസ്റ്റ് കുറയ്ക്കാനാണെങ്കിൽ. കോസ്റ്റ് കുറയ്ക്കാനൊന്നും വേണ്ട. ഓക്കെ,
പറയട്ടെ കേൾക്ക്. ഇതിപ്പം നിങ്ങളത് ഓട്ടോക്ലേവ് ചെയ്യുന്ന സ്ഥലവും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിൽ വളരെ ദൂരമുണ്ട് എങ്കിൽ സിംഗിൾ പാക്ക് സേഫ് അല്ല എന്ന് തോന്നുന്നു എങ്കിൽ സിംഗിൾ പാക്ക് ചെയ്തിട്ട് അതിന്റെ പുറത്ത് ഒരു ടെക്സ്റ്റൈൽ പാക്കിംഗ് കൂടെ ചെയ്തിട്ട് ഓട്ടോക്ലേവിനകത്ത് വെക്കുക. തിയേറ്ററിനകത്തോട്ട് കിടക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റൈൽ പാക്ക് അങ്ങ് കളയുക. അകത്തുള്ള സിംഗിൾ പാക്ക് മാത്രം ഓട്ടിക്കകത്ത് പോകും. ഓക്കെ സാർ. ഞങ്ങളുടെ തിയേറ്ററും ഓട്ടോക്ലേവ് അടുത്തടുത്താണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. താങ്ക് യു സാർ. സ്റ്റോറേജ് അല്ല, ഇപ്പം if you are connected to a general hospital, the CSSD will be somewhere else and your operation theater may be a little away from the CSSD. Those situations it may be necessary. Ankar, they have the TSSU, sir. Sterile supply unit. Sir, peripheral units. TSSU will be there for each building. സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് നമ്മുടെ കൾച്ചർ എടുക്കുമ്പോൾ കൾച്ചർ പ്ലേറ്റ് ലൈവ് ആയിട്ടാണോ നമ്മൾ എടുക്കേണ്ടത്? മോർണിംഗിന് എടുത്താൽ മതിയോ? മോർണിംഗ് ആണ് ഐഡിയൽ. ഐഡിയൽ വിൽ ബി മോർണിംഗ്. ബിക്കോസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ ടൈം കഴിഞ്ഞിട്ട് ഒന്ന് സർജറി തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു ദ റിയൽ പിക്ചർ. അങ്ങനെ എടുത്താൽ മതിയോ? ലൈവ് അതായത് സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്നതിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ബിഫോർ സ്റ്റാർട്ടിങ് സർജറി നമ്മളിപ്പോ തിയേറ്ററിൽ ഹാഫ് ആൻ അവർ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ സ്റ്റാർട്ട് സർജറി. പക്ഷെ അപ്പോഴും നമ്മള് ഇത് സ്റ്റെറൈൽ ആണോ ഇല്ലയോ എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടത്തില്ല. ഇത് 3 ദിവസം കഴിഞ്ഞാൽ അതിന്റെ റീഡിങ് വരുള്ളൂ. അതെ സാർ, 3 ദിവസം കഴിഞ്ഞ റീഡിങ് കിട്ടും. നമ്മളത് ചെയ്യുന്നതിന്റെ പർപ്പസ് തന്നെ എൻവയോൺമെന്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ 0 പേഴ്സണൽ ആണ്. പേഴ്സണൽസ് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് എൻവയോൺമെന്റ് വ്യത്യാസം വരും. അപ്പൊ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഏർലി മോർണിംഗിൽ എടുത്താൽ മതി അല്ലേ? ഏർലി മോർണിംഗ്. ഓക്കെ, താങ്ക് യു സാർ. ഇത് തന്നെ ഡോക്ടർ ചന്ദ്രശേഖർ ഒരു സ്റ്റഡി ചെയ്തായിരുന്നു. ത്രൂ ഔട്ട് കൾച്ചർ തിയേറ്റർ തുടങ്ങുന്ന മുന്നേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ് ഇടയ്ക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റഡി ചെയ്തായിരുന്നു. ചന്ദ്രശേഖർ അത് പറയാമോ? Sir, actually in all in AOS, sir, 3 theaters. One is a AHU theater alone, like what we have in some Aravinds. No HEPA filter. With the AHU, the air conditioning occurs. Second is that is a cataract theater. Another one is a specialty theater. For example, retina or something. The third one is a HEPA filter theater. So we started at 8 o'clock, 10, 12, 2, 4. 5 cultures throughout the day for a few days we did. So initially all the validation actually நம்ம பண்றது வந்து for the type of theater sterilization, whether it is HEPA, AHU or fumigation. But what we found is initially everything is superb. But as the day goes, it goes up slightly. The counts will go up because of the traffic. But in HEPA filter, that is a better control than the fumigated theater. But after afternoon, they start cleaning and doing, then it comes down almost, there is no significant difference. If you do proper cleaning, even a non-HEPA theater is good enough. So it goes up, all the counts go up and then come down. But at the end of the day, the control is better with HEPA. This is what we achieved. But this is what we did in 3 different types in multi-center studies. Actually, it won the best poster award. Best poster award all India. Yes. It's a good thought. നമ്മള് OT ക്ലീനിങ്ങിന് ബാസ്ലോസ് സ്പെഷ്യൽ മാത്രം യൂസ് ചെയ്താൽ മതിയോ? അത് ഫോഗിങ് തീരെ പല കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് ഡയല്യൂഷൻ എടുക്കുക, കറക്റ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ടൈം കൊടുക്കുക. ഫോഗിങ് തീരെ വേണ്ട. എങ്ങനെ ഫോഗിങ് വേണ്ട? മെഷീൻ ഉണ്ടെങ്കിൽ വിറ്റ് കളയാം. Many LASIK theaters are using bacillocid only, sir. Because you can't fumigate. LASIK head. Sir, they use only bacillocid because they can't do fumigation or they can't have HEPA. Okay, thank you, sir. Thank you. Wind up here. വല്ല ചോദ്യം ഉണ്ടോ? ഇത്രയും ആൾക്കാർ ലാസ്റ്റ് വരെ ഇരുന്നതിന് സന്തോഷമുണ്ട്. പക്ഷെ ചോദ്യം ഒന്നും ചോദിക്കാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ധന്യ, സുലോചന, ബിന്ദു,
രഞ്ജിത, ഉഷ, രാശ്രീ, ജമീല ചോദിച്ചായിരുന്നു. ഒത്തിരി ആൾക്കാർ, ഗീത, മലർ ഒന്നും ചോദിച്ചില്ല. ശരി, ഇത്രയും ചോദിച്ചത് സന്തോഷം. രഞ്ജിനി, സാർ ഈ ഫോഗർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ലേ, അതിപ്പോ ഈ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുമ്പോ ഹ്യൂമിഡിറ്റി കുറക്കൂലേ? ഡീഹ്യൂമിഡിഫയർ ചെയ്യുമ്പോഴാണ് ഫോഗിങ്ങിന് ശേഷം ഹ്യൂമിഡിഫയർ യൂസ് ചെയ്താൽ ഡീഹ്യൂമിഡിഫയർ യൂസ് ചെയ്ത് ആ മോയ്സ്ചർ കുറയ്ക്കാൻ പറ്റുമെന്ന ചോദ്യം. പറ്റും. ഡീഹ്യൂമിഡിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടിട്ട് നമുക്ക് കുറയ്ക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഫോഗർ യൂസ് ചെയ്യുന്ന അതേ എഫക്റ്റ് വൈപ്പിംഗ് സർഫസ് ഡിസിൻഫെക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഫോഗർ യൂസ് ചെയ്യുന്നത്? ഫോഗർ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് സാധനം, പാക്കോ മെഷീൻ, മൈക്രോസ്കോപ്പ് എല്ലാം ഡാമേജ് ആവാൻ സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്രോസ്കോപ്പിന്റെ ഒരു വെന്റിലേഷൻ പാർട്ട് ഉണ്ട്, ഒരു ഹോൾസ് ഉള്ള ഒരു എയറേഷൻ പാർട്ട് ഉണ്ട്. അതൊക്കെ ക്ലോസ് ചെയ്തിട്ടേ നിങ്ങൾ ഫോഗർ യൂസ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ അതിനകത്തൂടെ ഒക്കെ മോയ്സ്ചർ അകത്ത് വന്നിട്ട് ആ ഇലക്ട്രോണിക് പാർട്സ് ഒക്കെ ഡാമേജ് ആവും. ഒരു തവണ ഫോഗ് ചെയ്യുമ്പോൾ 2 ലിറ്റർ വെള്ളം അതിനകത്ത് അടിച്ച് കയറ്റുന്നത് നമ്മൾ. 5 ലിറ്റേഴ്സ് ഇട്ടാണ് ഫോഗ് ചെയ്യുന്നത്. നല്ല പോലെ തുടച്ചെടുത്താൽ മതി. അതാ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അങ്ങനെ ഒരു ചോദ്യം കൂടെ വന്നു. നീ ഉണ്ടോ അല്ല? ഓക്കെ, നീ ചോദ്യം ഇല്ലെങ്കിൽ സർ, എനി ക്വസ്റ്റ്യൻസ് ഇൻ യൂട്യൂബ് സർ? Instrument cleaning process. Image. Sodium hypochlorite solution preferable for cleaning process. Floor and walls is okay, not for instruments. ശരി, okay, we'll wind up. മോഹൻ സാർ, വളരെ നന്ദി സാർ, ഇത്രയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല ആൻസർ പറഞ്ഞതിന്. പിന്നെ ശശി സാറിന് നന്ദി. ചന്ദ്രശേഖർ, മലയാളത്തിൽ തന്നെ താങ്ക് ചെയ്യാം. വളരെ നന്ദി. പ്രത്യേകിച്ച് വേറെ ലാംഗ്വേജ് ഒന്നും വേണ്ടല്ല. ബാക്കിയുള്ളവരെല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സൂമിലും യൂട്യൂബിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത്രയും നമ്പർ, ഏകദേശം 95 വരെ വന്ന്, ഇത് ഒരു നല്ല ഒരു പാർട്ടിസിപ്പേഷന്. ലാസ്റ്റ് വരെ ഇത്രയും 37 പേര് ഇത് ക്ഷമയോടെ കൂടി ഇരുന്നതിന് അതിനും നന്ദി. താങ്ക് യു ഓൾ. Mohan sir and Sashikmar sir, thank you so much. Rajiv, thanks a lot for inviting me. Thank you very much, sir. Thank you very much. Thank you all of you. Thanks, Rajiv. Chandrasekhar sir. Hello sir.